ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ തൃതീയ സ്കന്ധം വരെ നമ്മൾ ഇന്നലെ കേട്ടു. ഇനിതാ ചതുർത്ഥ സ്കന്ധം. ചതുർത്ഥ സ്കന്ധത്തിന് വേറൊരു പേരുമുണ്ട്. ആ പേരാണ് പുരുഷാർത്ഥ സ്കന്ധം എന്നൊരു പേരുണ്ട്. 4 കഥകളാണ് ഈ ഒരു സ്കന്ധത്തിൽ വിസ്തരിക്കുന്നത്. ആ 4 കഥകൾ 4 പുരുഷാർത്ഥങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പുരുഷാർത്ഥങ്ങൾ 4: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനെപ്പറ്റിയൊക്കെ ആദ്യത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മത്തിൻ്റെ ഉദ്ദേശം ചിത്തശുദ്ധിയാണ്. കാമത്തിൻ്റെ ഉദ്ദേശം ഇന്ദ്രിയപ്രീതിയല്ല, ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കാമം. ഭക്ഷണം കഴിക്കുന്നത് ശരീരം നിലനിർത്താനാണ്, രുചിക്ക് വേണ്ടിയിട്ടല്ല. ശരീരം നിലനിർത്തുന്നത് ധൂർത്ത് കാണിക്കാനോ അക്രമം ചെയ്യാനോ അല്ല, ധർമ്മനുഷ്ഠിക്കാനാണ്. പ്രധാന ലക്ഷ്യം മോക്ഷമാണ് എന്നൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിലെ ആദ്യത്തെ കഥ ദക്ഷൻ്റെ കഥയാണ്. ധർമ്മം എന്ന പേരിൽ അദ്ദേഹം ചെയ്തത് അധർമ്മമാണ്. ലോക നന്മ എന്നൊക്കെ പുറമേക്ക് തോന്നും, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുക അയാൾ തൻ്റെ സ്വാർത്ഥത കൊണ്ട് ചെയ്യുകയാണ്. അത് കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. നമ്മളും കരുതും നല്ല കാര്യമിട്ട് പോയി നോക്കുക ഒക്കെ കരുതും. ആ പോയി കുറച്ചും കണ്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇത് വേറെന്തോ ഉദ്ദേശമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചെയ്യണതിനേക്കാളധികം കാട്ടിക്കൂട്ടുക, അതിനാണ് അങ്ങനെ പറയുക. പബ്ലിസിറ്റിയാണ് കൂടുതൽ. 10 പേർക്ക് വീൽ ചെയർ കൊടുത്തു കേട്ടോ, 1000 വീൽ ചെയറിൻ്റെ കാശ് കൊണ്ട് പരസ്യം. ഇങ്ങനെ കാട്ടിക്കൂട്ടൽ അധികമാണ്. ധർമ്മം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ സേവാപ്രവർത്തനം എന്നൊക്കെ പറയുമെങ്കിലും എന്തില്ല, അത് വേറെന്തോ ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് കാണിക്കാനാണ് ഒന്നാമത്തെ കഥ. ദക്ഷൻ അങ്ങനെയാണ് ചെയ്തത്. കഥയൊന്നും വിസ്തരിക്കണില്ല, നമുക്കറിയാം. ഈശ്വര പൂജ എന്നാണ് യാഗം എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷേ ദക്ഷൻ ചെയ്തതെന്താ? ഈശ്വരനെ നിന്ദിക്കുകയായിരുന്നു. കേൾക്കണില്ലേ? ഒരു കർമ്മം നല്ലതാണോ മോശമാണോ എന്ന് കണക്കാക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? കർമ്മം നോക്കിയിട്ടാണോ? തെറ്റി. കർമ്മം നോക്കിയിട്ടല്ല, അയാളുടെ ഭാവന നോക്കണം. എന്താ അപ്പോൾ അയാളുടെ ഉദ്ദേശം എന്ന് നോക്കിയാലേ നമുക്ക് ആ കർമ്മം കേമാണോ അല്ലേന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കത്തി കൊണ്ടൊരാളെ കുത്തി, അത് നല്ലതാണോ മോശമാണോ ചോദിച്ചാൽ നമ്മൾ മോശം എന്ന് പറയും. അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായി ഡോക്ടറാ കുത്തിയത് രോഗിയെയാണ്, രോഗം മാറാനാണ് ഓപ്പറേഷൻ ചെയ്യാൻ. എന്നാ നല്ലതാ, നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത്. ചിലപ്പോൾ ഒരു പക്ഷേ രോഗി മരിച്ചു എന്നും വരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യാറില്ല, കുറ്റം പറയുമോ? ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇത് കുറഞ്ഞ ശതമാനമേ ഉള്ളൂ, രക്ഷപ്പെടാനുള്ള കാര്യം ആലോചിച്ചിട്ട് മതി, നമ്മൾ എഴുതി കൊടുത്തതാണ്. ആ കർമ്മം വിജയിച്ചു എന്ന് പറയാൻ വയ്യ, പക്ഷെ എന്നാലും എന്ത് ചെയ്യില്ല, നമ്മൾ ആ ഡോക്ടറെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശുദ്ധമായിരുന്നു. കർമ്മം പരാജയപ്പെട്ടാൽ പോലും ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനെ കുറച്ച് കാണാറില്ല. ഇനി കർമ്മം നന്നായിട്ട് കാര്യമൊന്നുമില്ല, എന്താണ് കർമ്മമൊക്കെ കേമായി, കുറേ ആൾ കൂടി, വലിയ പബ്ലിസിറ്റി, വലിയ കേമാണൊക്കെയാണ്. പക്ഷെ എന്തില്ല, അയാളുടെ ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ അത് നികൃഷ്ടമാണ്. ആ കർമ്മം കേമെന്ന് പറയാൻ വയ്യ. ദക്ഷയാഗത്തിൽ എല്ലാവരും പങ്കെടുത്തു, പക്ഷേ ത്രിമൂർത്തികൾ പങ്കെടുത്തില്ല. ശിവനെ മാത്രമേ ക്ഷണിക്കാത്തതുള്ളൂ, പക്ഷെ ആരും പങ്കെടുത്തില്ല. വിഷ്ണുവും ബ്രഹ്മാവും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് കേമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പങ്കെടുക്കാഞ്ഞത്. എല്ലാവരും ക്ഷണിച്ചിട്ട് കാര്യമില്ല, ഭഗവാനെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഉദാത്തമല്ല. ഇവിടെ ഈ ഒരു കഥ കാണിക്കുന്നത് പലതില്ല എന്ന് ബോധിപ്പിക്കുകയാണ്. ഭാഗവത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോരോ കഥയിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പലതുകളില്ല, ശിവൻ വേറെ, വിഷ്ണു വേറെ, ബ്രഹ്മാവ് വേറെ, ഇങ്ങനെയൊക്കെ പല പല ധാരണ നമുക്കുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല, ഒക്കെ ഒന്ന് തന്നെ. നമ്മൾ തന്നെ പല വേഷം കെട്ടി വരില്ല. ഇന്നത്തെ വേഷമല്ല ഇന്ന് വേറൊരു വേഷം, നാളെ വേറൊരു വേഷം. ആൾ മാറണുണ്ടോ? വേഷം മാത്രമേ മാറണുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഒരേ ഒരു വസ്തു, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഒരേ ഒരു സത്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു സത്തിനെ അറിവുള്ളവർ പല പേരിൽ വിളിക്കണമെന്നേ ഉള്ളൂ. എന്താണ്? പല പേരിൽ വിളിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മൾ ഒരാളെ ആ പേര് വിളിക്കും, ആ പേര് തന്നെ എല്ലാവരും വിളിച്ചോളന്നില്ല, ഉണ്ടോ? നമ്മൾ തന്നെ പല സമയത്ത് പല പേര് വിളിക്കും. ദേഷ്യം വരുമ്പോൾ ഒരു പേരാണ്, സ്നേഹം വരുമ്പോൾ വേറൊരു പേരാണ്, അങ്ങനെയൊക്കെ പല പേരും ഉണ്ടാവും ഒരാൾക്ക് തന്നെ. അച്ഛൻ മകനെ എന്ന് വിളിക്കുന്നു, ഭാര്യ അയാളെന്താ വിളിക്കുന്നത്?
മകനെന്ന് വിളിക്കില്ല. വ്യത്യാസമുണ്ട്. അയാളുടെ മകൻ അയാളെ അച്ഛനാണ് വിളിക്കുന്നത്. ഒക്കെ ഒരു വ്യക്തിയെയാണ് പലരും പല പേര് വിളിക്കുന്നു. ഇതുപോലെ പലരും ഒരേ ഒരു വ്യക്തിയെയാണ് വിളിക്കണം എന്നുള്ളത് അറിയണം. ഇടയ്ക്ക് നമ്മളത് മറന്നു പോകാറുണ്ട്. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഈ ഒരു കഥ കാണിച്ചിരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും 33 ഈശ്വരന്മാരില്ലേ? നമുക്ക് ഇല്ല. എന്താണ്? ഇല്ല. 33 ദേവതകളുണ്ട്. എന്തുണ്ട്? ഒക്കെ ശ്രദ്ധിക്കണം. പദങ്ങളൊക്കെ പറയുമ്പം നല്ലോണം കരുതേണ്ടതാണ്. നമുക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. തീ ഒന്നേ ഉള്ളൂ. തീപ്പൊരികൾ കുറേ ഉണ്ടാവും. എന്താണ്? തീ ഒന്നേ ഉള്ളൂ. നമ്മളൊരു വിളക്ക് വെച്ചു, എന്നിട്ടോ അത് ഒരു കലം കൊണ്ട് അടച്ചു വെച്ചു, 10 ദ്വാരം ഉണ്ടാക്കിയാൽ 10 വെളിച്ചം. വെളിച്ചം തന്നെ ഒരു തീയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വിളക്കേ ഉള്ളൂ. പക്ഷെ രശ്മികൾ 10 തോന്നാറുണ്ട്. ഇതുപോലെയാണ് 33 എന്ന് പറഞ്ഞാലും കോടിയല്ല കേട്ടോ. ആ കോടിയുടെയും താല്പര്യം ഇപ്പം വ്യക്തമുണ്ടോ? എന്താ നന്നാവുകയാണോ മോശമാവുകയാണോ ഉണ്ടായത്? എനിക്ക് വ്യക്തമാവുന്നില്ല. ആഗ്രഹമൊക്കെ ഒരു മുഴക്കം മാത്രം. 33 കോടി എന്ന് പറഞ്ഞാൽ 33 കോടി. കോടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കണക്കിലെ കോടിയല്ല. ഉച്ചകോടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉയർന്ന പ്രകാരം എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? ഇപ്പം കോടി എന്ന് പറഞ്ഞാൽ പ്രകാരം. എന്താണ്? പ്രകാരം എന്നാണ് അർത്ഥം. അപ്പം 33 കോടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 33 പ്രകാരത്തിൽ ദേവതകളുണ്ട്. ഈശ്വരൻ ഒന്നാണെങ്കിലും 33 പ്രകാരത്തിൽ അത് ശോഭിക്കാറുണ്ട്. അതാണ് പറയേണ്ട താല്പര്യം. ഏതാ ഈ 33 പറഞ്ഞാൽ അത് ഓരോരോ ശാസ്ത്രത്തിൽ ലേശൊരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഏറെക്കുറെയൊക്കെ ഒരുപോലെ തന്നെയാണ്. 1 ഇന്ദ്രൻ, 2 പ്രജാപതി. എന്താണ്? ഇന്ദ്രനും പ്രജാപതി. പിന്നെ പറയാം അഷ്ടവസുക്കൾ. എത്ര? അഷ്ടവസുക്കൾ 8. പിന്നെ 12 ആദിത്യന്മാർ, 12 ആദിത്യന്മാർ. പിന്നെയോ 11 രുദ്രന്മാർ. എത്ര? 11 രുദ്രന്മാർ. ഇപ്പം എത്രയായി? കാരണം 33. എന്നോടി പറയാം എന്തൊക്കെയാ? 11 രുദ്രന്മാർ 11, 12 ആദിത്യന്മാർ. ഇപ്പം എത്രയായി? കൂട്ടി വെക്കുക. പിന്നെ ഇന്ദ്രനും പ്രജാപതിയും പിന്നെ 8 വസുക്കളും. മൊത്തം 33 പ്രകാരത്തിൽ ദേവതകൾ. ഇതാണ് താല്പര്യം. അതാദ്യം പറയുകയാണ്. ചിലപ്പോൾ ഈ കഥ ഇനി പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. ഇനി കഥ വർണ്ണിക്കുന്നു. സ്വയംഭൂമനുവിൻ്റെ കുടുംബകഥ വർണ്ണിച്ച് വരുമ്പോൾ അതിലെ പ്രസൂതി എന്ന മകൾ, ആ മകളെ വിവാഹം കഴിച്ചത് ദക്ഷനാണ്. ദക്ഷൻ അതിൽ കുറേ പെൺകുട്ടികളുണ്ടായി. ഒരു പെൺകുട്ടി സതി. ഈ സതിയെ വിവാഹം കഴിച്ചത് മഹാദേവനാണ്. മഹാദേവൻ സതിയെ വിവാഹം കഴിച്ചു. അധികകാലമൊന്നും ആയില്ല. അപ്പോഴേക്ക് സതി തൻ്റെ ദേഹം ത്യജിച്ചു. എന്തേ ഇപ്പോൾ സതി ദേഹം ത്യജിക്കാൻ കാരണം? നേരാവണ്ണം നോക്കിയില്ലേ മഹാദേവൻ? അല്ലല്ല, മഹാദേവൻ നല്ലോണം നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ദക്ഷനോടുള്ള മമത കൊണ്ടാണ് സതിക്ക് ദേഹം ത്യജിക്കേണ്ടി വന്നത്. എന്താണ്? മമത കൊണ്ട്. ഈ മമതയെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതം ആരംഭിച്ച മുതൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമത പ്രശ്നമുണ്ടാക്കുന്നു. മമത എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള വിചാരം ആർക്കുണ്ടെങ്കിലും പ്രശ്നമാണ്. അതൊരു അസുരനുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് നമ്മൾ ആദ്യത്തെ ദിവസം കേട്ടു. ഹിരണ്യാക്ഷന് എൻ്റെ ഭൂമി എന്നാണ്. എൻ്റെ എന്നുള്ളത് അസുരന് വന്നാൽ പ്രശ്നമാണ്. ഇനി അസുരന് മാത്രമല്ല, അത് ദേവന് വന്നാലും പ്രശ്നമാണ്. സതിക്ക് എൻ്റെ എന്നുള്ള ഭാവം ഉണ്ടായി. എൻ്റെ അച്ഛൻ എൻ്റെ എന്നുള്ള വിചാരം ഉണ്ടായതുകൊണ്ടാണ് അവൾ ദേഹം ത്യജിക്കേണ്ടി അവൾക്ക് വന്നത്. അതുകൊണ്ടാണ്. ഇനി ധ്രുവന് പോലും എൻ്റെ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നെ ഇപ്പോൾ അടുത്ത് പറയുക. മനുഷ്യനാണെങ്കിലും ദേവനാണെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്ത് വരും? എൻ്റെ എന്നുള്ളൊരു ഭാവം വരും. അത് വിഘ്നമുണ്ടാക്കും, അധപതനമുണ്ടാക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു കഥ വർണ്ണിച്ച് വരുന്നത്. അതുകൊണ്ടാണ് ഭാഗവത്തിലെ ക്രമം നോക്കിയാൽ നമ്മളുടെ ഉദ്ദേശിക്കുന്ന ക്രമമാവില്ല ഭാഗവത്തിലെ ക്രമം. നമ്മളുടെ ഉദ്ദേശം നോക്കുകയാണെങ്കിൽ ആദ്യം മത്സ്യാവതാരമാണ് വേണ്ടത്, അല്ലേ? അവതാരങ്ങൾ നോക്കുകയാണെങ്കിൽ മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെയാണ്. എന്നാൽ ഭാഗവത്തിലെ ക്രമം എങ്ങനെയാണ്? ആദ്യം വരാഹ. അതെന്താ അങ്ങനെ ചോദിച്ചാൽ നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണോ ഉയരേണ്ടത് ആ ക്രമത്തിലാണ് ഭാഗവതം വർണ്ണിക്കുക. പടിപടിയായിട്ട് നമുക്ക് നമ്മളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയാണ്. അതാണ് ഭാഗവത്തിൻ്റെ ഭാഷ. അതുകൊണ്ടാണ് ആദ്യം വരാഹാവതാരം വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തേ ഉണ്ടായി? പണ്ട് ദക്ഷനും ബ്രഹ്മാവും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ബ്രഹ്മാവല്ല, ദക്ഷനും ശിവനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതെന്തേ ഉണ്ടായി? പ്രജാപതിമാരുടെ സത്രമാണ്, വിശിഷ്ടാതിഥി ദക്ഷനാണ്. അവിടേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. ദക്ഷൻ കയറി വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ദക്ഷനെ തൊഴുതു, പൂജിക്കുകയൊക്കെ ചെയ്തു. അതെങ്ങനെ? ഉള്ളിൽ ബഹുമാനമൊന്നുമില്ല. എന്താണ്? ഉള്ളിലൊന്നും അയാൾ വരുന്നുണ്ട്, ഇനി എണീറ്റില്ല എന്ന് വേണ്ട. എന്നിട്ട് കാര്യമില്ലല്ലോ. ബഹുമാനം പിടിച്ചു വാങ്ങിയിട്ട് എന്താ കാര്യം?
ഇനി പുറമേക്കൊന്നും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല, വളഞ്ഞില്ലെങ്കിലും കുനിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഉള്ളിലൊരു ഭാവം ഉണ്ടെങ്കിൽ നന്നായി. അതേ വേണ്ടു, മനസ്സിലാണ് വേണ്ടത്, അതാ മുഖ്യം. അവർക്കൊന്നും മനസ്സിലൊന്നുമില്ലായിരുന്നു, എന്നാലും അങ്ങോട്ട് എണീറ്റു. പക്ഷേ 3 പേരെ എഴുന്നേറ്റില്ല. അത് ഒന്ന് മഹാദേവൻ എണീറ്റില്ല, പിന്നെ വിഷ്ണു ഭഗവാൻ, പിന്നെ ബ്രഹ്മദേവൻ. 3 പേര് എണീറ്റില്ല. ദക്ഷൻ അത് ഇഷ്ടമായില്ല. ബ്രഹ്മാവ് എണീറ്റില്ല, പോട്ടെ ക്ഷമിക്കാം, തൻ്റെ അച്ഛനല്ലേ. വിഷ്ണു ഭഗവാൻ എണീറ്റില്ല, പോട്ടെ തൻ്റെ മുത്തച്ഛനല്ലേ. ബ്രഹ്മാവിൻ്റെ അച്ഛനാണ് ആര്? വിഷ്ണു ഭഗവാൻ. പക്ഷേ ഈ ശിവൻ എന്താ എഴുന്നേൽക്കാൻ? തൻ്റെ മകളെ കല്യാണം കഴിച്ച ആളാണ്. താൻ വരുമ്പം ഓടി വന്ന് തന്നെ ക്ഷണിക്കേണ്ടതും സ്വീകരിക്കേണ്ടതൊക്കെ ആരാ? അതൊക്കെ ഈ ശിവൻ ചെയ്യേണ്ടതല്ലേ. തന്നെ വന്ദിച്ചില്ലല്ലോ, ആ ഒരു വിഷമം ഉള്ളിൽ ഇരിപ്പുറക്കണില്ല. ഈ ഒരു വിഷമം ആർക്കേ ഉണ്ടാവുള്ളൂ? എൻ്റെ എന്നുള്ള വിചാരമുള്ളവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ ശരീരം എൻ്റെ ഈ ദേഹത്തെ എല്ലാവരും വന്ദിക്കണം. ദേഹാഭിമാനികൾക്കാണ് തന്നെ വന്ദിച്ചില്ല, തന്നോട് മിണ്ടിയില്ല, കണ്ടിട്ട് ചിരിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയാരാ? സന്യാസിമാർ പറയാറുണ്ടോ? അവരൊന്നും പറയില്ല. ചിരിക്കണമെന്നില്ല, മിണ്ടണമെന്നില്ല, മിണ്ടിയാൽ മിണ്ടി, ചിരിച്ചാൽ ചിരിച്ചു, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ദേഹാഭിമാനികൾക്ക് അങ്ങനെയല്ല. ഇനി അത്ര ചിരിച്ചാൽ പോരാന്നൊക്കെ വേണ്ടവരുണ്ട്. അങ്ങനെ ചിരിച്ചാൽ മതിയോ? അങ്ങനെ ചിരി, അത് ചിരിച്ചൊന്ന് വരുത്തിയതല്ലേ, അർത്ഥം വെച്ച് ചിരിച്ചതല്ലേ. നോക്കണേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് അഭിമാനം കൂടുന്തോറും ഈ പ്രശ്നം കൂടിക്കൂടി വരും. ദക്ഷൻ അതുണ്ട്. ദക്ഷൻ്റെ നേരെ വിപരീതമാണ് പരമശിവൻ. ഒട്ടും അഭിമാനമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടില്ലേ. നെക്ലേസ് ഉണ്ടോ കഴുത്തിൽ? മുടി മാടുമോ? ഒന്നുമില്ല. അതൊക്കെ അഭിമാനത്തിൻ്റെ ലക്ഷണമാണ്. ഒക്കെ വളരെ വളരെ കരുതി ശ്രദ്ധിച്ചതൊന്നുമില്ല. ജടാമുടിയാണ്, ഭസ്മം പൂശി നടക്കുകയാണ്, ഉടുത്തത് ആനത്തോലും പുലിത്തോലൊക്കെയാണ്, കഴുത്തിൽ പാമ്പാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും ദേഹാഭിമാനമില്ല. അദ്ദേഹം ശിവമാണെന്ന് കാണിക്കുകയാണ്. നമ്മളൊക്കെ ശവമാണ്. താല്പര്യം. അദ്ദേഹത്തിന് ദേഹമൊന്നുമില്ല, ദേഹമല്ല ഞാൻ എന്നുള്ള ആ ബോധ്യത്തിലിരിക്കുന്ന ആളാണ്. ദക്ഷനോ ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വന്ദിച്ചില്ല, തീരെ ഇഷ്ടമായില്ല, സീറ്റിലിരുന്നെങ്കിലും ഇരിപ്പുറച്ചില്ല. അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് മൈക്കിൽ കുറേ അങ്ങോട്ട് ചീത്ത വിളിച്ചു. ആരെ? ശിവനെ. നോക്കണേ, ആളടെ നിന്ദിക്കുകയാണ്. എന്തിനു കൊള്ളും ഇവൻ? എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ച് കൊടുത്തുപോയി, അതാലോചിച്ച് ഞാനിപ്പം ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന പിന്നെ ആലോചിച്ചിട്ട് പോരായിരുന്നു എന്ന്. എനിക്കൊട്ടും മോഹമില്ലായിരുന്നു വിവാഹം കഴിച്ചു കൊടുക്കാൻ. എൻ്റെ അച്ഛൻ ബ്രഹ്മാവ് നിർബന്ധിച്ചിട്ട് നീ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്ന് കരുതിയിട്ടേ, അങ്ങനെ ആളുടെ കുറ്റം പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഒരു ചേർച്ചയില്ല ഇവർ തമ്മിൽ. അദ്ദേഹത്തിന് വൃത്തിയില്ല. തലയിൽ വെള്ളമൊക്കെ ഉണ്ട്, ഗംഗ ഉണ്ട്, എന്നാൽ കുളിക്കോ ഇല്ല. അങ്ങനെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. കഴുത്തിൽ പാമ്പാണ്, ചുടലഭസ്മമാണ് പൂശണത്. അതും നൃത്തം വയ്ക്കും രാത്രി സമയത്ത് 12:30 പോയിട്ട്. ആരും കാണാനില്ല, എന്നാലും ഇയാളിങ്ങനെ ചാടും. ഇവിടെ നൃത്തം. കൂട്ടുകാരാരാ? പ്രേതൈഹി ഭൂതഗണൈർവൃത. ഇയാളുടെ സുഹൃത്തുക്കളെ ഒന്ന് കാണണം. ഇയാളെക്കാൾ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭൂതഗണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു. ഉന്മാദനാഥായ, മാത്രമല്ല ഭ്രാന്തന്മാരുടെ ചക്രവർത്തിയാണ് ആര്? ശിവൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശിവന് അത് സ്തുതിയായിട്ട് കണക്കാക്കി. എന്താണ്? കേമത്തല്ലേ. ശിവൻ നോക്കുമ്പോൾ അതൊക്കെ ശരിയാ. ആ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് വിഷമം തോന്നിയില്ല. എന്താ കുഴപ്പം? ശരിയാണല്ലോ ശരിയാണല്ലോ എന്നാണ് തോന്നുന്നത്. ദേഹാഭിമാനം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാത്തവർക്കോ അത് പ്രശ്നമാവും. ശങ്കരാചാര്യനെ സ്തുതിക്കുന്നുണ്ട് ഇതേപോലെ. ഗുരുവായൂരപ്പ, അങ്ങയോട് കുടിക്കാൻ ചോദിച്ചാൽ അങ്ങ് പാൽപ്പായസം തരും. പരമശിവനോട് ചോദിച്ചാൽ അദ്ദേഹം വിഷം തരും. കാരണം അയാൾ കുടിക്കുന്ന അതാണ്. ചോദിച്ചാൽ അദ്ദേഹം തരിക. അങ്ങയോട് കഴുത്ത് കെട്ടാൻ രത്നം വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് കൗസ്തുഭം തരും. പരമശിവനോട് ചോദിച്ചാൽ വാസുകിയും ഫാമിലിയും, അല്ല നീർക്കോലിയോ അല്ല പാമ്പിനെയോ ചേരയൊക്കെ തരും. ആ കെട്ടിക്കോളും. അദ്ദേഹം അതാണ് കെട്ടുന്നത്. അങ്ങയോട് ഉടുക്കാൻ ചോദിച്ചാൽ അങ്ങ് മഞ്ഞ പട്ട് തരും. മഹാദേവനോട് ചോദിച്ചാൽ അദ്ദേഹം പുലിത്തോല് തരും. ഇത് നിന്ദിക്കല്ല, സ്തുതിക്കുകയാണ്. അതാണ് അങ്ങയുടെ മഹത്വം. അങ്ങയുടെ സൗന്ദര്യം ലോകര് കാണണ്ട. കണ്ടു കഴിഞ്ഞാൽ ഭ്രമിച്ച് അടുത്ത് വന്ന് സെൽഫി എടുക്കുകയും ആളിൽ കൂടുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സൗന്ദര്യം ലോകര് കാണരുതെന്ന് കരുതി വെണ്ണീര് പൊത്തി നടക്കുക. അപ്പം മനസ്സിലാവില്ലല്ലോ. ശിവൻ്റെ തിളക്കം നമ്മൾ കാണില്ല. കാരണം വെണ്ണീര് പൊത്തി നടക്കുകയാണ്. തന്നെ കാണണ്ട, മനസ്സിലാക്കണ്ട കരുതിയിട്ട്. ഏറ്റവും സുന്ദരൻ ആരാ ചോദിച്ചാൽ അത് ദേവന്മാരുടെ കൂട്ടത്തിൽ ശിവനാണ്. സുന്ദരേശ്വരൻ എന്ന പേര് ശിവൻ്റെയാണ്. ആരുടെയാ? അത് ശിവൻ്റെയാണ്. അപ്പോൾ വിഷ്ണുവിനല്ലേ? അത് വിഷ്ണു ശിവനൊക്കെ ഒന്ന് തന്നെയാണ്. ഇതിപ്പം ശിവനെ പറ്റി പറയുമ്പോൾ ശിവൻ കേമം. ഇത് അർത്ഥവാദം എന്നാണ് ഇതിന് പറയുക. എന്താണ്? ഈ ഒരു സംഗതി മനസ്സിലാക്കാത്തൊരാൾ പുരാണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തലമണ്ടട്ടോട്ടയ്ക്കും ആണ് അതുണ്ടാവുക. ഒരേ ആചാര്യൻ തന്നെ ഭാഗവതം പറയുമ്പോൾ എന്താ പറയുക? വിഷ്ണുവാണ് കേമൻ എന്ന് പറയും. ഭാഗവതത്തിൽ അത്ര പറയണല്ലേ ശരിക്കും പറഞ്ഞാൽ. വിഷ്ണു പുരാണാണെന്ന് ഒന്നൂരി പറയും. ഭാഗവതത്തിൽ പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ശിവൻ്റെ കഥ ഇല്ലാത്ത ദിവസം ഭാഗവതത്തിലില്ല. ഓരോ ദിവസം നോക്കിയാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെയൊക്കെ എന്തുണ്ടാവും? ഞാൻ അവസാനം പറയുമ്പോൾ മാർക്കണ്ഡേയരുടെ കഥ അവിടെ തിരികെ കയറ്റി അതിലും
ശിവൻ വന്ന് അനുഗ്രഹിച്ച് അവസാനം ശിവനെ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ദക്ഷൻ്റെ ചരിത്രം, ഇനി ചിത്രകേതു ഉപാഖ്യാനം പറയുമ്പോൾ അവിടെയും ശിവൻ്റെ കഥ ഓരോ ദിവസം നോക്കിക്കോളും. ശിവൻ്റെ കഥ ഇല്ലാത്ത ദിവസം പാലാഴിമതനം പറയുമ്പോൾ അതിലും ശിവൻ വന്ന് ഇടയ്ക്ക് വന്ന് വിഷം കുടിച്ചു. അങ്ങോട്ട് കയറ്റ് തന്നെയാണ്. അതില്ലെങ്കിലും ഇപ്പം ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഭേദബുദ്ധി പാടില്ല, ഒരാളും താഴ്ത്തി പറയരുത് എന്ന് കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണോഹോ ഹൃദയം ശിവ. ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണു രണ്ടല്ല എന്നിങ്ങനെ രണ്ടല്ല പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭേദബുദ്ധി പാടില്ല. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിൽ മമ്മിയൂരപ്പൻ എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കില്ല. അല്ല, വിചാരിക്കുന്ന പറയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ശാസ്ത്രം വ്യക്തമായിട്ട് പഠിക്കുക നമുക്ക് മനസ്സിലാവും, ഒന്നും വിചാരിക്കില്ല. നമ്മളെപ്പോലത്തെ പുരുഷ്ടം കുശുമ്പ് ദേവന്മാർക്കുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനാവുക ഭേദം ദേവനേക്കാൾ. അത്രയുള്ളൂ, ഒന്നുമില്ല. വന്നില്ലെങ്കിൽ ഗുരുവായൂരപ്പനും താനും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് എന്ന് കരുതി പോകണ്ടെന്നല്ല, പോയിക്കോളൂ. എവിടെ വെച്ചാൽ ചെല്ലാം, എവിടെ വേണമെങ്കിൽ പോവാം. എവിടെയാണോ നമുക്കൊരു ഈശ്വരഭാവം തോന്നുന്നത് അവിടെ ചെന്നോളൂ, ഒരു കുഴപ്പമില്ല. അത് എവിടെ വെച്ചാൽ അവിടെ പോവാം, പോയില്ല വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. എന്താണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഉള്ളിലെന്ത് വേണം? ഉള്ളിൽ ഈശ്വരനെ കാണാറാവുക, അതാണ് മുഖ്യം. ഞാൻ ഈ കഥ പറഞ്ഞത് അർത്ഥവാദം എന്ന് അതിൽ പറയുക. ഒന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കാൻ അതൊന്ന് കൂട്ടി പറയും. പുരാണങ്ങൾ നോക്കിയാൽ ഭാഗവതം പറയുമ്പോൾ അതിൽ വിഷ്ണു ആണ് ബ്രഹ്മം. ആരാണ്? ബ്രഹ്മം എന്നുള്ള സ്ഥാനത്ത് വിഷ്ണു ചേർക്കും. മറ്റ് ദേവതകളൊക്കെ കുറച്ചൊന്ന് താഴ്ത്തും. അവർക്ക് നമ്മളെ പോലെയാണ്, നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും. ദേവീഭാഗവതം പറയുമ്പോൾ ബ്രഹ്മം എന്നുള്ള സ്ഥാനത്തേക്ക് ആരെ വെച്ചു? വിഷ്ണുവിനെ അങ്ങോട്ട് മാറ്റി താൻ താഴത്തേക്ക് ഇരിക്കൂ. ദേവിയെ അവിടെ വെച്ചു. വിഷ്ണുവും ശിവനും ബ്രഹ്മാവൊക്കെ നമ്മളെപ്പോലെ ലേശമൊക്കെ കുറച്ചൊക്കെ നമ്മളെ. ഇനി ബ്രഹ്മപുരാണം പറയുമ്പോൾ ബ്രഹ്മാവിനെ പിടിച്ച് ബ്രഹ്മം എന്നുള്ള ദിക്കിലേക്ക് വെച്ച് ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഒന്ന്. ശിവപുരാണം പറയുമ്പോഴോ ബ്രഹ്മം എന്ന സ്ഥലത്തേക്ക് ശിവനെ കയറ്റി വെച്ച് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും നമ്മളെപ്പോലെ ആക്കും. അങ്ങനെ തന്നെ വേണ്ടതും അല്ലേ? അമ്പലത്തിൽ വന്നാൽ ഭഗവതി അമ്പലമാണെങ്കിൽ നമ്മളെന്താ വിളിക്കേണ്ടത്? അയ്യപ്പാന്നോ? അത് തെറ്റൊന്നുമില്ല. എന്നാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മേ, ദേവി, ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പ, കൃഷ്ണ, ഇതൊക്കെ വിളിക്കണമെന്നേ ഉള്ളൂ. അതതിൻ്റെ ഒരു ഔചിത്യമാണ്. ഒരേ ആചാര്യൻ തന്നെ ഭാഗവതം പറയുമ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആ ആചാര്യൻ തന്നെ ദേവി ഭാഗവതം പറയുമ്പോൾ ഒരു മടിയില്ലാണ്ട് എന്ത് പറയും? സർവത്ര ദേവീനാമ സങ്കീർത്തനം. മടിയില്ല. അതാണ് അയാൾക്കറിയാം. ഒക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ ഒന്ന് തന്നെയാണ്. ആ ഒരു ബോധ്യം ഉണ്ടാവണം എന്നർത്ഥം. ആ ബോധ്യം ആദ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ കഥയുടെ ആവശ്യം. ഇങ്ങനെയുള്ള കഥകളിലൂടെ വീണ്ടും 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 പറഞ്ഞുറപ്പിക്കുകയാണ്. ആണ് കേട്ടോ, ഒന്നേ ഉള്ളൂ, പലതില്ല, ഏകം ആണ്. ഏവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ഏകം ഏവ, ഒന്ന് മാത്രം. അദ്വിതീയം, രണ്ടില്ല. ആവർത്തിക്കുകയാണ്, ഒരേ കാര്യം പലതരത്തിൽ പറയുകയാണ്. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതുകളില്ല കേട്ടോ, ഇവിടെ പലതുകളില്ല. പലതുണ്ടെന്ന് തോന്നുകയാണ്, അത്രയേ ഉള്ളൂ. അതാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ദക്ഷന് പലതുകളുണ്ട്. അതാണ് തല പോവാൻ കാരണമായത്. തല പോവാണ്ടിരിക്കണമെങ്കിൽ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാണ്. ഏതായാലും നിന്ദിച്ചു. പരമശിവനൊരു കുഴപ്പമുണ്ടായില്ല. കുറുക്കൻ അല്ലെങ്കിൽ കുറുക്കൻ കരയേണ്ട സമയത്ത് തിരിച്ച് ചിഹ്നം വിളിക്കുകയോ? ആന സിംഹം ഗർജിക്കുകയോ? കുറുക്കൻ കരയേണ്ട സമയത്ത് ഇല്ല. എന്ത് തിരിച്ച് പറയാൻ? അദ്ദേഹം അറിവില്ലാത്തത് കൊണ്ട് പലതും പറയുന്നു എന്നുള്ള മട്ടിൽ ശിവൻ അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ദക്ഷനത് ചൊടിപ്പിച്ചു, വലിയ പ്രയാസം ഉണ്ടാക്കി, ശപിച്ചു. യാഗത്തിന് ഭാഗം കിട്ടാണ്ട പോട്ടെ. നമ്മളൊക്കെ അങ്ങനെ വല്ലതും കേട്ടാൽ നമ്മൾ ഇടിക്കും ഇല്ലേ? ഇനി ആരും തന്നെ ക്ഷണിക്കാണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇവിടെ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അത്രയായോ? പരമശിവൻ അറിയാം ഇതെല്ലാം ആരുടെയാ? ഈശാവാസ്യമിതം സർവം. ഇതൊക്കെ എൻ്റെയാണ്, എൻ്റെ സ്ഥലത്താണ് താൻ നിൽക്കുന്നത്. തനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചീത്ത പറയാനുള്ള ശക്തി ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാണ്, തന്നിൽ ഞാനുള്ളത് കൊണ്ടാണ്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയാൽ താൻ ഇപ്പം എന്താവും? ശിവൻ പോയാൽ പിന്നെ ശവാവും. ആ ബോധ്യമുള്ള ആൾ തിരിച്ചെന്ത് ചെയ്യാറില്ല? തിരിച്ച് പറയുമോ? നമ്മളപ്പോൾ ചീത്ത വിളിച്ച് നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മളെ കഴുതയെ വിളിച്ച് നമ്മളെന്ത് വിളിക്കും? കുരങ്ങ. നമുക്ക് കഴുതയെ സംഭവിച്ചു എന്നർത്ഥം. അല്ല, തിരിച്ച് വിളിക്കണ്ടല്ലോ. പണ്ട് ബർണാഷ ഇറങ്ങി വരിയിരുന്നു, സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരിക. ബർണാഷ വലിയ കേമന, കാണാൻ വലിയ സൗന്ദര്യം ഇല്ല എന്നാണ് പറയുക. ഒക്കെ ആപേക്ഷികമാണ്. സാധാരണക്കാരെ നോട്ടത്തിൽ എന്തില്ല, ഇയാൾക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ കോട്ടക്കെട്ടൊരു വലിയ സുന്ദരൻ നടന്നിങ്ങനെ കയറി പോകുമ്പം ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇഷ്ടമായില്ല. ഇദ്ദേഹത്തെ നോക്കിയിട്ട് ഡോങ്കി എന്ന് പറഞ്ഞു. എന്താണ്? കഴുതാന്ന് പറഞ്ഞതാ.
അപ്പം അദ്ദേഹം പറഞ്ഞു ബർണാഷ. അത് പോയി. എന്താ അർത്ഥം? ഒന്നും വിസ്തരിച്ചില്ല, ഒന്നും അധികം പറയാൻ പോയില്ല. ആ കയറി വരുന്ന ആൾ ഡോങ്കി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചെന്ത് പറഞ്ഞു? ബർണാഷ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അയാൾ പറഞ്ഞതെന്താ? താൻ തൻ്റെ പേര് പറഞ്ഞു, ഞാൻ എൻ്റെ പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് മാന്യന്മാരിടപെടുക. നമ്മളാണെങ്കിലോ, നമ്മളവിടുന്ന് വർത്തമാനം പറഞ്ഞു, പിന്നെ തീരില്ല, വീട്ടിൽ വന്നാൽ ഇത് മാറില്ല, പിന്നെയും അവിടുന്ന് പ്രശ്നമായി, പിന്നെ കാണുമ്പോൾ പ്രശ്നമായി, ഇത് ആജീവനാന്തം കൊണ്ട് നടന്ന് നരകിക്കുകയാണ്. അതാണ് നമ്മുടെ കഥ. അവരവിടെ അത് വിട്ടു, അറിവില്ലാണ്ട് എന്തോ പറയണമെന്ന് കരുതി കഴിഞ്ഞു. അതാണ് മഹാത്മാക്കളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അത്രയേ ഉള്ളൂ. അതാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമുക്ക് ഈ അജ്ഞാനം പോയാൽ നമ്മളാരായി? ഈശ്വരനായി. ഈശ്വരൻ അജ്ഞാനം വന്ന് നമ്മളായി, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഏതായാലും പരമശിവൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു. കാരണം ഇനി ഞാൻ വന്നിട്ട് ഇവിടെ സദസ്സ് അലങ്കോലമായല്ലോ എന്നൊരു വിഷമം പരമശിവൻ്റെ കൂടെയുള്ളവർ തിരിച്ചു ശപിച്ചു. ദക്ഷനെ ഇങ്ങനെ തലയില്ലാത്ത വർത്തമാനം പറയണ ദക്ഷ, തത്വത്തിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ നിങ്ങൾ. എന്താണ്? തത്വാർത്ഥം അറിയാൻ തോന്നാതെ പോട്ടെ എന്ന് പറഞ്ഞ കഥയിൽ മാത്രം ഭ്രമിക്കുക, അതിൻ്റെ തത്വം ശ്രദ്ധിക്കാൻ പോവാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്കങ്ങനെ ശ്രദ്ധ ഇല്ല. ഇടയ്ക്ക് ശാപം കൂടി കിട്ടിയുള്ള കഥ എന്താ ആലോചിച്ച് നോക്കും. ഇന്ന് ലോകത്തിന് ആ ഒരു ശാപമുണ്ട്. തത്വതോ വിമുഖോ ആണ്. തത്വത്തിൽ നിന്ന് വിമുഖരാവട്ടെ, കാര്യം മനസ്സിലാവാതെ പോട്ടെ, കർമ്മഠന്മാരായിട്ട് മാറട്ടെ. എന്താണ്? ചെയ്തത് ചെയ്യുക, എന്തിനും എങ്ങനെയൊന്നും ചിന്തിക്കില്ല. മുന്നുള്ള ആളെന്ത് ചെയ്തു അതിന് ചെയ്യും. അയാൾ വന്നു, നമ്മളും വന്നു. പണ്ടൊരിക്കലും സ്റ്റേജിൽ നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കത്തിക്കാൻ. തൊട്ടപ്പുറത്ത് ത്രിമധുരം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ത്രിമധുരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവസാനം പൂജക്കാരൻ വന്ന് കത്തിക്കാൻ നെയ്യ് നോക്കിയപ്പോൾ കാണാനില്ല. അത് മുഴുവൻ കഴിഞ്ഞു. വരുന്നവരിങ്ങനെ നെയ്യ് കോരി ഒഴിച്ച് കഴിക്കുകയാണ്. ആ മുഴുവൻ അത് നെയ്യാണോ ത്രിമധുരാണോ നേദിച്ചതാണോ ഒന്നും മുന്നിലുള്ള ആൾ ചെയ്താൽ നമ്മളും ചെയ്യും. അതാണ് കർമ്മഠത്വം എന്ന് പറയുക. ആ ഒരു സ്വഭാവം. ഗതാനുഗതിക ലോക, ലോകരങ്ങനെ അധികവും. കൂടുതൽ ആലോചിക്കൊന്നുമില്ല. കാരണം ആലോചിക്കുമ്പോൾ കുറച്ചൊരു അധ്വാനം ഉണ്ടേ. മുന്നിലുള്ള എന്താ ചെയ്ത് വെച്ചാൽ അത് ചെയ്യുക, എന്നവന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനെയാണ് അധികം പേരും. പണ്ടൊരു നമ്പൂതിരി, അദ്ദേഹം മുത്തച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം കിട്ടുക. അപ്പോൾ കൂട്ടുന്ന സമയത്ത് ഈ പൂച്ച അങ്ങനെ വന്നിട്ട് ഈ എടുത്തു വെച്ചതൊക്കെ നക്കുക. വലിയ പ്രയാസമായി. അദ്ദേഹം എന്ത് ചെയ്തു? ആ പൂച്ചയെ അടച്ചു വെച്ചു, കൊട്ട കൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രാദ്ധം കൂട്ടി ഭംഗിയായി, കുഴപ്പമില്ല, പൂച്ചയുടെ ശല്യമില്ല. പിന്നെയും ശ്രാദ്ധം കിട്ടുമ്പോൾ കാര്യം വരും, ഈ പൂച്ച അങ്ങനെ വരുമ്പോൾ പൂച്ചയെ അദ്ദേഹം അടച്ചു വയ്ക്കും. വർഷങ്ങൾ കഴിഞ്ഞു, ഇയാൾ മരിച്ചു. ഇയാളുടെ മകൻ ശ്രാദ്ധം കിട്ടുക. അപ്പോൾ ആ സമയത്ത് പൂച്ച അവിടെ ഇല്ല. എന്നാലും ഇദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത വീട്ടിൽ പോയിട്ട് പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ട കൊണ്ട് അടച്ച് വെച്ച് ശ്രാദ്ധം കിട്ടുകയാണ്. ആ കുട്ടി എന്താ വിചാരിച്ചു? ശ്രാദ്ധം വെടിപ്പാവണമെങ്കിൽ ആര് വേണം? ആ തെക്കേ ഭാഗത്ത് പൂച്ചയെ കമഴ്ത്തി അടച്ചു വെച്ചാൽ ഇത് അങ്ങനെ കേമാവുള്ളൂ വിചാരിച്ചു. അച്ഛനാണ് ഈ തിരക്കിനിടയ്ക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ വിട്ടത്. അതൊക്കെ മനസ്സിലാവുമായിരിക്കുന്നു വിചാരിച്ചു. കുട്ടിയെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചു. എവിടെ? ഇങ്ങനെ പലതും നമ്മളുടെ ഇടയിലും വന്ന് കൂടിയിട്ടുണ്ട്. നമുക്കറിയില്ല. പൂച്ചനെ അടച്ചു വെച്ചോ നമുക്ക് അത് കേമ അങ്ങനെ വേണം, ഇവിടെ ഇത് നന്നാവുള്ളൂ എന്നൊക്കെ ധരിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഏതാണ് പ്രധാനം, ഏതാണ് അപ്രധാനം, ഏതൊക്കെയാണ് ചടങ്ങുകൾ എന്നൊന്നും മനസ്സിലാക്കാനുള്ള ശ്രദ്ധ ഇല്ലാതെ പോയി. അതാണ് ഈ ശാപത്തിൻ്റെ താല്പര്യം. ഏതായാലും അങ്ങനെ കഴിഞ്ഞു. പരമശിവൻ തിരിച്ചു പോയി. സതിയോട് ഈ വിഷയമൊന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് വിഷമാവും. അച്ഛനെ പറ്റി കുറ്റം പറഞ്ഞാൽ ഏത് കുട്ടിക്ക് ഇഷ്ടാവുക? ഒന്നും അറിഞ്ഞതുമില്ല. ദക്ഷൻ ആലോചിച്ചു, താൻ ശപിച്ചത് സത്യമാക്കണമെങ്കിൽ താൻ തന്നെ ഒരു യാഗം നടത്താം, എന്നിട്ട് അതിന് ശിവനെ വിളിക്കാണ്ടിരിക്കാം. അങ്ങനെ ഒരു യാഗം നടത്തണു. യാഗം എന്ന് പറഞ്ഞാൽ അർത്ഥം ലോക നന്മ, ഈശ്വര പൂജ എന്നാണ്. മറന്നു പോരുത്, പേരിൻ്റെ അർത്ഥം തന്നെ അതാ. പക്ഷേ ദക്ഷൻ ചെയ്യണത് എന്താ? ശിവനെ നിന്ദിക്കാൻ ഒരു യാഗം. എന്നാൽ ചെയ്യേണ്ട വെച്ചാൽ പോലെ ഒരാളെ നിന്ദിക്കാനായിട്ടൊരു കർമ്മം ചെയ്യുക പറഞ്ഞാൽ ബൃഹസ്പതി സമം എന്ന പേരായിട്ടുള്ള യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗം നടത്താമെന്ന് മോഹിച്ചിട്ടല്ല, ശിവനെ നിന്ദിക്കാൻ ആഗ്രഹിച്ചു. ശിവനെ മാത്രം വിളിച്ചില്ല. ദേവന്മാരൊക്കെ പുറപ്പെട്ട് പോവുകയാണ്. ദേവസ്ത്രീകളൊക്കെ പുറപ്പെട്ട് പോകുന്നത് ആര് കണ്ടു? സതിദേവി കണ്ടു. ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകണു? നിൻ്റെ അച്ഛൻ്റെ യാഗം കാണാൻ പോവുകയാണ്. അച്ഛൻ്റെ യാഗോ? അപ്പോഴാണ് ഇവൾ അറിയണത്. പിന്നെ അവരോടൊന്നും പറയാനൊന്നുമില്ല. അച്ഛൻ പറഞ്ഞില്ല എന്ന് അവരറിഞ്ഞാൽ മോശമല്ലേ? ഒന്നും മിണ്ടിയില്ല. നേരെ പരമശിവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രജാപതേസ്തേ ശ്വശുരസ്യ സാമ്പ്രതം നിര്യാപിതോ യജ്ഞമഹോത്സവക്കില. അവിടെ അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ യാഗം നടത്തുന്നുണ്ട് അത്രേ. എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ദേഷ്യം കാണിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അതല്ല, അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് പോകേണ്ട ചുമതലയുണ്ട്. എന്താ അങ്ങ് ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? യാഗം നടത്തുന്ന കാര്യം അങ്ങ് അറിഞ്ഞിട്ട് എന്തേ മിണ്ടിയില്ല? നമ്മളവിടേക്ക് പോവല്ലേ?
ക്ഷണിച്ചില്ല കരുതി പോകാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്ഷണിച്ചോളമൊന്നുമില്ല, ബന്ധുക്കളെ ക്ഷണിക്കേണ്ട കാര്യമില്ല. അകന്ന ബന്ധുക്കളെ മാത്രമേ എന്ത് ചെയ്യണ്ടു? ക്ഷണിക്കേണ്ടത്. അടുപ്പുള്ളവരെ ക്ഷണിക്കേണ്ട കാര്യമുണ്ട്. അവർ ക്ഷണിക്കാണ്ട് തന്നെ വന്നതൊക്കെ ഭംഗിയാക്കും. അച്ഛൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക്, ഗുരുനാഥൻ്റെ വീട്ടിലേക്ക്, ഭാര്യയുടെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, സത്സംഗം നടക്കുന്ന വീട്ടിലേക്കൊന്നും ക്ഷണിക്കണമെന്നില്ല. കയറി ചെല്ലാം. നിൻ്റെ വീട്ടിലാണെങ്കിൽ സത്സംഗമാണ് നടക്കണത്, യാഗല്ലേ, സതിയുടെ വീട്ടിൽ യാഗം നടക്കുകയാണ്. അതും അച്ഛൻ്റെ വീടാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ വീടാണ്, ഗുരുവുമാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ ആ സ്ഥിതിക്ക് വിളിക്കാണ്ട് പോവാൻ ഒരു കുഴപ്പമില്ല എന്നാണ് സതി പറയണത്. പരമശിവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, വിളിക്കാണ്ട പോവാം ഈ പറഞ്ഞ ദിക്കിലേക്കൊക്കെ. പക്ഷേ നിൻ്റെ അച്ഛനെപ്പോലുള്ള ദുർജനങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചാലും പോകരുതെന്നാണ്. അധർമ്മം നടക്കുന്ന ദിക്കിലേക്ക്, ഈശ്വരൻ നിന്ദ ചെയ്യുന്ന ദിക്കിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാപ്പിൽ പെട്ടു. നമ്മൾ രക്ഷപ്പെടാനൊക്കെ വിചാരിക്കും, പറ്റില്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങി. അതുകൊണ്ട് കരുതണം, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാണ്ട് നോക്കുക. അതുകൊണ്ട് ഞാനില്ല. ദേവി ചോദിച്ചു, എൻ്റെ അച്ഛൻ ദുർജൻ എന്ന് പറഞ്ഞത് എന്താ? അതെന്താ വെച്ചാൽ അന്നൊരു മീറ്റിംഗ് ഉണ്ടായില്ലേ, പ്രജാപതിമാരുടെ മീറ്റിംഗ്. ഞങ്ങൾ 3 പേരവിടെ എണീറ്റില്ല എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായി. 3 പേര് എണീറ്റില്ലെങ്കിൽ 3 പേരെയും ശപിച്ചാൽ എനിക്കെന്ത് ചെയ്യാം? അത് മനസ്സിലാക്കാം. 3 പേരെയും ശപിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 3 പേരോടും ദേഷ്യമുണ്ട്. പക്ഷെ എന്ത് പറ്റി ചോദിച്ചാൽ ദക്ഷൻ എന്നെ മാത്രമാണ് ശപിച്ചത്. ഞാൻ ചെയ്ത കുറ്റം എണീറ്റില്ല എന്നാണ്. എന്നാൽ പിന്നെ ആ കുറ്റം ആര് ചെയ്തിട്ടുണ്ട്? വിഷ്ണുവും ബ്രഹ്മാവും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. അപ്പം ചിലർ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടല്ലോ. ചിലരോട് മാത്രം, ചില ജാതി, ചില പാർട്ടി, ചില മതം, ഇവിടെയാണ് പ്രശ്നം. ഭേദബുദ്ധി കൊണ്ടല്ലേ അത്, എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ. ഇനി ഞാൻ വരരുത് കരുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? ഒരു യാഗം നടത്തുന്നത്. അവിടേക്ക് വലിഞ്ഞു കയറി പോകേണ്ട കാര്യം ഉണ്ടോ? ഇതിപ്പോൾ ചെയ്യണത് എന്തിനാ? ഞാൻ വരരുത്, ശിവനെ നിന്ദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പോണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ദേവി ചോദിച്ചു, എന്തേ അങ്ങ് എണീക്കാഞ്ഞു? എന്താണ്? മമത അച്ഛനോടാണ്, ഭർത്താവിനോടല്ല. എന്തേ അങ്ങ് എണീക്കാഞ്ഞു? പരമശിവൻ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ രീതി എങ്ങനെയാ ചോദിച്ചാൽ ശവത്തെ അല്ല ബഹുമാനിക്കുക, ശിവത്തെയ. ദക്ഷനെ, ദേഹാഭിമാനിയായിട്ടുള്ള ദക്ഷനെ ഞാൻ ബഹുമാനിച്ചില്ല, സത്യം തന്നെ. പക്ഷേ ദക്ഷൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഞാൻ ആ വന്ന സമയത്ത് തന്നെ നമസ്തേ എന്ന് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? മനസ്സുകൊണ്ട് ഞാനും ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മഹാത്മാക്കൾ ഉള്ളിലാ പറയുക, പുറമേക്ക് നാട്യമുണ്ടായിക്കോളുന്നില്ല. എന്താ കാരണം? അങ്ങനെ സാധിക്കില്ല, പ്രായോഗികമല്ല. കാരണം എല്ലാവരിലും ഈശ്വരനെ കാണുന്നവർക്ക് നമസ്കരിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഈശ്വരനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നമസ്കരിച്ചിട്ടേ പ്രസംഗിക്കുള്ളൂ പറഞ്ഞാൽ പിന്നെ പ്രസംഗം നടക്കില്ല. എത്ര പേരുണ്ട്? നേരെ മറിച്ച് നിങ്ങളിലൊക്കെ ഉള്ള ഈശ്വര ചൈതന്യത്തെ എനിക്ക് എന്ത് ചെയ്യാം? മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം? മനസായേതാനി ഭൂതാനി, മനസ്സുകൊണ്ട് നമസ്കരിക്കാം. അത് എളുപ്പമാണ്. അപ്പം നല്ല അറിവുള്ളവർ, വലിയ ജ്ഞാനികളൊക്കെ എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് നമസ്കരിക്കുക പതിവ്. ഞങ്ങൾ മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ദേഹാഭിമാനിയായിട്ടുള്ള ദക്ഷണത മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് ഞങ്ങളുടെ കുറ്റാണോ? പക്ഷേ സതിക്കത് പോരാ. ആ ഉത്തരം കൊണ്ടൊന്നും സതി തൃപ്തിയായില്ല, അത് പോരാ എന്നുള്ള അഭിപ്രായമാണ്. അപ്പം ഞാൻ പോട്ടെ ചോദിച്ചു, നീ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ എത്തി എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. നിന്നെ ദക്ഷൻ കണക്കാക്കുന്നത് ഇപ്പം മകളായിട്ടല്ല, ശത്രുവിൻ്റെ ഭാര്യയായിട്ടാണ്. അപകടം ഉണ്ടാവുക, ആലോചിച്ചിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പരമശിവൻ പിന്നൊന്നും മിണ്ടിയില്ല. ദേവി പോകാൻ തീരുമാനിച്ചു. ആ പരമശിവനെ വിട്ട് ആര് പോയി? ദേവി പോയി. അതിൻ്റെ ഫലം അവൾ അനുഭവിച്ചു കിട്ടോ. ആരെ വിട്ടുപോയി? ശിവനെ വിട്ടുപോയാൽ പിന്നെ ഉണ്ടാവുക എന്താ? ദുഃഖമാണ് ഉണ്ടാവുക എന്ന് കാണിക്കാനാണ് ഈ കഥ. ഭഗവാനിൽ നിന്ന് അകന്നാൽ പിന്നെ വീഴ്ചയുണ്ടാവുക. നമ്മൾ വിചാരിക്കും നന്മ ഉണ്ടാവുക, അല്ല. ഉയർച്ച ഉണ്ടാവുക വിചാരിക്കും, അല്ല. ഉണ്ടാവുന്നത് എന്താണ്? വീഴ്ച. അവളുടെ ശരീരം തന്നെ ധരിക്കേണ്ടി വന്നില്ലേ? ദക്ഷൻ്റെ യാഗശാലയിലേക്ക് എത്തി. ദക്ഷൻ വരുന്നത് സതിയാണെന്ന് മനസ്സിലാക്കിയതും പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. നോക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. സഹോദരിമാരൊക്കെ വന്ന് കേമായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതുപോരാ. ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ചു. തൻ്റെ ഭർത്താവിനെ നിന്ദിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വയ്യ. ഏതായാലും അങ്ങനെ നിന്ദിക്കൊന്നുമില്ല. ലേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമെങ്കിലും സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, ഒരുമിക്കും. അത്രയല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലതൊക്കെ പറയും. കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സമയമാകുമ്പോൾ യോജിക്കും. അതുകൊണ്ട് ഈശ്വരനെ നിന്ദിക്കൊന്നുമില്ല അച്ഛൻ, ശിവനെ നിന്ദിക്കൊന്നുമില്ല എന്ന് തന്നെയാണ് ആരുടെ ഭാവം?
ഉള്ളിൽ ഈ സതിക്കുള്ളത്. യാഗശാലയിൽ പോയി നോക്കി. അവിടെ നോക്കിയ സമയത്ത് ശിവന് ഭാഗം ഇല്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഉണ്ട്, ശിവന് ഭാഗമില്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഉണ്ടായിട്ട് അവർ വന്നുവോ? അവർ വന്നില്ല. അവരെ ക്ഷണിച്ചിട്ടും അവർ പോയില്ല. കാരണം അവർക്ക് പോകാൻ പറ്റില്ല. 3 പേരും 3 അല്ല 1 ആണെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥ. അരുദ്രഭാഗം, രുദ്രന് ഭാഗമില്ല എന്നങ്ങോട്ട് കണ്ടതും ദേവിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു. എല്ലാവരും കേൾക്കെ ശിവമഹിമ പാടുകയാണ്. ആര്? സതീദേവി. ഇതാണ് ഈ പുരാണത്തിൻ്റെ പ്രത്യേകത. മറ്റു പുരാണത്തിൽ അങ്ങനെ മറ്റു ദേവന്മാരെ സ്തുതിക്കില്ല. വിഷ്ണു പുരാണമാണെങ്കിൽ വിഷ്ണുവിനെ സ്തുതിക്കുകയുള്ളൂ. ശിവപുരാണമാണെങ്കിൽ ശിവനെ സ്തുതിക്കും, മറ്റുള്ളവരൊക്കെ ഒന്ന് താഴ്ത്തും ചെയ്യും സമയം കിട്ടിയാൽ. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ ശിവൻ്റെ മഹിമ ഭാഗവത്തിന് നടുക്ക് വെച്ച് ദേവിയെ കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതാണ് ഭാഗവത്തിൻ്റെ മഹത്വം. ഇതിലെന്തില്ല? മറ്റുള്ളവരെ നിന്ദിക്കണതില്ല. കേൾക്കുന്നവർക്കൊക്കെ സത്വഗുണം വർദ്ധിക്കും, അല്ലാണ്ട് രജോ ഗുണം തമോ ഗുണം സ്പർശിക്കില്ല. അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത. ശാന്തരായിട്ട് മാറും. അരുദ്രഭാഗം, രുദ്രന് ഭാഗമില്ല എന്ന് കണ്ടതും ദേവി അവിടെ നിന്ന് എണീറ്റ് എല്ലാവരും കേൾക്കെ ശിവൻ്റെ മഹിമ പറയാണ്. ആരെങ്കിലും ശിവനെ ദ്വേഷിക്കോ? വിവരമുള്ള ആരെങ്കിലും? ശിവനെയാണ് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞോ അറിയാണ്ടോ നമ്മളൊക്കെ പൂജിക്കണത് ആരെയാ? ശിവനെയാണ്. സ്നേഹിക്കണത് ആരെയാ? ശിവനെയാണ്. ഭർത്താവിനെയല്ല സ്നേഹിക്കണത്, പിന്നെയോ ഭർത്താവിലുള്ള ശിവനെയാണ്. ഭാര്യയല്ല സ്നേഹിക്കണത്, ഭാര്യയിലുള്ള ശിവനെയാണ്. കാരണം ശിവൻ പോയാൽ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോൾ അല്ലേ, അതിനെ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. ഭാര്യയ്ക്ക് പേടിയല്ലേ? ഇന്നലെ വരാ കട്ടിൽ കിടന്ന ആളല്ല, ഇന്നും കൂടി ആ ഭാഗത്ത് കിടന്നോട്ടെ, മൂലയിൽ കിടന്നോട്ടെ, നാളെ നമുക്ക് ദഹിപ്പിക്കാം. പറ്റുമോ? അവിടെ ഇരുന്നോട്ടെ എന്ന് അപ്പുറത്ത്. ഇന്നലെ വരെയുള്ള ആളഞ്ഞല്ലേ. എന്താ ഭാര്യയ്ക്ക് പറ്റാത്തത്? എന്താ പറ്റാത്തത്? അതേ കണ്ണ് അതേ മൂക്ക് പറഞ്ഞിട്ട് ശിവൻ പോയി എന്നാണ്. അപ്പോൾ ഇത്രയും കാലം സ്നേഹിച്ചത് ആരെയായിരുന്നു? ശിവനെയായിരുന്നു. എന്താ അത് സമ്മതിക്കാൻ മടി? ശിവനെയായിരുന്നു. കുട്ടിയെ സ്നേഹിക്കാൻ കാരണം കുട്ടിയിൽ ശിവനുള്ളത് കൊണ്ടാണ്, ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് സ്നേഹം. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ വേണ്ടതുപോലെ ഇത്രയേ ഉള്ളൂ. സ്നേഹിക്കുന്നുണ്ടല്ലെങ്കിലും പക്ഷെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ദുഃഖം. ദുഃഖം നീങ്ങണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അനുഭവിക്കുക. അനുഭവിക്കേണ്ട പറയണില്ല, മനസ്സിലാക്കിയിട്ട് അറിവോടുകൂടി അനുഭവിക്കുക. അതില്ലാത്തതാണ് ദുഃഖത്തിന് കാരണം. കഷ്ടം തന്നെ. അങ്ങ് ആ ശിവനെ കളിയാക്കിയില്ലേ? ആരെങ്കിലും വിവരമുള്ള ഒരു കളിയാക്കൂ? ഈ ശിവനുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. അദ്ദേഹം വെണ്ണീര് പൊത്തി നടക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ പരിഹസിക്കുക. നിങ്ങളിങ്ങനെ വലിയ കേമായിട്ട് ഒരുങ്ങി നടക്കുന്നുണ്ടല്ലോ, ആ ദേഹം നാളെ വെണ്ണീരാവുകയെ എന്ന് കാണിക്കുകയാണ്. അതാണ് അദ്ദേഹം. നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി ഇടുമ്പോൾ അദ്ദേഹം വെണ്ണീരാ. ഇത്രയേ ഉള്ളൂ. നായയ്ക്ക് തീറ്റ നാളെ. അതിനെയാണ് ഇപ്പം ഇങ്ങനെ വലിയ ഗെയിമായിട്ട് കൊണ്ട് നടക്കുന്നത്. അതിൽ ഭ്രമിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ദുഃഖം ഉണ്ടാവുകയെ, ഇതൊക്കെ ക്ഷീണിക്കുന്നൊരു സമയം വരും, ദുഃഖിക്കേണ്ടി വരും. ഇതൊക്കെ വെണ്ണീരാവുന്ന കാണിക്കാൻ വെണ്ണീര് പൊത്തി നടക്കുകയാണ്. വൈരുദ്ധ്യങ്ങളുടെ നടുക്ക് ശാന്തനായിട്ട് വർത്തിക്കുന്നത് കണ്ടില്ലേ ശിവനെ? നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ കുടുങ്ങിപ്പോവും, പ്രയാസമാണ്, ആകെ തളർന്നു പോവും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ കഥ. അങ്ങനെയാണെങ്കിൽ ശിവൻ്റെ കഥ നോക്കും. ശിവൻ അവിടെ എല്ലാം പ്രശ്നമല്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒക്കെ പ്രശ്നമാണ്. ശിവൻ്റെ വാഹനം കാളയാണ്, ദേവിയുടെ വാഹനം സിംഹമാണ്. സിംഹവും കാളയും എങ്ങനെയാണ്? യുദ്ധം ഉണ്ടാവേണ്ടതാ, പക്ഷെ അവിടെ ഇല്ല. ശിവൻ്റെ കഴുത്തിൽ പാമ്പാണ്. ശിവൻ്റെ മകൻ ഗണപതി, ഗണപതിയുടെ വാഹനം എന്താ? എലിയാണ്. എലിയും പാമ്പും എങ്ങനെയാണ്? തൻ്റെ കഴുത്തിൽ പാമ്പാണ്, തൻ്റെ വേറൊരു മകനാണ് സുബ്രഹ്മണ്യൻ, അയാളുടെ വാഹനം എന്താ? മയിലാണ്. ആ മയിലും പാമ്പും എങ്ങനെയാണ്? ഇതിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓരോ ചിത്രീകരണമാണ്. ഇതൊക്കെ ചിത്രം ഇങ്ങനെയൊക്കെ ആലങ്കാരികമായിട്ട് പറയണത് ഈ തത്വം ബോധിപ്പിക്കാനാണ്. അതല്ലാണ്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, എന്നാൽ എലിയുടെ പുറത്ത് എങ്ങനെയാണ് ഗണപതി? നമുക്കത് വിഡ്ഢിത്തായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതറിയാത്ത ആളുള്ള ഋഷിമാർ അവർ പറയാണ് ചിന്തിക്കൂ. ആനയുടെ തല എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് വിവരം, ബുദ്ധി എന്ന് കാണിക്കാനാണ്. സിദ്ധി ബുദ്ധി 2 ഭാര്യമാരാ ഗണപതിക്ക്. ആ ഒരു താല്പര്യമാണ്. ഗണപതി കയ്യിൽ ലഡു കഴിക്കില്ല, ഗണപതിൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അതുപോലെ ഈശ്വരൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ ഭുജിക്കാവൂ. ഒക്കെയാണ് താല്പര്യം. പലതും ഉണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. അത് ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇത് ചിന്തിക്കണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിഹ്നങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. തൻ്റെ തലയിൽ ഗംഗ, മടിയിൽ പാർവതി അല്ലെങ്കിൽ സതി, 2 ഭാര്യമാരാ. എന്നിട്ട് അവിടെ പ്രശ്നമില്ല. പരമശിവൻ്റെ ഒരു കുടുംബസംഗമം വീട്ടിൽ അവിടെ നടത്തുന്നുണ്ടെങ്കിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യുക? എല്ലാവരും കൂടി തമ്മിൽ തിന്നും ആണ്. ശിവൻ്റെ വാഹനം കാള, ഭാര്യയുടെ വാഹനം സിംഹം, മകൻ്റെ വാഹനം എലി, തൻ്റെ കഴുത്തിൽ പാമ്പ്,
മറ്റാളുടെ വാഹനം മയിൽ. മയിൽ പാമ്പിനെ കണ്ടാൽ തിന്നും. ഇതെല്ലാം കൂടി എങ്ങനെ? ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ, മനസ്സിലാവും. ഇതൊക്കെ കാണിക്കുന്നത് വലിയ തത്വങ്ങളാണ്. എന്നിട്ടും അവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ അത് ആരുടെ കേമത്താ? അതാ ശിവൻ്റെ കേമത്താണ്. വൈരുദ്ധ്യങ്ങളുടെ നടുക്കും ശാന്തനായിട്ട് തർക്കമുദ്രയിൽ അങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ്. കൈലാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആധ്യാത്മിക ഉന്നതിയുടെ പ്രതീകമാണ്, അറിവിൻ്റെ പ്രതീക. എന്താണ്? ആത്മജ്ഞാനം. അതാണ് താല്പര്യം. അതുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും, ദാരിദ്ര്യമാണെങ്കിലും ചുറ്റും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഒന്നും ബാധിക്കില്ല. അങ്ങനെ ഇരിക്കാൻ സാധിക്കും എന്ന് കാണിക്കാനാണ് അപ്പം കൈലാസം വർണ്ണിക്കുന്നത് തന്നെ. കഷ്ടം, ആ ശിവനെ അങ്ങനെ എന്തിച്ചില്ലേ? എനിക്കൊരൊറ്റ വിഷമേ ഉള്ളൂ, അങ്ങയിൽ നിന്ന് കിട്ടിയതാണല്ലോ ഈ ശരീരം. ആ വിഷമം മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ മോശം പ്രവൃത്തി ചെയ്യുമ്പം എന്നെ ശിവനൊരു പേര് വിളിക്കാറുണ്ട്, ദാക്ഷായണി എന്ന് വിളിക്കും. എന്താ അർത്ഥം? ദക്ഷൻ്റെ മകളെ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അച്ഛൻ്റെ സ്വഭാവം നിനക്കുണ്ടല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ആ പേര് കേൾക്കാൻ വയ്യ. അങ്ങയുടെ മകളായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അതസ്തവോത്പന്നമിതം കളയപരം നധാരയിഷ്യേ. ഞാനിനി ഇത് ധരിക്കില്ല, എനിക്ക് വേണ്ട ഈ ശരീരം എന്നും പറഞ്ഞ് ഞാനിത് മഹാദേവന് സമർപ്പിക്കുക എന്നും പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? നമശിവായ എന്നങ്ങോട്ട് ജപിച്ച് തൻ്റെ ഉള്ളിലുള്ള അഗ്നിയെ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് സത്യപ്രജ്വാല സമാധിജാഗ്നിന. സമാധി ദൈവം അങ്ങോട്ട് കത്തിയെരിഞ്ഞു, കർപ്പൂരം കത്തുന്നത് പോലെ. ഭൂതഗണങ്ങളാകെ ഈ വിവരം അറിഞ്ഞു. യുദ്ധത്തിന് വന്നെങ്കിലും ജയിക്കാൻ പറ്റിയില്ല. ദക്ഷൻ്റെ പാർട്ടിക്കാർ കുറേ പേരുണ്ടേ. തിരിച്ചവർ പേടിച്ച് പോവുകയാണ് കൈലാസത്തിലേക്ക്. നാരദ മഹർഷി വന്ന് പരമശിവനെ ഈ വാർത്ത അറിയിച്ചു. സതി ദേഹം ധരിച്ചു എന്നുള്ള വാർത്ത. സമാധിയിലിരിക്കുന്ന പരമശിവൻ ലോകനന്മയ്ക്ക് വേണ്ടി സംഹാരമൂർത്തിയായിട്ട് മാറി. എന്തായി മാറി? അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നുമില്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. ടീച്ചർക്ക് ദേഷ്യമൊന്നും ഇല്ലെങ്കിലും ചിലപ്പം കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ ഒന്ന് കണ്ണുരുട്ടും ഡെസ്കിന് രണ്ട് അടിയൊക്കെ അടിക്കും. അതൊന്ന് ബാക്കി ക്ലാസ് എടുക്കുന്നത് കേൾക്കണ്ടേ, അതിന് വേണ്ടി. അല്ലാണ്ട് ആ കുട്ടിയോട് ആലോചിക്കാൻ ദേഷ്യമുണ്ടോ? അത് നശിച്ചു പോട്ടെ എന്നുള്ള വിചാരമുണ്ടോ? ഒന്നുമില്ല. ഇതുപോലെ അവിടെ ഒന്ന് ലോകത്തെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി സംഹാരം, അതും ആവശ്യമാണ്. അധർമ്മം ചെയ്യുമ്പോൾ ശിക്ഷിക്കും വേണം. ശിക്ഷിക്കാണ്ട് അങ്ങനെ വിട്ടാലും പ്രശ്നമാണ്. അതിനു വേണ്ടി പരമശിവൻ തൻ്റെ ജടാമുടെടുത്ത് നിലത്തങ്ങട്ട് അടിച്ചു. അതിൽ നിന്ന് വീരഭദ്രൻ ഉണ്ടായി. നേരെ പുറപ്പെട്ടു പോയി പരമശിവനെ നിന്ദിച്ചവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തു. കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്ന കാണിക്കുകയാണ്. തല കൊണ്ട് നിന്ദിച്ച ദക്ഷൻ്റെ തല ഊരി പിരിച്ചങ്ങട്ടെടുത്ത് ഹോമകുണ്ടത്തിലിട്ടു. പല്ലുകൊണ്ട് ചിരിച്ച് നിന്ദിച്ചവരുണ്ട്, അവരെ പല്ല് കുത്തിപ്പൊട്ടിച്ചു. കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചവരുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അവസാനം ആ യാഗത്തിൽ പങ്കെടുത്തവർക്കൊക്കെ ഏതെങ്കിലും ഒരു അംഗം ഉണ്ടാവില്ല. മനസ്സിലാവും, കണ്ടാൽ അറിയാം, ആ യാഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ, കൈയില്ല, കാലില്ല, കണ്ണില്ല, പല്ലില്ല. ഈശ്വര നിന്ദയിൽ പങ്കെടുത്താലുള്ള പ്രശ്നമായി പറയണത്. അതുകൊണ്ട് കരുതണം എന്നർത്ഥം. അങ്ങനെ ഒരു വികലാംഗ ജാഥ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അംഗങ്ങൾ വെച്ച് തരണം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഇല്ല, ശിവനിന്ദ ചെയ്താൽ അതിൽ ഞാൻ ഇടപെടില്ല, അത് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്. പരമശിവൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലൂ. മടിച്ച് അവർ പരമശിവൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടുത്തെ പരമശിവൻ പറഞ്ഞു, ഞാൻ ഇപ്പം എന്താ പരിഹാരം ചെയ്യണ്ടു? പല്ലില്ലാത്ത ആളോട് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യൂ, ബ്രെഡ് കഴിച്ചോളൂ, അതാണ് പരിഹാരം. അപ്പോൾ പാലിൽ മുക്കി കഴിച്ചാൽ മതി. റസ്ക് കഴിക്കണം വെച്ചാൽ അതുമല്ല, ചായയിൽ മുക്കി കഴിക്കുക, പല്ല് വെച്ച് കൊടുത്തില്ല എന്നർത്ഥം. കണ്ണില്ലാത്ത ആളോട് പറഞ്ഞു, കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടന്നോളൂ, കണ്ണ് വെച്ച് കൊടുത്തിട്ടില്ല എന്നർത്ഥം. കാരണം ഈശ്വര നിന്ദയ്ക്ക്, ധർമ്മനിന്ദയ്ക്ക് എന്തില്ല, അതിന് പരിഹാരമില്ല, അനുഭവിക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നുള്ളത് താടിയില്ലാത്ത ആളാണ് ഭൃഗു. അയാൾക്ക് ആടിൻ്റെ താടി വെച്ച് കൊടുത്തു. അയാൾ പറഞ്ഞു, ഇങ്ങനെ വെച്ചാൽ വേണ്ടില്ലായിരുന്നു, മറ്റേതാ പിന്നെയും ആടില്ലാണ്ടിരിക്കുക ഭേദം, ആടിൻ്റെ താടി വെച്ച് തന്നെ അപമാനിക്കുകയാണ്. തലയില്ലാത്ത ദക്ഷന് ആടിൻ്റെ തല വെച്ച് കൊടുത്തു. മനുഷ്യൻ്റെ തലയുടെ സ്ഥാനത്ത് ആടിൻ്റെ തല കിട്ടിയ എന്താ കഥ? ഇപ്പോഴും നമ്മുടെ തല മനുഷ്യൻ്റെ എന്നേ ഉള്ളൂ, സ്വഭാവമൊക്കെ ആടിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ ആണെന്നുള്ളതാണ് വിഷയം. അതാണ് കഥ കാണിക്കുന്നത്. അതോ തനിക്ക് മനുഷ്യൻ്റെ തല ഉണ്ടായിട്ട് മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കുന്നില്ല. ആടിൻ്റെ സ്വഭാവത്താൻ കാണിച്ചത്. ആടാണ് മേ 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 എന്ന് പറയുക. മേ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ എൻ്റെ എന്നർത്ഥം. എൻ്റെ 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 ധാരാ ഇമേ മേ തനയാ ഇമേ മേ. ഭാര്യ എൻ്റെയാണ്, കുട്ടി എൻ്റെയാണ്, ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ വീടാണ്, എൻ്റെ സ്വത്ത്, എൻ്റെ ദേഹം. ഇങ്ങനെ എൻ്റെ 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 എന്ന് പറയും തോറും അജ്ഞാനം വർദ്ധിക്കും. യാഗത്തിലെ മന്ത്രം തിരിച്ചാ എന്നാ മമ, എൻ്റെ അല്ല എൻ്റെ അല്ല എൻ്റെ അല്ല എന്നാണ് സജ്ജനങ്ങൾ പറയുക. വിവേകികൾ അതേ പറയുള്ളൂ. മനുഷ്യനതാ പറയേണ്ടത്, പക്ഷെ നീ ചെയ്തത് അതല്ല. അതുകൊണ്ട് ആടിൻ്റെ തല മതി. തെറ്റ് മനസ്സിലാക്കിയ ദക്ഷൻ
തൻ്റെ ആ പരിഹാരത്തിനായിട്ട് ശിവനെ പൂജിക്കുന്നു. യാഗം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാന് പുരോടാശം സമർപ്പിച്ചു. ദക്ഷൻ്റെ ഉള്ളിൽ ശിവനോടുള്ള ദ്വേഷം പോയി എന്ന് ഉറപ്പിച്ച വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേ വരുള്ളൂ. ഉള്ളിൽ ഭേദബുദ്ധി ഇല്ലല്ലോ എന്ന് ഉറപ്പായാലേ ആര് പ്രത്യക്ഷപ്പെടുള്ളൂ? ഏത് ദേവനും പ്രസാദിക്കുള്ളൂ. നമ്മളിപ്പോൾ ഏത് ദേവനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാലും നമ്മുടെ ഉള്ളിൽ ഭേദബുദ്ധി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല? അവർ നമ്മളെ അനുഗ്രഹിക്കില്ല. അവരിങ്ങനെ നോക്കി നിൽക്കും. അതൊന്ന് പോയാൽ അനുഗ്രഹിക്കായിരുന്നു. പലരും പരാതി കാണാം, നേരെയാവണില്ല, പ്രശ്നമുണ്ട്, എന്തിൻ്റെ കുഴപ്പം, തന്നെയാണ് കുഴപ്പം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ദക്ഷന് ആ വിദ്വേഷം, ശിവദ്വേഷം പോയതും വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അടുത്തിരുത്തി നല്ലോണം ഉപദേശിച്ചു എന്നാണ്. എടോ, തൻ്റെ പ്രശ്നം തനിക്കിപ്പം മനസ്സിലായോ? തനിക്ക് എന്നെ ഇഷ്ടമാണ്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ ശിവൻ്റെ വേഷം കെട്ടുമ്പോൾ എന്താ തനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തത്? നമ്മൾ വേഷത്തെ അല്ല ബഹുമാനിക്കേണ്ടത്. ആരെയാണ്? വ്യക്തിയെ ബഹുമാനിക്കണം, അല്ലേ? വേഷം നോക്കിയിട്ടേ കടത്തി വിടുള്ളൂ. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്, കോട്ട് നോക്കിയിട്ടൊക്കെയാണ്. അവരെങ്ങനെയാണെന്നൊക്കെ നോക്കി വേഷം നോക്കിയിട്ടാണ് കയറ്റി വിടുക. പണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഒരു മീറ്റിങ്ങിന് പോയപ്പം അദ്ദേഹം വന്നപ്പം കടത്തി വിട്ടില്ല. കാരണം അദ്ദേഹം സാധാരണ വേഷം കെട്ടിപ്പോയി. അദ്ദേഹം തിരിച്ചു പോയി. രണ്ടാമത് കോട്ടൊക്കെ ഇട്ട് വന്നപ്പം വേഗം കയറ്റി. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ കീശയ്ക്ക് ഇടുക ചോറൊക്കെ. അപ്പോൾ അവിടെ ഉള്ളൊരു അങ്ങെന്തായി ചെയ്യണത്? അല്ല, നിങ്ങളിപ്പം കയറ്റിയെടുത്തത് ഇപ്പം എന്നൊന്നല്ലല്ലോ, ഞാൻ ഈ കോട്ടിട്ടതുകൊണ്ട്, അപ്പോൾ കോട്ട് കഴിച്ചോട്ടെ, ചോറൊക്കെ കോട്ട് കഴിച്ചോട്ടെ കാണിച്ചു കൊടുക്കുകയാണ്. വിലയിരുത്തേണ്ടത് മനുഷ്യനല്ലേ നോക്കേണ്ടത്, വേഷം നോക്കിയിട്ടാണ്. അതല്ല നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ആ ചൈതന്യത്തെ മാത്രമേ ശ്രദ്ധിക്കാവൂ. വേഷത്തെ, ശരീരത്തെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ജഡത്തെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ചൈതന്യത്തെയാണെന്ന് കാണിക്കുകയാണ് ഈ കഥ. തെറ്റ് മനസ്സിലാക്കി ദക്ഷൻ ഇനി ആവർത്തിക്കില്ല എന്ന് പറയണു. അങ്ങനെ അദ്ദേഹം ആ തെറ്റ് തിരുത്തുകയാണ്. അത്ര ഈ പ്രാജസ ദക്ഷനായിട്ട് വന്ന് ഈ തെറ്റ് തിരുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു കഥ. കഥ കേട്ട ആൾ ചോദിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ സതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പേടിക്കണ്ട, സതി ദേഹം ധരിച്ചെങ്കിലും പിന്നീട് ഒരിക്കലും വിട്ടുപോവാത്ത മട്ടിൽ ഭഗവാനോട് ചേർന്നിരിക്കാൻ അവർക്ക് പറ്റി. പാർവതിയായിട്ട് വന്നു. എങ്ങനെ വന്നു? ഇതേ സതി പർവ്വതത്തിൻ്റെ മകളായിട്ട് വന്നുകൊണ്ട് പാർവതി എന്ന് പേര്. ദക്ഷൻ്റെ മകളായിട്ട് വന്നപ്പോൾ ദാക്ഷായിണി എന്ന് പേര്. ദക്ഷൻ്റെ മകളായി വന്ന സമയത്ത് ശിവനോട് അധികം നേരം ചേർന്നിരിക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം ദക്ഷൻ്റെ മകളായതുകൊണ്ടാണ്. ദക്ഷൻ കർമ്മഠന, കർമ്മകലാപം. കർമ്മത്തിലൂടെ കിട്ടിയാൽ അധികകാലം ഉണ്ടാവില്ല. കർമ്മം കൊണ്ട് നേടിയതൊക്കെ കുറച്ച് കഴിയുമ്പം നഷ്ടപ്പെടും. അടുത്ത തലമുറയാകുമ്പോൾ തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും 10 തലമുറയ്ക്കുള്ളതുണ്ടല്ലോ എന്നൊക്കെ. അതൊക്കെ എളുപ്പം മക്കൾ വെച്ച് ദൂർത്തടിക്കാം. വലിയ പണിയൊന്നുമില്ല ഇപ്പോൾ ഇതിനൊന്നും. അതൊക്കെ എളുപ്പം കഴിയും. നേരെ മറിച്ച് പർവ്വതം എന്ന് പറഞ്ഞാൽ ഹിമാലയം, ഹിമവാൻ്റെ പുത്രിയാണ്. ഹൈമവതി എന്നൊക്കെയാണ് പാർവതിയുടെ പേര്. ജ്ഞാനത്തിൻ്റെ പ്രതീകമാണത്. ജ്ഞാനത്തിലൂടെ ആർജിക്കണതോ ഒരിക്കലും പോവില്ല. ശിവനോട് ചേർന്നിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. ഇതൊക്കെയാണ് ഈ കഥ വ്യംഗ്യമായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരികയാണത്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഇതാണേ മുഖ്യം, കഥയല്ല മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലതുകളില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, പല ദിക്കിൽ പെയ്യുന്നുണ്ടാവും. പക്ഷെ എല്ലാം ഒഴുകി നദിയിലെത്തി, നദികളൊക്കെ ഒഴുകി എവിടെത്തും? ഒക്കെ അവസാനം സമുദ്രത്തിലെത്തും. സമുദ്രത്തിലെത്തിയാൽ പിന്നെ എടുക്കാൻ പറ്റുമോ? ഇത് ഗംഗയിലത്തെ വെള്ളം, ഇത് യമുനത്തെ, അങ്ങനെയൊന്നുമില്ല. അവിടെ എത്തിയാൽ പിന്നെ ഒക്കെ ഏത് ദേവനെ നമസ്കരിച്ചാൽ ആ നമസ്കാരം കേശവം പ്രതിഗച്ഛതി, ആ പരബ്രഹ്മത്തെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരെ വേണേൽ നമസ്കരിച്ചോളൂ. നമസ്കരിക്കേണ്ട പറയണില്ല, ആരെ വേണേൽ നമസ്കരിച്ചോളൂ. പക്ഷെ മനസ്സിലായിക്കോളൂ, ഞാൻ ഈ നമസ്കരിച്ചത് ആ പരബ്രഹ്മത്തെയാണ് എന്ന് അറിഞ്ഞിട്ട് ഭഗവതിയെ നമസ്കരിക്കാം, ഭഗവാനെ നമസ്കരിക്കാം, ആരെ വേണേൽ നമസ്കരിക്കാം, എവിടെ വേണമെങ്കിൽ പോവാം. അത് ബാധിക്കില്ല. കാരണം എന്താ? ആ പരബ്രഹ്മത്തെയാണെന്ന് അറിയുന്ന ആൾക്ക് ഒന്നും ഒരു വിഷയമല്ല. അതാണ് മുഖ്യം. എന്തിനാ പിന്നെ കുറേ ദേവതകൾ എന്ന് ചോദിച്ചാൽ നമ്മളും പലതരക്കാരല്ലേ, അല്ലേ? നമ്മളുടെയൊക്കെ സംസ്കാരം വ്യത്യാസമല്ലേ? ഒരുപോലെയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഈ കഥയൊക്കെ ഒന്ന് പറയുമല്ലോ വെച്ചാൽ ഓരോരുത്തർ ഓരോ കഥ പറഞ്ഞത് കേൾക്കാം. അവരൊക്കെ ഓരോന്നങ്ങനെ അവരെ രീതിയിൽ. ഞാൻ ഇപ്പോൾ പൂച്ച പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു പൂച്ചയാണ് കണ്ടത്? ഞാൻ ഉദ്ദേശിച്ച പൂച്ചയാണെന്ന് ഉറപ്പുണ്ടോ? ചിലർക്ക് വെള്ളപ്പൂച്ച, ചിലർക്ക് കറുത്ത പൂച്ച, ചിലർക്ക് കുട്ടിപ്പൂച്ച, ചിലർക്ക് വലിയ പൂച്ച, ചിലർക്ക് ചിത്രം വരച്ച പൂച്ച. എത്ര പൂച്ചകളുണ്ടായി? ഞാൻ പൂച്ച എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറയണത് കാര്യമില്ല. അത് അവനവൻ്റെ സംസ്കാരം അതിനനുസരിച്ചാണ് ഉൾക്കൊള്ളുക. അതുകൊണ്ട് നമ്മളൊക്കെ പലതരക്കാരായതുകൊണ്ട് ഇവിടെ പല ദേവതകൾ ഋഷിമാർ കൽപ്പിച്ചു എന്നാണ്. ഇപ്പോഴും പുതിയ പുതിയ ദേവതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊക്കെ കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ കാണാം. ഇനി ഉണ്ടാവും കേട്ടോ. നമ്മളതനുസരിച്ചുണ്ട് ഓരോ സമ്പ്രദായം ഉണ്ടാവാം. പക്ഷെ മനസ്സിലായിക്കോളും ഒക്കെ ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കിയാൽ വിഷമമുണ്ടാവില്ല. പലതാ വിചാരിച്ച തൽക്കാലം ഉയർച്ച ഉണ്ടാവും,
തൽക്കാലം കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയണം, ഒരിക്കലും വേറൊന്നിനെ നിന്ദിക്കാണ്ടിരിക്കുക, അത് പ്രധാന. ശിവൻ കേമാന്ന് പറഞ്ഞോളൂ, വിഷ്ണു മോശാണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ശിവനും വിഷ്ണുവൊക്കെ ഒരേ ആൾ തന്നെയാണ്, പിന്നെ ഇപ്പം അർത്ഥമുണ്ടോ? അത് ശ്രദ്ധിക്കണം. പിന്നെ പല രൂപങ്ങളൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, ചിലർക്ക് ഓരോ രൂപ ഇഷ്ടം, ചിലർക്ക് സുബ്രഹ്മണ്യനെ ഇഷ്ടം ഇല്ലേ, ചില അയ്യപ്പസ്വാമി ഇഷ്ടം, വലിയ ഇഷ്ടം, അങ്ങനെ എന്തായാലും വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പം സദ്യക്ക് പലർക്കും പല കൂട്ടാനാവും ഇഷ്ടം, ചിലർക്ക് ഓലന ഇഷ്ടം, ചിലർക്ക് പുളിയിഞ്ചി അതുണ്ട് ചില സദ്യക്ക് വരുന്നത്, ചിലർക്ക് രസം ഉണ്ടാവും, നല്ല രസമാവും എന്നൊക്കെ കരുതി വരുന്നവരുണ്ട്, ചിലർ പായസം കഴിക്കണം. എല്ലാവരും സദ്യ ഉണ്ണാൻ വരുന്നുണ്ട്, എന്താ കാരണം? ഇത്രയും വിഭവങ്ങളുള്ളത് കൊണ്ടാണ്. ഇതുപോലെ നമ്മളുടെ രീതി എന്താണ്? സദ്യയാണ്. മറ്റുള്ളത് ഉപ്പുമാവ് പോലെ, ഒന്ന് എല്ലാ ദിവസവും ഉപ്പുമാവ് തന്നെ. ഒരു ദേവൻ, അയാളെ സഹിക്കണം. നമുക്ക് തിങ്കളാഴ്ച ഒരു ദേവൻ, ചൊവ്വാഴ്ച വേറെ, അങ്ങനെ എത്ര ചുരിദാറുണ്ട്, എത്ര സാരി ഉണ്ട്, മാറി മാറി എടുക്കുമ്പോൾ എന്നൊന്നും യൂണിഫോം പോലെ ആയാലോ? തെറ്റൊന്നുമില്ല, തെറ്റുണ്ടെന്നല്ല പറയണത്, അത് വേണമെന്നുള്ളവൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതാണ് ഇവിടെ പറയണത്. ഇതുപോലെ എരിവുള്ള ദേവൻ, പുളിയുള്ള ദേവൻ, മധുരമുള്ള ദേവൻ, ചവർപ്പുള്ള ദേവൻ. ചവർപ്പ് ഇഷ്ടമുള്ളവരുണ്ടേ ഇല്ലേ? മൂക്കൊക്കെ പൊത്തി കുടിക്കുന്നവരില്ലേ? അവർക്കത് ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാ വിഭാഗക്കാരും നേരെയാവണം, എല്ലാവരും ഇവിടേക്ക് എത്തണം, എല്ലാവരും ഈ ശാന്തി അനുഭവിക്കണം എന്ന് കരുതി സദ്യ പോലെയാണ് ഇവിടെ ദേവന്മാർ ഒക്കെ ഉണ്ട്. അതാണ് താല്പര്യം. മറ്റത് അങ്ങനെയല്ല, ഒരു ഷർട്ടുണ്ട്, അതെല്ലാവരും ഇട്ടോളണം. തടിച്ചാളും മെലിഞ്ഞാളും അങ്ങനെ പറ്റുമോ? തടിച്ചാൾക്ക് കുറച്ച് ലൂസായിട്ടുള്ളത് വേണ്ടേ, മെലിഞ്ഞാൾക്കെന്ന് ആ പാകത്തിന് വേണ്ടേ? ഇതാണ് നമ്മുടെ പ്രത്യേകത. തരത്തിനനുസരിച്ച്, നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച്, രുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള ദേവനെ സ്വീകരിക്കാം. അത് മെല്ലെ മെല്ലെ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് അവസാനം മനസ്സിലാവും, ഒന്നേ ഉള്ളൂ കേട്ടോ, ഒന്നേ ഉള്ളൂ. അത് അവിടെ എത്തുമ്പം കുറച്ച് കുറച്ച് പോകുമ്പോൾ മനസ്സിലാവും. കടക്കണ സമയത്ത് നാല് കവാടം ഉണ്ടാവും അമ്പലത്തിലേക്കൊക്കെ പോകുമ്പം. അകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തമ്മിൽ കാണും ഇല്ലേ? നിങ്ങളീ കൂടി വന്നു, ആ വഴിക്ക് വന്നു. ഇങ്ങനെ ഏത് ദേവനെ ആരാധിച്ചാലും എത്തുന്നത് ഒരു ദിക്കിലാകുമ്പോൾ അപ്പം ബോധ്യവും ഒക്കെ ഒന്ന് തന്നെ. പിന്നെ അങ്ങോട്ട് കയറാൻ ഒരു കവാടേ ഉള്ളൂ, ശ്രീലകത്തേക്ക്. അത് ജ്ഞാനമാണ്, അതിലൂടെ ഭഗവാനിലെത്തും. ആ ചിന്തയിലൂടെ വേണം, ഈ ചിന്ത ഉള്ളിൽ വെച്ചും കൊണ്ട് വേണം ഏത് ദേവനെയും ആരാധിക്കാൻ എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ ഒരു കഥ. ഭേദബുദ്ധി പാടില്ല എന്ന് കാണിക്കുകയാണ്. ഭേദബുദ്ധി വന്ന സതിക്ക് പോലും കഷ്ടമല്ലേ ഉണ്ടായത്. ഇനി ധ്രുവൻ്റെ കഥ. അതാണ് രുചി നീതി ഉത്താനപാദൻ എന്ന പേരായിട്ടുള്ള രാജാവ്. രാജാവിന് 2 ഭാര്യമാരാണ്, നീതിയും രുചിയും. അദ്ദേഹത്തിന് താല്പര്യം ആരോടാ? രുചിയോടാണ്. നമുക്കങ്ങനെയല്ലേ? അല്ലേ? ആണോ? അല്ലേ? ഉച്ചയ്ക്ക് ശേഷം ആൾ കുറയാൻ കാരണം എന്താ? പിന്നെ നീതി മാത്രമേ ഉള്ളൂ, രുചിയില്ല. ഉച്ചയ്ക്ക് രുചിയുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നീതി കുറച്ചു നേരം കേൾക്കുന്നത്. അതാണ് താല്പര്യം. കഥ കഴിഞ്ഞു, ഇത്രയേ പറയാനുള്ളൂ ഇവിടെ. സുനീതി, സൂന്നെടുത്ത് മാറ്റി നമുക്ക് അർത്ഥം വേഗം കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സുരുചി ആണ് നീതി, രുചി. ഈശ്വരകാര്യം, താൽക്കാലിക നേട്ടം, ആത്യന്തികമായ നേട്ടം, താൽക്കാലിക നേട്ടം, രണ്ടും ഉണ്ടെങ്കിൽ ശ്രേയസ് പ്രയസ് എന്നൊക്കെയാണ് ഉപനിഷത്തിൽ പറയുക. ഈ 2 വന്ന് നമ്മളേതാ സ്വീകരിക്കുക? ശ്രേയസ് വേണോ പ്രയസ് വേണോ? ഉദാഹരണം പറഞ്ഞാൽ, ലൗകികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹിതം പ്രിയം അങ്ങനെ പറയും. നമുക്ക് നന്മ തരുന്നതാണോ നമ്മൾ സ്വീകരിക്കാറ്? തൽക്കാലം സുഖം തോന്നുന്നതാണോ സ്വീകരിക്കാറ്? ഭാവിയിൽ ഉപദ്രവം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും തൽക്കാലം സുഖമുള്ളതിന് നമ്മൾ സ്വീകരിക്കാറില്ലേ? ഉണ്ടോ ഇല്ലേ? നല്ല ശ്വാസം മുട്ടലുണ്ട്, തീരെ വയ്യ, കുറച്ചൊക്കെ സ്റ്റേജ് മാറിയിട്ടുണ്ട്, 3-4 ആയിട്ടുണ്ട്, എന്നാലും വലിക്കാണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് കഷ്ടമാവുന്നൊക്കെ നിശ്ചയുണ്ട്, എന്നാൽ പോലും തൽക്കാലം വലിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. മറ്റത് കിടക്കുമ്പോൾ ഭാര്യ മക്കൾ ആരെയും നോക്കിക്കോട്ടെ, വിഷമാണെന്നറിയാം, പക്ഷേ തൽക്കാലം പ്രിയം ആണ്. പ്രിയമാണ് മുഖ്യം, ഹിതമല്ല. നമ്മുടെയൊക്കെ കുഴപ്പതാണ്. ഇതന്നെയാണ് ഉത്താനപാദൻ. ഇത് പുറമുള്ള ആരുടെയും കഥ പറയുക, നമ്മളെ കഥയാണ് പറയണത്. കണ്ണാടിയാണ് ഭാഗവതം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആരെയാ കാണുക? ഉത്താനപാദൻ അച്ഛൻ നോക്കുമ്പോഴാണ്, ഇത് ഞാനാണല്ലോ. 2 ഭാര്യമാർ, സുരുചി സുനീതി. അതിൽ അദ്ദേഹത്തിന് താല്പര്യം രുചിയോടാണ്, നീതിയോടല്ല. രുചിയിലുണ്ടായി മകൻ ഉത്തമൻ. രുചിയിൽ കൂടെ കിട്ടുന്നതൊക്കെയാണ് കേമം എന്ന് വിചാരിക്കുക. രുചി നോക്കിയിട്ട് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കണതിന് അങ്ങനെ രുചി നോക്കിയിട്ടല്ലേ? എന്ത് സാധനം ആർക്കറിയാം? എന്നാണ് ഉണ്ടാക്കിയത് ആർക്കറിയാം? ഇതിൻ്റെ പൂർവാശ്രമം നമുക്കറിയോ?
ഇതിപ്പോൾ ഏത് കാലം ഉണ്ടാക്കിയതാണ്, ആരുണ്ടാക്കി, എന്തൊക്കെ അതിൽ ചേർത്തൊന്നും അറിയില്ല, കഴിക്കുന്നു. പഴയ സാധനവും 10 ദിവസം മുന്നത്തെ സാധനം, അതെന്തെങ്കിലും ഒന്ന് കടുക് വറുത്തിട്ട് എന്തെങ്കിലും കാണിച്ച് 10 ഉറുപ്പ്യ അധികം വാങ്ങിയൊരു പേരിടും. നമുക്ക് വലിയ സന്തോഷമായി, എന്തോ കഴിക്കണം. രുചിയാണ് പ്രധാനം, തൻ്റെ ആയുസ്സൊന്നൊരു വിഷയമല്ല. ഇപ്പം ശ്രേയസ്സും പ്രയസ്സും മുന്നിൽ വന്നാൽ അധികം പേരും ശ്രേയസ്സല്ല ആഗ്രഹിക്കുക, പ്രയസ്. പ്രയസ് പറഞ്ഞാൽ താൽക്കാലിക നേട്ടം, ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ദുഃഖനിവൃത്തി. തൽക്കാലം ദുഃഖം പോകണമെന്നേ വിചാരിക്കണുള്ളൂ. പൂർണ്ണമായിട്ട് പോകണമെന്ന് വിചാരിക്കണമെങ്കിൽ ഇരുന്ന് ഭാഗവതം പഠിക്കില്ലേ എല്ലാവരും? അല്ലേ, തൽക്കാലികം പോകാൻ സിനിമ കണ്ടാൽ മതി, ആൾക്കാരൊക്കെ ഒപ്പം ഇരുന്ന് പരദോഷണം പറയുമ്പോൾ തൽക്കാലമൊക്കെ വലിയ പ്രശ്നമില്ലാണ്ടിരിക്കാം. ലഹരിയൊക്കെ കഴിച്ചാലൊക്കെ പറ്റും തോന്നുന്നുണ്ട്, നിശ്ചല്യ. നമുക്ക് പിന്നെ ഈ ലഹരി ഉള്ളതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോയിട്ടില്ല. അതാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. ഏതായാലും ഇവിടെ ഉത്തമൻ, ഉത്തമൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണം വർദ്ധിച്ചവൻ എന്നർത്ഥം. ഉത്തമം ശ്രേഷ്ഠെന്ന് തോന്നും, പക്ഷെ പിരിച്ചാൽ എന്തായി? ഉത്തുത്തമൻ, അലസത വർദ്ധിച്ചവൻ. രുചിയിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അലസത വർദ്ധിക്കുക ചെയ്യുക. നല്ലോണം ഭക്ഷണമൊക്കെ രുചി നോക്കി കഴിക്കണവർ അധികം ആരായിരിക്കും? അലസന്മാരായിരിക്കും. അവരധികം ആ കഴിച്ച പാത്രം കഴുകാൻ അവർ തയ്യാറല്ല. അതിന് കഴുകണ്ടേ, ഒരു മട്ടാവും. അവരധികം അലസന്മാർ തന്നെയായിരിക്കും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം രുചി കുറയ്ക്കണം എന്നർത്ഥം. എന്നാൽ നീതിയിലൂടെ കിട്ടിയൊരു ഉണ്ണി പേരെന്താ? ധ്രുവൻ. ധ്രുവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉറപ്പുള്ളവൻ. എന്താണ്? ധ്രുസ്ഥൈര്യ എന്നുള്ള ധാതുവിൽ നിന്നാണ് ധ്രുവൻ എന്നുള്ള പദം ഉണ്ടായത്. ഉറച്ചവൻ, ഉറപ്പുള്ളവൻ, എന്നും നിലനിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. നീതിയിലൂടെ ആർജിച്ചോളൂ, എന്നും കയ്യിലുണ്ടാവും. അന്യായമായിട്ട് ആർജിച്ചാലോ രുചിയിലൂടെ ആർജിച്ചാലോ കയ്യിൽ നിന്ന് പോവും, നഷ്ടപ്പെടും. ലേശാണെങ്കിലും ധാർമ്മികമായിട്ട് ആർജിച്ചാൽ അതിന് രുചി ഉണ്ടാവും, അത് കയ്യിലുണ്ടാവും, നമുക്കൊരു തൃപ്തി ഉണ്ടാവും. നേരെ മറിച്ച് അന്യായമായിട്ട് ആർജിച്ചാലോ എത്ര കയ്യിലുണ്ടെങ്കിലും തൃപ്തി ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു തരുന്നത്. ഔട്ട് ഹൗസിലാണ് നീതി, രുചിയാണ് കൊട്ടാരത്തിൽ. നീതിക്ക് സാമർഥ്യമൊന്നുമില്ല. ഏതായാലും അവൾ വിചാരിച്ച് നന്നായി, ഭർത്താവ് തന്നെ പുറത്താക്കിയത് നന്നായി. കാരണം ഭഗവാനെ തന്നെ പൂർണ്ണ സമയം ഭജിക്കാനുള്ള അവസരം ഉണ്ടായല്ലോ. നോക്കണേ, അതാണ് അവളുടെ കാഴ്ചപ്പാട്. മറ്റത് ഭർത്താവിൻ്റെ കാര്യം നോക്കണത്, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നവളെ കണക്കാക്കി ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആരെ വളർത്തി? മകനെ വളർത്തി. അതിൻ്റെ ഫലം ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തമൻ അകത്തേക്ക് പ്രവേശിച്ചു, പിന്നാലെ ധ്രുവനും പോയി. ഉത്തമൻ 2 കൈയും നീട്ടിയപ്പം വാരി എടുത്തു. ആര്? ഉത്താനപാദൻ. ധ്രുവന് തോന്നി അച്ഛനല്ലേ, അടുത്തേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ മടിയിലിരിക്കണമെന്നപ്പോൾ കുട്ടി മോഹിക്കുന്നത് തെറ്റാണോ? അത് കുട്ടിയുടെ അവകാശമാണ്, തെറ്റൊന്നുമല്ല. ആ കുട്ടിയും ഓടിച്ചെന്നു. തൻ്റെ പ്രായം തന്നെയാണ് ഉത്തമനും. താൻ കൈ നീട്ടിയാൽ അച്ഛൻ ഇതേപോലെ വാരിയെടുക്കും, എൻ്റെ കവളത്തൊരു ഉമ്മ തരുമല്ലോ എന്നൊക്കെ കരുതി ഈ കുട്ടി പോയി 2 കൈയും നീട്ടി അച്ഛനെ നോക്കി. അച്ഛനാണെങ്കിൽ എടുക്കണമെന്ന് മോഹമുണ്ട്. ധ്രുവനെ കണ്ടപ്പോൾ ആർക്കും എടുക്കണമെന്ന് ഇല്ലാണ്ടിരിക്കുക. പക്ഷെ അച്ഛന് പേടിയുണ്ട്. ആരെ പേടി? CCTV ഉണ്ടോ നോക്കുക, സുരുചി അവിടെ എങ്ങാനും ഉണ്ടോ, ഇല്ലെങ്കിൽ എടുക്കായിരുന്നു. അപ്പോഴേക്ക് സുരുചി വന്നു. സുരുചി ചീത്ത പറഞ്ഞു. ആരെ? ധ്രുവനെ. നീ എങ്ങോട്ടാ ഈ ഓടി വന്നത്? കണ്ട കുട്ടികൾക്ക് കയറിയിരിക്കാൻ വെച്ച മൺകോല, അത് മടി കയറിയിരിക്കുകയാണോ രാജാവിൻ്റെ? നിനക്കവിടെ ഇരിക്കാനുള്ള അവകാശമൊന്നുമില്ല. എൻ്റെ മകൻ ഉത്തമനാണ് അവിടെ ഇരിക്കുക. നിന്നെങ്ങോട്ട് പറഞ്ഞയച്ചത് നിൻ്റെ അമ്മയല്ലേ? സിംഹാസനം മോഹിച്ച് വന്നല്ലേ നീ? എന്താണ് എന്തൊക്കെയോ പറയാം. പറഞ്ഞയച്ചത് അമ്മയല്ല, സിംഹാസനം മോഹിച്ച് വന്നതുമല്ല. ഇതൊക്കെ ഇവളെ ഉള്ളിലുള്ളതാണേ. അവൾക്ക് സിംഹാസനം കിട്ടാനാണ് അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. തൻ്റെ മകൻ അവിടെ ഭരിക്കണം എന്നാണ് അവളുടെ ഭാവം. അധികാരം മാത്രമാണ് വിഷയം, നീതി ഒരു വിഷയമേ അല്ല. ഇങ്ങനെയുള്ളവർക്കുണ്ടാവുന്ന അപകടമാണ് ഈ കഥ കാണിച്ചിരുന്നത്. എന്നിട്ട് സുരുചിയുടെ കഥ എന്താ? പിന്നെന്താ ഉണ്ടായി? കാട്ടുതീപ്പെട്ട് പാവം, അവൾ മരിച്ചുപോയില്ലേ? നായാട്ടിന് പോയിട്ട് ഈ മകനും മരിച്ചുപോയില്ലേ? ധ്രുവപദം അലങ്കരിച്ചതാരാ? അത് ഈ ബാലൻ. ബാലതാരമായി മാറിയതാരാ? അത് ഈ ധ്രുവനാണ്. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ചെറുപ്പത്തിലേ വേണം നീതിബോധം. ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നും ഉള്ളിൽ കയറില്ല. നമുക്ക് മനസ്സിലാവണില്ലേ? ഇല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നും ഉള്ളിൽ കയറില്ല എന്ന്. അപ്പം അതുകൊണ്ട് പ്രായം കഴിയുന്നതിൻ്റെ മുന്നേ ഇത് ഉള്ളിൽ കയറ്റണം. ഇതൊക്കെ മനസ്സിലാക്കിയവരാണ് സൺഡേ സ്കൂള് കുട്ടികൾക്ക് ഉണ്ടല്ലോ. അത് ഞാൻ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, പുറത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ? മദ്രസ പഠനം കണ്ടില്ലേ? കുട്ടികളൊക്കെ രാവിലെ പോകുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ കുട്ടികൾക്ക് പറ്റുമോ? എന്നാൽ മറ്റുള്ള മതസ്ഥരെ നോക്കൂ. ഒന്ന് മലപ്പുറത്ത് പോയിട്ട് പുറത്തിറങ്ങി നിന്ന് നോക്കൂ. രാവിലെ നേരത്തെ 5:45 ആകുമ്പോൾ അങ്ങനെ കുട്ടികൾ പോവുക പഠിക്കാൻ.
അങ്ങനെ വേണമെന്നുള്ള വാശിയോണ്ട് പറയല്ല. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ കരുതിയിട്ടാണ്. അച്ഛനമ്മമാരും എല്ലാം വല്ല കൊടുക്കും, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ അവർ കാണാനില്ല. വീട്ടിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല. അവരൊക്കെ ഓൾഡ് ഏജ് ഹോമിലാണ്. ആ കുട്ടിയോട് ഹോംവർക്ക് പറഞ്ഞ കുട്ടി എന്ത് ചെയ്തു? വലുതായപ്പോൾ ഇതിനെ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉണ്ടാക്കി. ഹോംവർക്ക് മാത്രം പോരല്ലോ, വർക്ക് വേണ്ടേ? ആ വർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതല്ല എന്നർത്ഥം. ഇവിടെ അതുണ്ടായിരുന്നു. സുനീതി അത് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ആ ഉണ്ണിയെ കുറേ ചീത്ത പറഞ്ഞെങ്കിലും അതൊന്നും വല്ലാണ്ട് ഏശിയില്ല. എന്നെന്തോ ചീത്ത പറഞ്ഞു മനസ്സിലായി. നിനക്കത്ര മോഹം ഉണ്ടെങ്കിൽ പോയിട്ടേ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക ആരെ? ഭഗവാനെ. എന്നിട്ട് പറയും ഒന്ന് കൊന്നുതരണമെന്ന്. അടുത്ത ജന്മത്തിലെ എൻ്റെ മകനായിട്ട് വന്നാൽ ഇവിടെ ഇരിക്കാം. ഇതൊന്നും ആ കുട്ടിക്ക് മനസ്സിലായി. 5 വയസ്സ് പ്രായമാണ്, എന്ത് മനസ്സിലാവാൻ? എന്നിട്ടും അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ എന്ത് പറയുമായിരിക്കും? സൂരജ് കുറച്ച് കൂടുണ്ട് കേട്ടോ, നീ മിണ്ടല്ലേ, ധ്രുവ ഇങ്ങോട്ട് വാ, അച്ഛനാ വിളിക്കുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എടുത്ത് മടിയിൽ വയ്ക്കുന്ന ആര് കരുതി? ധ്രുവന് വിചാരിച്ചു തെറ്റി, ഇദ്ദേഹം ഒരു സ്ത്രീജിതൻ, ഇതെൻ്റെ അച്ഛനല്ല എന്നും കരഞ്ഞും കൊണ്ട് ആ ഉണ്ണി അവിടുന്ന് നേരെ പോന്നു. അപ്പോഴേക്ക് ഈ വാർത്ത അറിഞ്ഞ സുനീതി മകനെ കാത്തു നിന്നു. ആ ഉണ്ണിയെ വാരിയെടുത്ത് തൻ്റെ സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി ചേർത്ത് പിടിച്ച് ഉപദേശിക്കുകയാണ്. എന്ത്? ചെറിയമ്മയെ നമുക്കൊരു പാഠം അല്ല, മാമംഗളം താത, ഒരിക്കലും ചെറിയമ്മയെ പറ്റി മോശം വിചാരിക്കരുതേ ആണ്. കാരണം കുട്ടികളുടെ ഉള്ളിൽ ചീത്ത വിചാരം ഒരിക്കലും ഉണ്ടാവരുത്. ഒരിക്കലും അവരോട് എന്ത് പറയരുത്? കുറ്റം പറയരുത്. അവരോടൊന്നല്ല, ആരോട് എന്ത് ചെയ്യരുത്? വ്യക്തികളെപ്പറ്റി പരാമർശിക്കാൻ ഒരിക്കലും പാടില്ല. ആശയത്തെ പറ്റി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ചർച്ച ചെയ്യാവൂ. അതാ വേണ്ടത്. നന്നാവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? ചെറിയമ്മയെ ശരിയാക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? കുട്ടി ആദ്യം ആരെ ശരിയാക്കും? കുട്ടി ശരിയാക്കണമെന്നേ മനസ്സിലാക്കുന്നുള്ളൂ. ആദ്യം ചിലപ്പോൾ അമ്മയെ തന്നെ ശരിയാക്കും. കുട്ടികൾ പഠിക്കുന്നതാണ്. വിദ്വേഷം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പറഞ്ഞു കൊടുക്കരുത്. ആ അമ്മ പറഞ്ഞതെന്താ വെച്ചാൽ മാമംഗളം താതാ, ഉണ്ണി നിനക്ക് ആ ചെറിയമ്മയോട് വല്ലതും തോന്നണുണ്ടെങ്കിലേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫല. ആരുടെയാ? നിനക്കിപ്പോൾ ചെറിയമ്മ ചീത്ത പറഞ്ഞപ്പോൾ വിഷമായി എന്നുണ്ടെങ്കിൽ ഇത് ചീത്ത പറഞ്ഞു വിഷമാവണമെന്നില്ലല്ലോ. നിനക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ നീ ആരോ ഇതേപോലെ ഇപ്പോഴല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വിഷമാവില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കും അങ്ങനെയല്ലല്ലോ, അന്ന് ജ്യോത്സ്യം പറഞ്ഞത് മുത്തശ്ശൻ്റെ അച്ഛൻ ചെയ്തതാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്നാണെങ്കിൽ അങ്ങനെ വരില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുത്തശ്ശൻ്റെ അച്ഛൻ ആരായിരുന്നു? ഇയാൾ തന്നെയാണ്. അത്രയേ ഉള്ളൂ. അത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മുത്തശ്ശൻ്റെ അച്ഛൻ ഇയാൾ തന്നെയാണ് പഴയ പൂർവ്വജന്മത്തിലെ. അത്രയേ ഉള്ളൂ. തറവാട് ദോഷമാണ്. എന്തുകൊണ്ട് ഈ തറവാട്ടിൽ തന്നെ വന്ന് പറഞ്ഞു? അല്ല ചോദിക്കണമല്ലോ, വേറെ തറവാടുണ്ടായിരുന്നു. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പാകത്തിന് ആ അച്ഛൻ്റെയും ആ അമ്മയുടെയും മകനായിട്ട് വരുന്നു. അത്രയേ ഉള്ളൂ. ഒരുമിച്ച് ഒരേപോലത്തെ കർമ്മം ചെയ്തവർ ഒരുമിച്ച് കൂടുകയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ബസ് മറിഞ്ഞു, കുറേ പേരങ്ങോട്ട് മരിച്ചു, ആ ഡ്രൈവറെ കുറ്റല്ലേ? വ്യവഹാരത്തിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരേപോലെ മരിക്കേണ്ടവർ ഒരുമിച്ച് കൂടി. എന്താ തെളിവ്? ഒരാൾ അത്ഭുതകരമാവും വണ്ണം രക്ഷപ്പെട്ടു. ഇതാണ് അങ്ങനെ രക്ഷപ്പെട്ടു. അയാൾ മരിക്കേണ്ട ആളല്ല തന്നെ. താല്പര്യം ഒരിക്കലും വേറൊരാളുടെ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. ഇത് ഉറപ്പിക്കണം. എന്താ ഇതിപ്പോൾ പറയാൻ കാരണം ചോദിച്ചാൽ, പലരും എന്തൊക്കെ അപകടങ്ങൾ കാണിക്കുന്നുണ്ട്. കുട്ടിയുണ്ടായിട്ട് കുട്ടിയെ കൊന്നവരൊക്കെ ഉണ്ട് ഇല്ലേ? ആ കുട്ടി ജനിച്ച നാൾ നോക്കിയിട്ട് ഇതാണ് കാരണം എൻ്റെ അപകടത്തിനെന്ന് പറഞ്ഞുണ്ടായ കുട്ടിയെ കൊല്ലുക പറഞ്ഞാൽ എത്ര കണ്ട് അജ്ഞാനമുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. അല്ല ആത്യന്തികമായിട്ട് നോക്കുക, ആ കുട്ടിയുടെ പ്രാരബ്ധം കണക്കാക്കാം. പക്ഷെ അങ്ങനെ മതിയോ? ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ ശാന്തി മുഖ്യല്ലേ? അതിനറിവ് വേണം. മാമംഗളം താതാ, ഒരിക്കലും നമ്മുടെ ദുഃഖത്തിന് വേറൊരാൾ കാരണമാവില്ല. അതുകൊണ്ട് ചെറിയമ്മയെ പറ്റി മോശം വിചാരിക്കണ്ട. ഞാൻ കേട്ടു ചെറിയമ്മ പറഞ്ഞതൊക്കെ. അല്ല, പെറ്റമ്മയായിട്ടുള്ള ഞാൻ പറഞ്ഞു തരാൻ മറന്ന കാര്യം ചെറിയമ്മ പറഞ്ഞല്ലോ. എന്ത്? ഭഗവാനെ ആശ്രയിക്കണമെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താ വെച്ചാൽ ഭഗവാനെ പോയി പ്രാർത്ഥിച്ചിട്ട് കൊന്നു തരണമെന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. അത് മാറ്റി എന്തെടുത്തു? ആ നല്ലത് മാത്രം എടുത്തു. അത് മതി. നമ്മളിപ്പോൾ അങ്ങാടി പോയാൽ കുറേ പലതും വെച്ചിട്ടുണ്ടാവും. എല്ലാം വാങ്ങാറുണ്ടോ? ആ കടക്കാരൻ കഷ്ടപ്പെട്ട് എന്തൊക്കെ കൊണ്ടുവച്ചു ഒക്കെ വാങ്ങിയേക്കാം. അങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ പോയിട്ട് നമുക്ക് വേണ്ടത് എടുക്കും.
ഇവിടെ ചെറിയമ്മ കുറേ ചീത്ത പറഞ്ഞെങ്കിലും അതിൽ നല്ലത് മാത്രം ആരെടുത്തു? സുനീതി എടുത്തിട്ട് അത് ഉപദേശിച്ചു. മാ മംഗളം താത. മറ്റുള്ളവരെ പറ്റി കുറ്റം ഒരിക്കലും ഉള്ളിൽ വിചാരിക്കരുത്, പറയരുത്. ചെറിയമ്മ പറഞ്ഞത് ഭഗവാനെ സേവിക്കണം എന്നല്ലേ, അതാ വേണ്ടത്. അതന്നെ അമ്മയ്ക്കും പറയാനുള്ളൂ. അതാണ് നമ്മളുടെയൊക്കെ അച്ഛനും അമ്മയും ആരാ? ആ ഭഗവാനാണ്. ആശ്രയമായിട്ട് ആരുണ്ട്? ഭഗവാനുണ്ട്. ആരുമില്ലെങ്കിലും ആരുണ്ട്? ആരുമില്ലാത്തവന് ഭഗവാനില്ലേ? അപ്പോൾ ആ അച്ഛനെയാണ് പൂജിക്കേണ്ടത്. ആ അച്ഛൻ പിന്നെ എന്ത് ചെയ്യാറില്ല? കണ്ണുരുട്ടില്ല, കയ്യിൽ വടിയൊന്നുമില്ല, ഓടക്കൊള്ളയുള്ളത്, ഗോപിക്കുറി, നല്ല കാരുണ്യം വഴിയൊഴുകുന്ന കണ്ണുകളാണ്. ആ ഭഗവാന്റെ പുഞ്ചിരി പോലെ, ആ അച്ഛൻ്റെ തലോടൽ പോലെ നമുക്ക് നേരെയാവാൻ. അതുകൊണ്ട് നീ തൽക്കാലം ഉത്താനപാദൻ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ആ അച്ഛൻ്റെ മടിയിൽ പാലാഴി പള്ളി കൊള്ളുന്ന ആളുണ്ടല്ലോ, ആ പൂർണ്ണത്രയീശൻ്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. അനന്തപത്മനാഭൻ്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ ഈ കുട്ടിയുടെ ഉണ്ടായിരുന്ന ആ വിഷമത്തെ എന്ത് ചെയ്തു? ഉള്ളിൽ ചെറിയൊരു തീപ്പൊരി ഉണ്ടായിരുന്നു, അത് അമ്മ എന്ത് ചെയ്തു? ഭഗവാനിലേക്കാക്കി മാറ്റി. വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഭൗതികമായിട്ടുള്ള നേട്ടം ആഗ്രഹിച്ച് കാശ് കുറേ ഉണ്ടാക്കിയിട്ട് അച്ഛനെ വെല്ലുവിളിക്കാം, ഉത്തമനായിട്ട് യുദ്ധം ചെയ്യാം, ചെറിയമ്മയുടെ നേരെ പുറപ്പെടാം. ഒന്നും ചെയ്തില്ല. അതാണ് ഈശ്വരനിലേക്ക് നയിച്ചു. അതാ വേണ്ടത് പറഞ്ഞു കൊടുത്തു. ചെറിയമ്മയും പറഞ്ഞു ഭഗവാനെ ഭജിക്കണമെന്ന്, അമ്മയും പറയുന്നു. ഇനിയിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല, ഉറപ്പിച്ചു. 5 വയസ്സ് പ്രായം, ആ ഉണ്ണി പുറപ്പെട്ടു. ഒന്നും അറിയില്ല കേട്ടോ, അറിയാണ്ടേ പുറപ്പെടണത്. നമ്മളൊക്കെ അറിയാം, പുറപ്പെടുന്നില്ല. അതാ നമ്മുടെ കഥ. ഒന്നും അറിയണ്ട, പുറപ്പെടാൻ തയ്യാറായാൽ അറിവ് വന്നോളും. ആ ഉണ്ണി അങ്ങോട്ട് പുറപ്പെട്ടതും ഭഗവാനെ ഭജിക്കാനുള്ള മന്ത്രം നാരദ മഹർഷി വന്ന് പറഞ്ഞു കൊടുത്തു, ഉപാസിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു, നല്ല സ്ഥലം കാണിച്ചു കൊടുത്തു, നല്ല മന്ത്രം ആണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഉണ്ണി തപസ് ചെയ്തു. അങ്ങനെ ആ തപസ്സിലൂടെ, ഉപാസനയിലൂടെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും എല്ലാത്തിനും നിയന്ത്രിക്കാൻ ആ ഉണ്ണിക്ക് പറ്റി. ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ദേവന്മാർക്കൊക്കെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഭഗവാൻ തന്നെ ഇയാളുടെ ഉള്ളിരുന്ന് തപസ് ചെയ്യണേ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയൊക്കെ ആര് ചെയ്യും? ഭഗവാൻ നമ്മുടെ ഉള്ളിരുന്ന് ചെയ്യും. നമ്മൾ ധാർമ്മികമായിട്ടുള്ള മോഹമാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ന്യായമാണെങ്കിൽ നമുക്ക് കഴിവില്ലെങ്കിലും ഭഗവാനെ ആശ്രയിച്ചാൽ, ആരാധിച്ചാൽ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് അത് ചെയ്യും. കുട്ടിയല്ല തപസ് ചെയ്യണത്, ധ്രുവനല്ല. പിന്നെ ആരാ? ഭഗവാൻ ധ്രുവൻ്റെ ഉള്ളിലിരുന്ന് തപസ് ചെയ്യണം. കുട്ടിയല്ല പരീക്ഷ എഴുതുന്നത്, ആരാ? ടീച്ചറാ. നോക്കി നോക്കൂ, പേപ്പറൊക്കെ നോക്കിയോ. ടീച്ചറിനെ മാർക്കിടും, ടീച്ചറിനെ പാസ്സാക്കും, ടീച്ചറിനെ ഇനിയിപ്പം ഏപ്രിൽ അവസാനം പരീക്ഷ നടത്തി ടീച്ചർ തന്നെ തോറ്റ കുട്ടിയെ മെയ് മാസം ആ പരീക്ഷയിൽ ജയിച്ചു. ടീച്ചർ നീല മഷി കൊണ്ട്, ടീച്ചർ തന്നെ ചുവന്ന മഷി കൊണ്ട് മാർക്ക്, ടീച്ചർ തന്നെ A+. ടീച്ചർക്ക് ഇത്ര കൃപ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യം പറയാനുണ്ടോ? വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? ആ കർമ്മം വേണ്ടതുപോലെ ചെയ്യിച്ചതിൻ്റെ ഫലം ആര് തരും? ചെയ്തതാരാ? ഭഗവാൻ. ഫലം തന്നതാരാ? ഭഗവാൻ. നമ്മളായിരിക്കും നമ്മളിപ്പോൾ എന്തേ ചെയ്തു? ആഗ്രഹിച്ചു ചെയ്യണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഭഗവാൻ ചെയ്യിക്കണം. അതാണ് ഭഗവാനിൽ സമർപ്പിച്ചാലുള്ള ഫലം. ഭഗവാൻ തപസ് ചെയ്യുന്നതുകൊണ്ടാവും ദേവന്മാർക്കൊക്കെ ശ്വാസം മുട്ട അനുഭവപ്പെട്ടു. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ പിന്നെ കറണ്ട് ഉണ്ടാവും. ഭഗവാനാണ് തപസ് ചെയ്യണത് ശ്വാസം അടക്കി വെച്ചിട്ട്. ദേവന്മാർ പ്രയാസപ്പെട്ടു, ഭഗവാന്റെ അടുത്ത് വന്ന് കരഞ്ഞപേക്ഷിച്ചു. ആ ഉണ്ണിക്ക് എന്താ വേണ്ടത് വെച്ചാൽ എടുത്തു കൊടുക്കൂ. ശരി, എന്നാൽ അങ്ങനെയാവാം. ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. ആ ഉണ്ണിക്ക് തന്നെ കാണാൻ എത്ര കണ്ട് മോഹമുണ്ടോ അതിൻ്റെ 100 ഇരട്ടി മോഹം ഭഗവാന് ആ ധ്രുവനെ കാണാൻ. മധോർവനം ഭൃത്യതിദൃക്ഷയാഗത. ആ ഉണ്ണിയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാൻ മധുവനത്തിലെത്തി. ശംഖചക്ര ഗദാധാരിയായി ദർശനം. പക്ഷെ ആ ഉണ്ണി കണ്ണ് തുറക്കണില്ല, കാരണം ഹൃദയത്തിൽ ഭഗവാനെ കാണുന്നുണ്ട്. അതങ്ങോട്ട് മറച്ച സമയത്ത് ആ ഭഗവാൻ എവിടെ പോയി എന്ന മട്ടിൽ ഞെട്ടി കണ്ണ് തുറന്നപ്പം തൻ്റെ മുന്നിൽ ആ ഭഗവാൻ. ഏതൊരു രൂപമാണോ താൻ ഇത്രയും നേരം തൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചത്, തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് ആ രൂപം. എന്താ വേണ്ടു ആ ഭഗവാന് താൻ? 1000 കൈകളുണ്ടെങ്കിൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കായിരുന്നു. അല്ല, ചാടിക്കേറിയ കവളത്തൊരു ഉമ്മ കൊടുത്താലോ? അല്ല, ഒന്ന് പ്രദക്ഷിണം വെച്ച് അങ്ങോട്ട് നമസ്കരിച്ചാലോ? പോരാ, ആ ഭഗവാനെ കണ്ട സ്ഥിതിക്കൊന്ന് സ്തുതിച്ചാലോ? സ്തുതിക്കാനായിട്ട് കഴിവുണ്ടോ? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സംസ്കൃതം അറിയോ? അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എങ്ങനെയാണ്? ഒന്നും അറിയില്ല. പക്ഷെ എന്താ ആഗ്രഹമുണ്ട്? 5 വയസ്സ് കുട്ടിക്ക് സ്തുതിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് കണ്ട ഭഗവാൻ. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിവ് ഞാൻ തരാലോ. കയ്യിലുള്ള ജ്ഞാനമയേന കമ്പുന, തൻ്റെ ജ്ഞാനമയം, കമ്പു പറഞ്ഞ ശംഖ്, ശംഖ് ജ്ഞാനത്തിൻ്റെ പ്രതീക. ആ ശംഖം കൊണ്ട് ആ ഉണ്ണിയുടെ കവിളങ്ങോട്ട് തൊട്ടതും യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. ആ
അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഒന്നും അറിയാത്ത എന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാനാക്കിയില്ലേ അങ്ങ് എന്നാണ്. ഇതാണ് യോ അന്തപ്രവിശ്യ, എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കണ എൻ്റെ വാക്കിനെ ഉണർത്തി. ഈ വാക്കിനെയൊക്കെ വേണ്ടതുപോലെ ആക്കുന്നില്ലേ? അതെനിക്കറിയാം. ആരല്ല? അത് ഞാനല്ല, അത് അങ്ങയുടെ കാരുണ്യമാണ്. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ ഭഗവാൻ നമസ്കരിച്ചു എന്നാണ്. നാവിന് മിണ്ടാൻ പറ്റുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. കണ്ണിന് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ചെവിക്ക് കേൾക്കാൻ പറ്റുന്നത് അത് തിരിച്ചറിയണം. എൻ്റെ കേമത്വം കൊണ്ടാന്ന് പറയരുത്, അത് കരുതേണ്ട കാര്യമാണ്. അതാണ് ഈ ഉണ്ണിയുടെ സ്തുതി. ഭഗവാൻ ധ്രുവനോട് പറഞ്ഞു, നീ അധികം ഒന്നും പറയണ്ട, നിൻ്റെ ആഗ്രഹമൊക്കെ എനിക്ക് നിശ്ചയുണ്ട്. നീ 36,000 കൊല്ലം രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ആ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഇരുന്നാൽ തിരക്കടില്ല എന്നൊക്കെ ആർക്കുണ്ട്? ഉള്ളിൻ്റെ രാജാവല്ലേ, ക്ഷത്രിയനല്ലേ, അല്ലേ, യേശൊരു രജോഗുണമൊക്കെ ഉണ്ട്. ഭഗവാൻ പറഞ്ഞു ആവട്ടെ. കാരണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീരന്നെ വേണം. എന്ത് വേണം? അല്ല, നമുക്കിപ്പോൾ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ തീരന്നെ വേണം. തീർന്നില്ലെങ്കിൽ ആ മോഹമുള്ളിൽ കിടന്നാൽ ഈശ്വരനിലേക്ക് എത്തില്ല. എത്തുമോ? തോന്നുന്നുണ്ടോ അങ്ങനെ? ആ ഉള്ളിലൊരു ത്വര ഉണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല, ഭഗവാനിലേക്ക് എത്താൻ തോന്നില്ല. ആ ആഗ്രഹം കണ്ട് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കണം. ലേശം നേരം സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള ആ ധ്രുവനെ ഭഗവാൻ എന്താ അനുഗ്രഹിച്ചത്? 36,000 കൊല്ലം. ധ്രുവൻ ഭരിക്കുമ്പോൾ പറയും, മതിയ ഈശ്വര, ഇത്ര വയ്യ, ഇനി മേലാൽ സിംഹാസനം ആഗ്രഹിക്കില്ല. അങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മൾ കേമെന്ന് കരുതിയിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിക്കും. ഇരുന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുക പ്രശ്നം. പേടിക്കണ്ട, അവസാനം നീ എന്നിലെത്തോട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്ന് പോയി. തിരിച്ചു പോകുന്നു ധ്രുവൻ. ആ ധ്രുവനെ വരവേൽക്കാൻ മുന്നിൽ തന്നെ നിൽക്കുന്നത് ആരാ? ചെറിയമ്മ, സൂര്യജി ചെറിയമ്മ. ചെറിയമ്മയെ ആദ്യം നമസ്കരിച്ചു. ചെറിയമ്മ ചീത്ത പറഞ്ഞുകൊണ്ടാട്ടോ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഞാനെപ്പോഴും അവിടെ കാർട്ടൂണും കണ്ട് അവിടെ കണ്ടിരിക്കുന്നുണ്ടാവും. കാട്ടിലും പോവില്ല, ഭഗവാനും കാണില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചെറിയമ്മ ചീത്ത പറഞ്ഞു എന്ന് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. അന്ന് ചീത്ത പറഞ്ഞത് നന്നായി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഇടയ്ക്കൊന്ന് തോൽക്കണത് നല്ലതാണ്. എപ്പോഴും ജയിച്ചാൽ എപ്പോഴും തോറ്റാൽ പിന്നെ താങ്ങാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ചീത്ത കേൾക്കണം, ഇടയ്ക്കൊക്കെ അപമാനിതനാവണം, ഒക്കെ വേണം. ഇതൊന്നും കേൾക്കാണ്ട് കുട്ടികൾ വളരുന്നത് അന്ന് പ്രശ്നം. ഒന്നും പറയാൻ വയ്യ. എന്തേ പറഞ്ഞാൽ ആത്മഹത്യ. ഒന്നും വേണ്ട, കാരണം ഒന്നും ദൂരം പറഞ്ഞില്ല. അതിൻ്റെ കുട്ടികളെ പേടിച്ച് കഴിയുക രക്ഷിതാക്കൾ. അല്ലാത്ത അവസ്ഥയാണത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്ത് വേണം? ഒരു ചീത്തയൊക്കെ കേൾക്കണം, ഇടയ്ക്ക് അടിക്കേണ്ടി വന്നാൽ അടി കൊടുക്കണം, പ്രതിസന്ധികൾ തരണം ചെയ്ത് പഠിക്കണം. അതാ വേണ്ടത്. ഇവിടെ ധ്രുവൻ പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞത് നന്നായി, അതുകൊണ്ടാണ് ഈ ഒരു കരുത്ത് എനിക്ക് ഉണ്ടായത്. ഇല്ലെങ്കിലോ പ്രതിസന്ധികളെ ചവിട്ടുപടിയാക്കണം. നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തടസ്സാ തോന്നും. പേടിക്കണ്ട, തിരിഞ്ഞോടും ചെയ്യരുത്. നല്ലോണം നോക്കിയാൽ മനസ്സിലാവും തടസ്സമല്ല, അത് സ്റ്റെപ്പാ. എന്താണ്? അങ്ങനെ കയറി മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. ഇതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം പ്രതിസന്ധികളായിട്ട് നിൽക്കുന്നത് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ അതെനിക്ക് ഉയരാനുള്ള അവസരമാണെന്ന് അറിഞ്ഞ് ദുഃഖം വരുമ്പം ഉയരുക, ഭഗവാനിലേക്ക് അടുക്കുക. 2 വഴിയുണ്ട്. ദുഃഖം വന്നാൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ലഹരിയുടെ പിന്നാലെ പോവാം, നശിക്കാം, സാഹചര്യത്തെ പഴി പറയാം. അങ്ങനെ ആയതുകൊണ്ട് അത് പറയാം. അല്ലെങ്കിൽ നേരെ ആവാം. സാഹചര്യത്തെ പഴി പറയുന്നത് വലിയ അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ ഇതിലും കഷ്ടമായ സാഹചര്യത്തിൽ ഇരുന്നിട്ട് നേരെയായി എത്രയോ പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? ഉണ്ടല്ലേ? എത്ര മഹാത്മാക്കൾ വളരെ കഷ്ടമായിട്ടും വളരെ മോശമായ സാഹചര്യത്തിൽ വന്നിട്ടും അവരുടെ പ്രയത്നം കൊണ്ട്, അവർ നേരിയ ഇച്ഛാശക്തി കൊണ്ട് ആണ്. അതുകൊണ്ട് വിവേകിയാണെങ്കിൽ നേരെയാവും. ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയായത്, ചാലക്കുടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയായത്, ഈ വീട്ടിലായതുകൊണ്ടാണ്, ഈ അച്ഛനായതുകൊണ്ടാണ് ഞാൻ. അതിലൊന്നും വലിയ അർത്ഥമില്ല. അതാണ് കാണിച്ചിരുന്നത്. നമ്മളെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം എവിടെ ഇരുന്നാലും ഞാൻ എന്ത് ചെയ്യും? നേരെയാവും എന്ന് ഉറപ്പിക്കുക വേണ്ടത്. എന്നാണ് ഈ ധ്രുവൻ്റെ കഥ കാണിച്ചിരുന്ന പാഠം. ഏതായാലും ധ്രുവന് രാജ്യഭാരം ഏൽപ്പിച്ചു. ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ, ഉത്തമൻ നായാട്ടിന് പോയി, യക്ഷന്മാർ വധിച്ചു. അന്വേഷിച്ചു പോയ അമ്മ കാട്ടത്തിൽ പെട്ട് മരിച്ചു. യക്ഷന്മാരോട് വൈരം വർദ്ധിച്ചു ധ്രുവന്. കുറേ യക്ഷന്മാരെ ആര് വധിച്ചു? ധ്രുവൻ വധിച്ചു. ആ സമയത്ത് സ്വയംഭൂമനു വന്ന് ഉപദേശിക്കുകയാണ്. മുത്തശ്ശന ആരുടെ? ധ്രുവൻ്റെ മുത്തശ്ശനാണ്. ധ്രുവൻ്റെ അച്ഛൻ ഉത്താനപാദൻ്റെ അച്ഛനാണ് ആര്? സ്വയംഭൂമനു. ഈ സ്വഭാവം ശരിയല്ല. ശരിയാണ്, നിൻ്റെ സഹോദരനെ അവർ വധിച്ചുകൊണ്ടത് ശരി തന്നെയാണ്. പക്ഷെ നീ ഇപ്പം എത്ര പേരെ വധിച്ചു? ഇത് ശരിയാണോ? നമ്മൾ ക്ഷമിക്കല്ലേ വേണ്ടത്.
അലം വത്സ അതിരോഷേണ. ഇതിപ്പം നീ കുറേ പേരെ വധിച്ചു. ഈ ഒരു രോഷം അത്ര നല്ലതല്ല, വിഷ്ണു ഭക്തന്മാർക്ക് ചേർന്നതല്ല ഈ സ്വഭാവം. 5 വയസ്സ് പ്രായത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാ നീ, അതൊക്കെ നീ മറന്നു. അങ്ങനെയുള്ള നീ ഇങ്ങനെ ചെയ്യുമ്പം നിനക്കിപ്പം ആ മന്ത്രം നീ ജപിക്കാറില്ലേ? എന്ത് ദ്വാദശാക്ഷരി മന്ത്രം? അതുതന്നെയാണ് പ്രശ്നം. ജപം നിന്നു, ഐശ്വര്യവും സമ്പത്തും വന്നപ്പോൾ എന്ത് പറ്റി? ലേശം ലേശമായിട്ട് തൻ്റെ ഉപാസന കുറഞ്ഞു വന്നു. അതപ്പം തന്നെ ഉണ്ടാവും. അതാണ് ഈ കഥ കാണിച്ചിരുന്നത്. അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി ധ്രുവൻ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത് പ്രായശ്ചിത്തായിട്ട്? കുബേരനെ പോയി കാണുക, യക്ഷന്മാരുടെ അധിപൻ കുബേരന. അയാളോട് ചോദിക്കുക എന്താണ് ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന്. ചെന്നു കുബേരനെ പോയി കണ്ട് തൊഴുതു നമസ്കരിച്ചു. കുബേരൻ ഈ ധ്രുവൻ്റെ വിനയം കണ്ടപ്പം ശപിക്കാൻ തോന്നിയില്ല. തൻ്റെ ഭൃത്യന്മാരെ വധിച്ച ധ്രുവനെ കണ്ടപ്പം ശപിക്കാൻ തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിലെ തിളക്കം, തൻ്റെ മുന്നിലുള്ള വിനയം ഒക്കെ കണ്ട സമയത്ത് അനുഗ്രഹിച്ചു. എന്ത് വരാ ധ്രുവ നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ. ധ്രുവൻ പറഞ്ഞു, എനിക്കൊരു വരം വേണ്ട. അല്ല അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ. ധ്രുവൻ പറഞ്ഞു, ഇത്രയും അബദ്ധം എനിക്ക് പറ്റാൻ കാരണം ഭഗവാനെ ഞാൻ മറന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ഞാൻ മറന്നു പോകരുതേ എന്നാണ്. ഹരൗസവ്രേ അചലിതാം സ്മൃതിം യയാ. ഭഗവാനിൽ എപ്പോഴും മനസ്സ് നിൽക്കണം. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അഹങ്കരിച്ച് പോകരുത്. അങ്ങനെ അനുഗ്രഹിക്കുമോ? അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നീട് അനവധി കാലം അദ്ദേഹം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞു. നിസ്സാരത ബോധ്യപ്പെട്ട് ഈ സ്ഥലം വിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? ഗംഗാതീരത്ത് പോയി. അവിടെ ഇരുന്ന് ശാന്തമായിട്ട് ഭഗവാനെ ഭജിച്ചു. യമൻ വന്നു. എല്ലാവരും യമൻ്റെ ദണ്ട് കൊണ്ടുള്ള അടി വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോവുക. കാലൻ വന്നു. കാലനോട് ധ്രുവൻ പറഞ്ഞു, അടിച്ചോളൂ, എനിക്ക് ഈ ശരീരം ആവശ്യമില്ല, അടിച്ചോളൂ എന്ന് പറഞ്ഞു. കാലൻ പറഞ്ഞു, എനിക്ക് നിന്നെ അടിക്കാൻ പറ്റില്ല, കാരണം നിൻ്റെ കവിള് ആ ഭഗവാന്റെ ശംഖം കൊണ്ട് ഭഗവാൻ സ്പർശിച്ചില്ലേ. ഭഗവാൻ തൊട്ടൊരാളെ അടിക്കാനുള്ള അവകാശം എനിക്കില്ല. നീ എൻ്റെ തലയിൽ ചവിട്ടിയിട്ടേ വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ. അംഗീകരിക്കണം. എന്താണ്? ഞാൻ കാലനാ, എല്ലാവർക്കും എന്നെ പേടിയാണ്. അപ്പം നീയും പേടിച്ച പോലെ ഒന്ന് അത് വേണ്ടേ? അതുകൊണ്ട് എന്നെ ഒന്ന് അംഗീകരിക്കണേ എന്ന് പറഞ്ഞു. ആ മൃത്യുവിൻ്റെ മൂർധാവിൽ ചവിട്ടി അത്ഭുത ഗൃഹത്തിലേക്ക് ധ്രുവൻ പ്രവേശിച്ചു. അതൊക്കെ കഥാരൂപത്തിൽ വർണ്ണിക്കുകയാണ്. മൃത്യോർമ്മ അമൃതം ഗമയ. അതാണ് ഉപനിഷത്ത്. അതങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ എത്ര കാലം ഇത് കേൾക്കണു? മൃത്യോർമ്മ അമൃതം ഗമയ, നിനക്കതിലും വലിയ ഗമയ എന്നൊക്കെ പറഞ്ഞിരിക്കുക നമ്മൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചത്. ആ പറഞ്ഞതിൻ്റെ സാരമാണ് ഇപ്പോൾ ഈ കഥ. അരമണിക്കൂർ കഥ പറഞ്ഞതെന്താ? മൃത്യുവിനെ തീർത്തിട്ട് അവിദ്യയാ മൃത്യും തീർത്തുക വിദ്യയാമൃതമശ്നുതേ. അവിദ്യയാകുന്ന മരണത്തെ ചവിട്ടിമാറ്റി അറിവാകുന്ന അമൃത് കുടിക്കൂ. എന്താണ്? അതാണ് പറഞ്ഞത്. അതാണ് ചവിട്ടിമാറ്റി മൃത്യുവിനെ. എന്നിട്ടോ ആ അത്ഭുത ഗൃഹം വൈകുണ്ഠം എന്ന് പറഞ്ഞ അമൃത് അതാര് കുടിച്ചു? അതാ ധ്രുവൻ. നീതിയിലൂടെ ചെന്ന് ഈശ്വര കഥകൾ കേട്ട് ആ മനുഷ്യജന്മം സാർത്ഥകമാക്കി ആര്? ആ ജീവൻ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോഴും അമ്മയെ മറന്നില്ല. തൻ്റെ ആദ്യത്തെ ഗുരുനാഥ ആരാ? മാതൃമാൻ, പിതൃമാൻ. ഏറ്റവും ആദ്യത്തെ ഗുരുനാഥ അമ്മ തന്നെയാണ്. അതേത് ജന്തുവിനാണെങ്കിലും അമ്മയെ പഠിപ്പിക്കുക. ഓക്കെ, നിൽക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ തുടക്കത്തിൽ ഒക്കെ അമ്മ ഒന്ന് ശരിയാക്കും. അതുകൊണ്ട് ആ അമ്മയെ മറന്നില്ല. വിമാനം വന്നു. വിമാനത്തിൽ പ്രവേശിച്ച സമയത്ത് അത് പുറപ്പെടാൻ ഒരുങ്ങിയപ്പം ധ്രുവൻ ചോദിച്ചു, അല്ല അമ്മയോടെ? അമ്മയ്ക്കില്ലാത്ത വൈകുണ്ഠം എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാ? അമ്മയാണ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉള്ളവർ പറഞ്ഞു, അമ്മയ്ക്ക് വൈകുണ്ഠം കിട്ടില്ല നീ വിചാരിച്ചോ? പുരോയാനേന ഗച്ഛതി. നിന്നെപ്പോലെ നല്ലൊരു മകനെ വാർത്തെടുത്ത അമ്മ ആദ്യം വൈകുണ്ഠത്തിൽ എത്തുന്നുണ്ടതാ. ആ മുന്നേ പോണ വിമാനത്തിൽ ആരുണ്ട്? നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ സമയത്ത് അത് കണ്ട് ആർക്ക് സന്തോഷമായി? ധ്രുവന് സന്തോഷമായി. അതാണ് ഈ കഥയുടെ താല്പര്യം. എങ്ങനെ വേണം മക്കളെ വളർത്തുക എന്നാണ് ഈ കഥ കാണിച്ചത്. തൊട്ട് മുമ്പുള്ള കഥ, ദക്ഷൻ്റെ കഥ, എങ്ങനെ വളർത്തരുത് എന്നാണ് കാണിച്ചത്. ദക്ഷൻ്റെ അച്ഛനാരാ? ബ്രഹ്മാവായിട്ട് കാര്യമൊന്നുമില്ല. മക്കളെ വേണ്ട പോലെ വളർത്തിയില്ലെങ്കിൽ മക്കളെ തല തന്നെ പോവും. അഹങ്കാരിയായിട്ട് മാറല്ലേ ഉണ്ടായത്. കാരണം മക്കൾ കാണിക്കുന്ന എല്ലാ അഹമ്മതിക്കും കൂട്ടൊന്നും പറയാൻ വയ്യ. പക്ഷേ ഒന്നും മിണ്ടിയില്ല സ്നേഹം കൊണ്ടേ. അങ്ങനെ വഷളായി. എന്നാൽ സുനീതിയാവട്ടെ ചെറുപ്പത്തിലെ ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തി. അതുകൊണ്ട് കേമനായിട്ട് മാറി ഈ ധ്രുവൻ. ഇതാണ് ധ്രുവൻ്റെ കഥ. ഈ കഥ പ്രജേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ആരാ പ്രജേതസ്സുകൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ കഥ വർണ്ണിക്കുന്നത്. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ വേനൻ എന്ന രാജാവ്, ആ രാജാവ് വളരെ ദുഷ്ടനായിരുന്നു. അവസാനം അദ്ദേഹം ഭഗവാന്റെ ഇച്ഛ
മരിച്ചു. പക്ഷേ ആ അമ്മയ്ക്ക് മകനോടുള്ള മമത ഇവനെ എണ്ണത്തോണിയിൽ വെച്ച് സൂക്ഷിച്ചു. രാജാവ് ഇല്ലാണ്ട് വന്നപ്പം ഋഷിമാർ വന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ്റെ ദുശ്ശീലം മുഴുവൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. നമ്മളുടെ ദുശ്ശീലം മുഴുവൻ എടുത്ത് കളഞ്ഞാൽ പിന്നെ ആര് ശോഭിക്കും? നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്, പക്ഷേ ഈശ്വരന് പുറത്തേക്ക് വരാൻ പറ്റണില്ല. കാരണം മുന്നിൽ ചെകുത്താൻ നിൽക്കുക. അവിടെ ബുദ്ധിമുട്ട്. നമ്മളുള്ളിലും ദൈവികതയുണ്ട്, ആസുരികതയുണ്ട്. ദൈവികത ശോഭിക്കണമെങ്കിൽ ഉള്ളിലുള്ള ആ ആസുരീയത എടുത്തങ്ങോട്ട് കളയണം. അതിനെ കടഞ്ഞ് കളയുക എന്ന് പറഞ്ഞാൽ അതിനെ പുറത്താക്കണം എന്നർത്ഥം. അതാണ് താല്പര്യം. അങ്ങനെ കാല് കടഞ്ഞങ്ങോട്ട് ആ ഉള്ളിലുള്ള അസുരനെ എടുത്തങ്ങോട്ട് കളഞ്ഞ സമയത്ത് 2 കൈകളും വേദമന്ത്രം ജപിച്ച് കടഞ്ഞപ്പം അതിൽ നിന്ന് മിഥുനം സമപദ്യത, ഭഗവാൻ തന്നെ അവതരിച്ചു. ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും വന്നു. പേരൊന്ന് മാറ്റി, പൃഥു അർച്ചിസ്. വേനൻ എന്ന ദുഷ്ടൻ്റെ ഉള്ളിൽ നിന്ന് ആരുണ്ടായി? ഈശ്വരൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ ഉള്ളിലും ശാന്തിയും സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ദുഃഖിച്ചിരിക്കാൻ കാരണം ഉള്ളിൽ കാട്ടാളൻ്റെ പ്രഭാവമാണ് കൂടുതൽ. അത്രയേ ഉള്ളൂ. നല്ല വെളിച്ചണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ കരി പിടിച്ച പാത്രം കൊണ്ട് മൂടി വെച്ചാലോ? ചിലർക്ക് അങ്ങനെ കാണാം. പണ്ട് കാലത്തൊക്കെ വിളക്ക്, കുപ്പി വിളക്ക്, ഗ്ലാസിൻ്റെ വിളക്കാവുമല്ലോ. അപ്പോൾ അമ്മമാരൊക്കെ ചെയ്യണ ഏർപ്പാടുണ്ട്. ഒരു 4 മണിയായി തുടങ്ങും, കൊഴൽ തുടയ്ക്കും. തുടച്ചാലേ സന്ധ്യ രാത്രിയായി കഴിഞ്ഞാൽ വിളക്ക് വേണ്ടത്ര വെളിച്ചുണ്ടാവുള്ളൂ എന്നാണ്. അത് 10-30 ദിവസം തുടച്ചില്ലെങ്കിൽ എന്താ കഥ? വിളക്ക് കത്തുന്നുണ്ട് തന്നെ തോന്നില്ല. അത് കത്തുണ്ടോ നോക്കാൻ വേറെ ടോർച്ചടിച്ച് നോക്കണം. ആ വെളിച്ചല്ലായല്ല, പക്ഷേ ആ ആ കുഴലിൽ പുക വന്നിട്ടാണ് ഈ പ്രശ്നേ. അതുകൊണ്ട് തുടയ്ക്കണം. അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലുള്ള ചൈതന്യം പുറമേക്ക് പ്രകടമാവണില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ചൈതന്യമുണ്ട്, അത് പ്രകടമാവുന്നില്ലെങ്കിൽ മനസ്സിലുള്ള കൽമഷം, കളങ്കമാണ്. അതുകൊണ്ടാണ് സന്തോഷമായിട്ടൊന്നും ചിരിക്കാൻ പറ്റണില്ല. ഉള്ളിലുണ്ട് ഈശ്വരൻ ചിരിച്ചും കൊണ്ട്, പക്ഷേ പുറമേക്ക് അങ്ങനെ നിൽക്കുക. ഒരു 10 ചാക്ക് സിമെൻറ്റ് വെച്ചതുപോലെ തലയിൽ. ചിരിച്ചുകൂടെ സന്തോഷമായിക്കൂടെ ചോദിച്ചാൽ പറ്റണില്ല. അപ്പോൾ ആ കാട്ടാളിനെ എന്ത് ചെയ്യണം? എടുത്തങ്ങോട്ട് കളഞ്ഞാൽ ദൈവികത പ്രകാശിക്കും എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥ. കഥയൊന്നും വിസ്തരിക്കണില്ല, കാര്യം പറഞ്ഞ് പോവുക, അത്രയും ഉദ്ദേശിക്കണുള്ളൂ. അങ്ങനെ പൃഥുവും അർച്ചിസും നല്ല ഭരണാധികാരി എങ്ങനെയാവണമെന്ന് ആ പൃഥു വർണ്ണിക്കുകയാണ്. പ്രജകളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്തു. ഭൂമിയുടെ നേരെ യുദ്ധം പുറപ്പെട്ടു. ഭൂമിയുടെ നേരെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ കൃഷി ചെയ്തു എന്നർത്ഥം. എന്താണ്? പാറ പൊട്ടിച്ചു എന്നല്ല, അങ്ങനെ എടുക്കരുത്. യുദ്ധം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു. തൻ്റെ പ്രജകൾക്ക് വേണ്ടതൊക്കെ കൊടുത്തു. വേണ്ടതൊക്കെ കൊടുക്കുക പറഞ്ഞാൽ അവർക്ക് ആഹാരവും വസ്ത്രവും കൊടുത്താലായില്ല. അവർക്ക് എന്തും കൊടുക്കണം? ഈശ്വര എന്നുള്ള വിചാരം കൂടിയും കൊടുത്താലേ പൂർണ്ണാവുള്ളൂ. ശാന്തിയും സമാധാനം കൊടുക്കണ്ടേ? ആഹാരം മാത്രം കൊടുത്താൽ മതിയോ? ആഹാരം കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വേണം തോന്നും, അത് തീരൊന്നുമില്ല. ആൾ മോശമായെന്നും വരും. മനസ്സ് ശുദ്ധാക്കലാണ് പ്രധാനം. അതുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം ആത്മജ്ഞാനം തൻ്റെ പ്രജകൾക്ക് ഉപദേശിച്ചു. നല്ലൊരു ഭരണാധികാരിയാണെങ്കിൽ അതും വേണം. തത്വാർത്ഥങ്ങളൊക്കെ പ്രജകൾക്ക് മനസ്സിലാവുന്ന മട്ടിൽ അവസരമൊരുക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അവസാനം പ്രജകളൊക്കെ സന്തോഷിച്ചു. അയാളുടെ വലിയൊരു ഗുണം എന്താ ചോദിച്ചാൽ, അദ്ദേഹം യാഗം നടത്തുമ്പോഴേ അത് മുടങ്ങി. 99 യാഗം ചെയ്തു. 100ാമത്തെ യാഗം ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് അത് മുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായില്ല. നമുക്കാണെങ്കിലോ മുടങ്ങിയ വിഷമാവില്ലേ? അദ്ദേഹത്തിനൊരു വിഷമവുമില്ല. മുടങ്ങിയത് നന്നായി. കാരണം ആ അഹങ്കാരം ഇല്ലാണ്ട കഴിഞ്ഞു എന്നാല് കണക്കാക്കി, ആ പൃഥു കണക്കാക്കി. അതാണ് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടത്. സമചിത്തവർത്തി. മുടങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒരുപോലെ, അങ്ങനെ ഒക്കെ ഭഗവാന്റെ സങ്കല്പം എന്ന് കാണാൻ പറ്റണമെങ്കിൽ നമുക്കാണെങ്കിൽ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അഭിമാനം കൂടി വരും. 100 യാഗം ചെയ്താൽ എന്താ അഭിമാനം ഉണ്ടാവും? ഞാൻ 100 യാഗം ചെയ്തവനാണേ. ചിലൊക്കെ സപ്താഹം നടത്തിയിട്ട് എണ്ണം പിടിക്കുന്നവരുണ്ട് അല്ലേ? ഞാൻ 100 സപ്താഹം നടത്തി. ചിലൊക്കെ ചോദിക്കും, തിരുമേനി എത്ര എണ്ണം നടത്തി? നോട്ടീസിൽ വെക്കാനാ? നമ്മളെന്തോ ഭാഗ്യം കൊണ്ടതൊന്നും ആദ്യം തന്നെ നോക്കാൻ തന്നിട്ടില്ല. എന്തിനാ അതിൽ അഭിമാനിക്കണം എന്നാണ്. നോക്കിച്ച് തെറ്റുന്നല്ല, എന്തിനാ ഇപ്പോൾ എന്താ ഇപ്പോൾ അതിലൊക്കെ കഥ? അത് നോക്കിയിട്ടാണോ ആചാര്യൻ്റെ കേമത്തിളക്കണത്? ആണോ? ഒരു സപ്താഹം നടത്താത്ത നല്ല മഹാത്മാക്കളാചാര്യന്മാർ എനിക്ക് പരിചയമുണ്ട്. ഒക്കെ നിശ്ചയുണ്ട്, ഒക്കെ ഉണ്ട്. സപ്താഹം നടത്തില്ല. അത് താല്പര്യമില്ല. അതിന് വേറെ കുറേ വിഷയങ്ങളുണ്ട്. സപ്താഹം ആകുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കമ്മിറ്റിക്കാർക്കനുസരിച്ച് നിൽക്കേണ്ടി വരും. ചില അമ്പലങ്ങളിൽ പോയാൽ പല പെരുമാറ്റം ഉണ്ടാവും. അതൊക്കെ വലിയ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇല്ല, അങ്ങനെയുള്ളവരുമില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നല്ല മുഖ്യം എന്നർത്ഥം. കാര്യം അറിയാൻ സമാധാനമായിട്ടിരിക്കുക, അതാണ് പ്രധാനം. സമചിത്തവർത്തി. ഒരു അഭിമാനവും അഹങ്കാരവും ഇല്ലാത്തൊരാൾ പൃഥു. യാഗം നടന്നപ്പോഴും സന്തോഷം, മുടങ്ങിയപ്പോഴും ഭഗവാന്റെ സങ്കല്പം. ഇങ്ങനെ കണക്കാക്കിയപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു.
പൃഥ്വിരാജാവിൻ്റെ മുന്നിൽ. അങ്ങയുടെ യാഗം കണ്ട് സന്തോഷിച്ച് വന്നതല്ല. എന്താണ്? അതാ പറയുന്നത്. അങ്ങയുടെ യാഗം കണ്ട് സന്തോഷിച്ച് വന്നതല്ല, അങ്ങയുടെ തപസ് കണ്ട് വന്നതല്ല. പിന്നെ എന്ത് കണ്ടു വന്നതാ? യത് സമചിത്തവർത്തി എന്നാണ്. അങ്ങയുടെ സമചിത്തവർത്തിത്വം. ജയിച്ചപ്പോഴും പരാജയപ്പെട്ടപ്പോഴും, യാഗം നടത്തുമ്പോഴും മുടങ്ങിയപ്പോഴും ഒക്കെ അങ്ങയുടെ മനസ്സിനൊരു ചലനം ഉണ്ടായില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വരാൻ കാരണം. എന്താ അനുഗ്രഹം അങ്ങയ്ക്ക് വേണ്ടു ചോദിച്ചപ്പോൾ ആ പൃഥു നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. മഹാത്മാക്കളെ കണ്ടാൽ, ഭഗവാനെ കണ്ടാൽ ചോദിക്കേണ്ടത് എന്താ? തുച്ഛങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുതേ. മഹത്തമാന്തരം ഹൃദയാൻ മുഖച്യുതോ വിധത്സ്വ കർണായുധം ഏഷമേവര. എത്രയോ മഹാത്മാക്കൾ ഭഗവാനെ അവിടുത്തെ കഥകൾ പല ദിക്കിലും ഇരുന്ന് ഉള്ളിൽ അനുഭവിക്കുന്നത് പുറമേക്ക് അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് കോരിക്കുടിക്കാൻ പാകത്തിന് ഒരു 10,000 ചെവികൾ തരുമോ? ഈശ്വര കഥകൾ കേൾക്കാനുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാക്കി തരുമോ? മനസ്സ് കളങ്കാവാണ്ടിരിക്കണമെങ്കിൽ ഈശ്വര കഥകൾ കേട്ടുകൊണ്ടിരിക്കണം. വലിയൊരു പാത്രമാണ്, ആ പാത്രത്തിൻ്റെ അടിയിൽ അഴുക്കുണ്ട്, ചളിവെള്ള, എടുത്ത് കമഴ്ത്താൻ പറ്റില്ല. മനസ്സങ്ങനെയാണ്. മനസ്സിനെ പറ്റിയാൽ പറഞ്ഞതിപ്പോൾ ഉണ്ട്, അവിടെ ലേശമൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇല്ലാണ്ടിയാക്കുകയാണെന്ന് വെച്ചാൽ എന്ത് ഇതിനും കിട്ടില്ല. എന്തു ചെയ്യും? വഴിയുണ്ട്. എന്താ വഴി വെച്ചാൽ നല്ല വെള്ളം ധാരാളമായിട്ട് അതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. തുടരെ നല്ല വെള്ളം നിറച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? നല്ല വെള്ളം മാത്രമാവും, അഴുക്ക് കാണില്ല. ഉള്ളിൽ അഴുക്കുണ്ട് പറഞ്ഞത് ഇനി കോരിക്കളയാൻ നിൽക്കണ്ട, അത് പറ്റൂല. നിരന്തരം സത്സംഗം, ഈശ്വര കഥകൾ കേട്ടുകൊണ്ടിരിക്കുക. ഉറങ്ങിപ്പോകുന്നു, സാരല്യെന്ന് വന്നിരിക്കുക. ഉറങ്ങിക്കൊണ്ടാണെങ്കിലും കേൾക്കുക, അത്രയേ ഉള്ളൂ. വീട്ടിലാണെച്ചാൽ നിങ്ങളാരും ഉറങ്ങൂല്ല, എന്നിട്ട് വേണ്ടാത്ത ചിന്തിച്ചിരിക്കും. അതിൽ നല്ലത് ഇവിടെ വന്ന് ഉറങ്ങണത് തന്നെയാണ്. വേണ്ടാത്ത ചിന്തിക്കുന്നില്ലല്ലോ, അഴുക്ക് കൂട്ടണില്ലല്ലോ. അവിടെ ഉള്ളത് അവിടെ ഉണ്ട്, ആയിക്കോട്ടെ, എന്നാലും കൂടുതൽ വേണ്ടാത്തൊന്നും ഇറക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് വിധത്സ്വ കർണായുധം ഏഷമേവരഹ. ഈ ലോകത്തിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കണക്കാക്കുന്നത് മനഃശാന്തിയാണ്, തൃപ്തിയാണ്. അതുകൊണ്ട് ഈശ്വര കഥകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ, ഹൃദയം ശുദ്ധമാവട്ടെ എന്നാണ് ആ മഹാത്മാവ് പ്രാർത്ഥിച്ചത്. നമുക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അവതാരമല്ലേ. എന്തിനപ്പോൾ മാതൃകയായിട്ട് കാണിച്ചത് എങ്ങനെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. ഈ പൃഥുവിൻ്റെ വംശം വർണ്ണിച്ച് വരുമ്പോൾ അവിടെ ഒരു രാജാവ്, പേര് ബർഹിഷത്തെന്നാണ്. അയാൾ അറിയപ്പെട്ടത് പ്രാചീന ബർഹിസ് എന്നുള്ള പേരിലാണ്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്താ വെച്ചാൽ ദർഭ വിരിക്കുക ആണ്. യാഗം ചെയ്യലൊരു ഹോബി. അത് വലിയ ഇഷ്ടത്തോടു കൂടിയോ സന്തോഷമായിട്ടോ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുമോ അല്ല. അതിനെയാണ് എന്താ പറയുക? കർമ്മഠത്വം എന്ന് പറയാം. താൻ ചെയ്യുന്നത് കൊണ്ട് ലോകത്തിന് ഉപദ്രവമുണ്ടോ ഉപകാരമുണ്ടോ ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യല്ലേ, അതല്ല. നമ്മൾ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ലോകത്തിന് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? അത് നിർത്തണം. എൻ്റെ അച്ഛൻ ചെയ്തു, മുത്തശ്ശൻ ചെയ്തു, ഞാനും ചെയ്യുമെന്ന് പറയരുത്. അവർ ചിലപ്പോൾ വിഡിത്തം ചെയ്തിട്ടുണ്ടാവും. അവരോടുള്ള ആദരവ് കൊണ്ട് നമ്മളത് ചെയ്യണമെന്നില്ല. അത് തെറ്റാണെന്ന് തോന്നി എന്ത് ചെയ്യണം? അത് നിർത്തണം. അതിലൊരു കുഴപ്പമില്ല. അതിനാണ് ഇപ്പോൾ ഈ ഒരു കഥ വർണ്ണിക്കുന്നത്. ഇദ്ദേഹം യാഗം ചെയ്യുക എന്നുള്ളതൊരു ഹോബിയാണ്. അങ്ങനെ ദർഭ വിരിച്ച് ഭൂമി മുഴുവൻ മൂടി. അങ്ങനെ അയാൾക്ക് പേരിട്ടു പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞ അർത്ഥം കിഴക്കോട്ട് ദർഭ വിരിക്കുന്നവൻ. എന്താണ്? അയാളെ കണ്ട ആൾ പറയും, കിഴക്കോട്ട് ദർഭ വിരിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾക്ക് ഈ പേര് വന്നത്. എന്തിന് താൻ ഈ യാഗം ചെയ്യണം അറിയില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ യാഗത്തിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ജന്തുക്കളെ കൊന്നും കൊണ്ടാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ യാഗം. 1 2 3 എത്ര ജന്തുക്കളെ ഓരോ യാഗത്തിൽ എത്ര കൊല്ലണം. എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും സ്വർഗം കിട്ടാൻ. എന്തിനാ? ഇപ്പം ഞെരുങ്ങി കഴിയുക. ഇപ്പോഴല്ല, മരിച്ചിട്ടിപ്പം കിട്ടുമല്ലെന്ന് ഇപ്പോൾ ആർക്കറിയാം? ആരും വന്ന് പറഞ്ഞോ? വന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ ആലോചിക്കാം. ഒരാൾ വന്ന് പറയട്ടെ. അതല്ലാതെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ്. സ്വർഗം കിട്ടാൻ എന്നാ പറയുക. ഒരിക്കൽ നാരദ മഹർഷി ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മക്കളാണ് പ്രജേതസ്സുകൾ. അവിടേക്ക് കഥ വന്നത്. പ്രജേതസ്സുകളുടെ സത്രത്തിൽ വെച്ചിട്ടാണ് നാരദ മഹർഷി ധ്രുവൻ്റെ കഥ പാടിയത്. പ്രജേതസ്സുകൾ വലിയ ഭക്തന്മാരാണ്. രുദ്രഗീതൊക്കെ ആ ഗുരുവായൂർ പോയി ജപിച്ചവരാണ്, വലിയ കേമന്മാരാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിച്ചാൽ രുദ്രഗീത അവർ മറന്നുപോയി പ്രായമായപ്പോഴേക്കേ. കാരണം കർമ്മത്തിൽ തന്നെ മുഴുകി അങ്ങനെ പറ്റും നമുക്ക്. നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് അങ്ങോട്ട് പോയി വിചാരിക്കും, പിന്നെ അതിലങ്ങോട്ട് മുഴുകി എന്ത് വിടും. കുറച്ച് ദിവസത്ത് കേൾക്കാനുള്ള രുചി നഷ്ടപ്പെടും. പിന്നെ നമ്മൾ നോക്കുന്നില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കും, കഷ്ടം, അന്ന് എത്ര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്, ഇപ്പം അതൊക്കെ എവിടെ പോയി എന്ന് പിന്നെ വിചാരിക്കും. ഇതേപോലെ പ്രജസ്സുകൾ ഒരു 60 വയസ്സ് കഴിഞ്ഞപ്പോൾ വലിയ വിഷമം. പണ്ട് എങ്ങനെ ഇരുന്നവരാണ് നമ്മൾ? ആ രുദ്രഗീതൊക്കെ ജപിച്ച് ജ്വലിച്ചിരുന്ന് നമുക്കിപ്പോൾ നോക്കൂ
ആകെ ക്ഷീണിച്ച് ബാറ്ററി ലോ അങ്ങനെ നിൽക്കുകയാണ്. അന്ന് എന്തായിരുന്നു ചാർജ് ഇതാണ്. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദർ വന്ന് പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, മന്ത്രമൊന്നും മറന്നാലും സാരല്ല, അതൊന്നും ഒരു വിഷയമല്ല, അത് പോട്ടെ, കുഴപ്പമില്ല. ദയയാ സർവഭൂതേഷു, ഭഗവാൻ സന്തോഷിക്കുക മന്ത്രം കേട്ടിട്ടൊന്നുമല്ല, ഉള്ളിലുള്ള മനസ്സ് ഹൃദയം നോക്കിയിട്ടാണ്. അതുകൊണ്ട് ജീവജാലങ്ങളോടൊക്കെ ദയ വയ്ക്കുക, അവരിലൊക്കെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കി മാന്യമായിട്ട് ധർമ്മം അനുഷ്ഠിച്ച് ഇവിടെ എന്ത് കിട്ടിയാലും ഈശ്വര പ്രസാദമായിട്ട് കണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ ആര് സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കും. ധ്രുവൻ നോക്കൂ, അങ്ങനെയല്ലേ, വലിയ മന്ത്രമൊന്നും ജപിച്ചില്ല, ദ്വാദശാക്ഷരി മന്ത്രം, ആകെ 12 അക്ഷരമേ ഉള്ളൂ. അത് ജപിച്ച് ഭഗവാനെ കിട്ടി. ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് അങ്ങനെ ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടോ അവസാനം നേരെയായില്ലേ. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ മതി, ഹൃദയത്തിൽ ഈശ്വരനെ വെച്ചാൽ മതി, എല്ലാവരിലും ഭഗവാനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ആ ധ്രുവൻ്റെ കഥ കേൾപ്പിച്ച് അവരെ നേർവഴിക്ക് നടത്തി. ആര്? നാരദ മഹർഷി. ആ പ്രജസ്സുകളുടെ അച്ഛനാണ് നമ്മളുടെ ഇപ്പം പറയുന്ന കഥാപാത്രം ബർഹിഷത്ത്. ബർഹിഷത്തിനെ നേരെയാക്കണമെന്ന് നാരദർക്ക് വാശി. എന്താ ഇപ്പോൾ ചെയ്യുക, ഗുരുനാഥന് വാശി, ശിഷ്യനെ നേരെയാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് അദ്ദേഹം കണ്ട് പുറപ്പെട്ടു. കാരണം വിഷ്ണുഭക്തന്മാരായ പ്രചേതസ്സുകളുടെ അച്ഛൻ അങ്ങനെ നശിച്ചാൽ വയ്യ. നമ്മളിപ്പോൾ ഭാഗവതം അങ്ങനെ കേൾക്കുമ്പം നമ്മൾ മാത്രമല്ല നേരെയാവുക, പിന്നെയോ വീട്ടിലുള്ളവർ നേരെയാവും. എന്താ കാരണം? ഭഗവാന് തോന്നി ഈ ഭാഗവതം കേട്ട് നിൽക്കണം, ഇവരുടെ വീട്ടിലുള്ളവരിങ്ങനെ മോശമായ വയ്യല്ലോ എന്ന് കരുതി അവർക്കും ഇന്നല്ലെങ്കിൽ നാളെ നേരെയാവാനുള്ള വഴി ആരൊരുക്കും? ഭഗവാൻ ഒരുക്കും. അങ്ങനെയാണ് നാരദരെ വിളിച്ചു വരുത്തിയതൊന്നുമല്ല ബർഹിഷത്ത്. നാരദരെ അങ്ങോട്ട് ചെന്നതാ. എന്നിട്ട് ചോദിച്ചു, ബർഹിഷത്തെ സുഖമല്ലേ ചോദിച്ചു. പിന്നെയോ പരമസുഖം. സുഖമല്ല എന്നൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളിപ്പോൾ സുഖം വിചാരിച്ചിരിക്കുക അല്ലേ? എന്താ സുഖം? ആരോഗ്യമുണ്ടല്ലോ, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, എന്താ പ്രശ്നം? നല്ല പെൻഷൻ ഉണ്ടാനും, കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വീടുണ്ടോ, സമ്മതിച്ചു, ഒക്കെ സമ്മതിച്ചു. സുഖം വിചാരിച്ചിരിക്കുകയല്ലേ? അപ്പം അന്ന് സുഖമല്ല ഒന്ന് കാണിക്കണ്ടേ? ഇതൊന്നും അല്ല കഥ എന്ന് കാണിക്കണ്ടേ? നാളെ അപ്പം അങ്ങനെ ഇരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇവരൊക്കെ ഒപ്പം ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? അതൊന്ന് ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ട് അദ്ദേഹം ഇപ്പം അനുഭവിക്കുന്ന സുഖമല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മാജിക്ക് കാണിച്ചൊരു കണ്ണട കൊടുത്തു. ഇനി ലോകത്തെ നോക്കൂ. അദ്ദേഹം ഒന്ന് തൊട്ടു, തെക്ക് ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞ സമയത്താണ് താൻ ഇത്രയും കാലമായിട്ട് ഹോമിച്ച ജന്തുക്കളൊക്കെ ലോഹത്തിൻ്റെ കൊമ്പുമായിട്ട് നോക്കി നിൽക്കുക. ആരെ? ഇങ്ങോട്ട് വരൂ എന്നാണ്. അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം ഞങ്ങൾ നേരെയാക്കിക്കോളാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ചെയ്ത കർമ്മത്തിന് ഫലം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഇതങ്ങോട്ട് കണ്ടതും ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറി, ആൾ മാറി. കാലിക്കലങ്ങോട്ട് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബർഹിഷത്ത് ചോദിക്കുകയാണ്, ഇത്രയും കാലം സൽക്കർമ്മം എന്നുള്ള മട്ടിൽ ചെയ്തത് ഇങ്ങനെയാണോ? ഈ പാപം നീങ്ങാൻ എന്താ വഴി എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. കർമ്മഠനായ ബർഹിഷത്തിന് തത്വം ഉപദേശിച്ചു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല. കർമ്മം കുറേ ശീലിച്ചവർക്ക് കഥ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, ചില അങ്ങനെ ഉണ്ട്, അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പ്രദക്ഷിണം വയ്ക്കും 1008, ഓ കഥ കേൾക്കും, അയ്യാ എന്നാ അത് മതി, അതാണ് കുറേ കാലം പ്രദക്ഷിണം വയ്ക്കുക, അത് കുഴപ്പമില്ല. ഈ വിളക്കിലെ എണ്ണ തീരാണ്ട് നോക്കണം കേട്ടോ, അത് പറ്റും. കഥ കേൾക്കും, അത് വയ്യാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് കർമ്മം ചെയ്യാൻ പറ്റും, പക്ഷെ കഥ കേൾക്കാനോ അതിലത്തെ കാര്യം മനസ്സിലാക്കാനോ ഉള്ള സംസ്കാരം ഇല്ല എന്നാണ്. പക്ഷേ അങ്ങനെയുള്ളവർ നേരെയാവണ്ടേ? അതാണ് ഋഷിമാരുടെ കൃപ. എല്ലാവരും നേരെയാവണം. ആ പാകത്തിന് അവരിറങ്ങി വന്ന് ലൗകിക കഥ പറയും പോലെ, പരദൂഷണം പറയും പോലെ, എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ അത് ഇഷ്ടച്ച എന്താ ചെയ്യുക, കുറ്റം പറച്ചൽ പോലെ അങ്ങനെയൊക്കെ അങ്ങോട്ട് മട്ടിൽ എന്ത് പറയുന്നു? വേദാന്തം, ഉപനിഷത്തിനെ നമുക്ക് പാകത്തിന് അങ്ങോട്ട് ആക്കിത്തരികയാണ്. കുടുംബകഥ പറയും പോലെ. സാരല്ല ബർഹിഷത്തെ, ഞാൻ ഈ പറയണത് അങ്ങ് കേട്ടാൽ അങ്ങ് നേരെയാവും ഉറപ്പ്. പേടിക്കാനൊന്നുമില്ല, വലിയ വലിയ കാര്യമൊന്നും ഞാൻ പറയില്ല, തത്വമസി ഒന്നും ഞാൻ പറയില്ല. അതന്നെയാണ് പറയണത്, തത്വമസിയാണ് പറയണത്. പക്ഷെ കഥ പറയണം. ഈ കഥ ഒന്ന് കേട്ടാൽ മതി, വല്ല സംശയമുണ്ടെങ്കിൽ അങ്ങ് ചോദിക്കും ചെയ്തോളൂ. പണ്ട് അങ്ങേപ്പോലൊരു രാജാവ് ഉണ്ടായിരുന്നു, അയാളുടെ പേര് പുരഞ്ജനൻ. എന്താ അപ്പോൾ അയാളുടെ പണി? അയാളുടെ പണി പുരഞ്ജനൻ, പുരഞ്ജനിപ്പിക്കുക, അതാണ്. അങ്ങയുടെ ഹോബി യാഗം ചെയ്യലല്ലേ, ഇയാളുടെ ഹോബി വീട് വയ്ക്കൽ. ഓരോരുത്തർക്കും ഓരോ പ്രാന്ത്, എല്ലാവർക്കും ഓരോ. നമുക്ക് ഭാഗവതം വായിക്കുന്നതൊരു പ്രാന്ത്, അത് കേൾക്കണം നിങ്ങളുടെ പ്രാന്ത്, ഒന്നും തെറ്റല്ല, ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായമാണ്, ആവട്ടെ. അപ്പോൾ ഇയാളുടെ രീതി എന്താ വെച്ചാൽ ഇങ്ങനെ വീട് വയ്ക്കുക. അത് കുറച്ച് ഞാൻ മടുക്കും, അപ്പോൾ അടുത്ത വീട് നോക്കി പോകും. അങ്ങനെ വീട് വാങ്ങുക, എപ്പോഴും ശ്രദ്ധ അങ്ങനെയാണ്. വീട് ഇങ്ങനെ കണ്ടാൽ നോക്കുകയും
അങ്ങനെ അദ്ദേഹം പണ്ട് കുറേ തൂണുള്ള കൊട്ടാരത്തിലായിരുന്നു താമസം. ഇപ്പം അദ്ദേഹം നോക്കുന്നത് 2 തൂണുള്ള കൊട്ടാരം മനസ്സിലുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വാങ്ങായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ കൂടെ ഒരു കൂട്ടുകാരൻ കിട്ടും. കൂട്ടുകാരൻ്റെ പേരെന്താ? അവിജ്ഞാതനാമാസീത്. അവിജ്ഞാതനാമാവ് എന്ന് പറഞ്ഞാൽ പേരറിയാത്ത കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ്റെ പേരെന്താ ചോദിച്ചാൽ ആർക്കും അറിയില്ല. പലരും പല പേര് വിളിക്കാറുണ്ട്. ഗോപാല, ഗോവിന്ദ. ഇയാൾ പിന്നെ ആര് വിളിച്ചാലും വിളി കേൾക്കും. തിരുത്തി പറഞ്ഞെടുക്കൊന്നുമില്ല. മഹാദേവ, ഓ ഭഗവതി, എന്താ എന്നല്ല എന്ന് പറയണ്ട, അല്ല പറയില്ല. ഈശോ, ഓ അള്ളാഹു. ഇപ്പം ചിലരൊക്കെ ഡിങ്കൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓ XYZ എന്താ വെച്ചാൽ വിളിക്കുക. അങ്ങില്ല കേട്ടോ, വേണ്ട, ആർക്കാക്ഷേപം, ഒന്നും പ്രശ്നമില്ലാത്ത ഒരാൾ. ഇതാണ് അവിജ്ഞാതനാമാസീത്. പേരറിയാത്ത കൂട്ടുകാരൻ ഇയാളുടെ ഒപ്പമുണ്ട്. ആ കൂട്ടുകാരൻ്റെ കൂടെ കഴിഞ്ഞുകൊണ്ട് നല്ല സമാധാനമുണ്ട്. പക്ഷേ ഈ വീടിനോടുള്ള മോഹമുള്ളത് കൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ, ഒരിക്കൽ ആ വീട് കണ്ടപ്പം കൂട്ടുകാരനോടുള്ള ഇഷ്ടം പോയി. ഇതാണ്. ആ കൂട്ടുകാരനോട് ഒന്നും പറയാണ്ട് ആ കൊട്ടാരം കണ്ട് മോഹിച്ചു. 9 ഗേറ്റുള്ള കൊട്ടാരം. പിന്നെ മോഹിച്ചതിന് കുറ്റം പറയാൻ വയ്യല്ലോ. 9 കവാടങ്ങളുള്ള മനോഹരമായ കൊട്ടാരം കണ്ടപ്പം ഈ കൂട്ടുകാരനെ വിട്ട് ആ കൊട്ടാരത്തിലേക്ക് ഓടി. അന്ന് തുടങ്ങിയതാ വിഷമം. കൂട്ടുകാരൻ്റെ കൂടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ആ കൂട്ടുകാരനെ മറക്കാതെ കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആ 9 കവാടമുള്ള ആ ശരീരത്തിനോട് അഭിമാനിച്ച ജീവൻ, അതാണ് കഥ. ആ അവിജ്ഞാത സഹസ്രാംശുഹു വിധാത. ഭഗവാന്റെ പേരത് സഹസ്രാമത്തെ കാണാം. അവിജ്ഞാത, ആർക്കും പിടികിട്ടാത്തവൻ എന്നാണ്. പേരില്ല. ആ കൂടെയുള്ള ഭഗവാനെ മറന്നു, ചൈതന്യത്തെ വിട്ടിട്ട് ജഡത്തെ സ്നേഹിച്ചു. അന്ന് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. 9 ദ്വാരമുള്ള കൊട്ടാരം, 9 ദ്വാര ശരീരത്തിനെ. നവദ്വാരേ പുരേ ദേഹി. ആ ശരീരത്തിനോടുള്ള അഭിമാനം കൂടുമ്പം ഭഗവാനെ മറക്കും. നമുക്ക് അബദ്ധം പറ്റുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴാ? ശരീരത്തിനോടുള്ള അഭിമാനം. ഞാൻ ശരീരം, ഞാൻ ഈ പുരുഷൻ. അപ്പോൾ ഒരാസക്തി. തിരിച്ചാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ആ കൊട്ടാരം കണ്ട് ഭ്രമിച്ചു. അവിടെയാണെങ്കിൽ ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥരും ഒരു സ്ത്രീയാ, രാജ്ഞിയ. അവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവളെ കല്യാണം കഴിച്ചാൽ കൊട്ടാരം എനിക്ക് കിട്ടുമല്ലോ എന്ന് ആർക്ക് തോന്നി? ജീവന് തോന്നി. ആരാണ് ആ സുന്ദരി? മനസ്സ്. ദേഹം ആരുടെയാ? വാസ്തവത്തിൽ മനസ്സിൻ്റെയാണ്. ആ മനസ്സിനോട് ആര് ചേരുന്നു? ജീവൻ മനസ്സിനോട് അങ്ങോട്ട് മനസ്സിനെ കല്യാണം കഴിച്ചു. അപ്പം എൻ്റെയും കൂടിയാ ഇത് കൊട്ടാരം, എൻ്റെയും കൂടിയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുന്നത്. ആ മനസ്സിനോട് ചോദിച്ചു, പുരഞ്ജലിയോട് ചോദിച്ചു, കല്യാണം കഴിക്കുക എന്നെ ചോദിച്ചു. അവൾ ചോദിച്ചു, അങ്ങേക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ, ലഗേജ് ഒന്നും ഇല്ലല്ലോ. ഇല്ല പറഞ്ഞു. എന്നാൽ പിന്നെ കഴിക്കാം. ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ കഴിയേണ്ടി വരും. തയ്യാർ. കൊട്ടാരത്തിനോടുള്ള ഭ്രമം കൊണ്ട് അവൾ പറഞ്ഞതൊക്കെ കേൾക്കാമെന്ന് ദേഹം സമ്മതിച്ചു. കുറച്ച് കാലം വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. അവൾ പറഞ്ഞതൊക്കെ കേട്ടും കൊണ്ട്. അങ്ങനെയാണല്ലോ മനസ്സ് പറയണതല്ലേ നമ്മൾ കേൾക്കണത്, അല്ലേ? ഞാൻ പറഞ്ഞത് കേൾക്കണത് ആണോ? മനസ്സെങ്ങനെ പറയും? 1 മണി ആവാറായി തിരുമേനി, അത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? മനസ്സ് പറയണത് നമ്മൾ കേൾക്കാറുള്ളൂ. മനസ്സ് എണീക്കാൻ പറഞ്ഞാൽ എണീറ്റു, മനസ്സ് പോകാൻ പറഞ്ഞാൽ പോയി എന്നല്ലാതെ ബുദ്ധി പറയണമെന്ന് ഇടയ്ക്ക് കേൾക്കണം കേട്ടോ. എന്താണ്? ബുദ്ധിയോടൊന്ന് കൺസൾട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് കേട്ടാൽ വലിയ അപകടം ഉണ്ടാവില്ല. മനസ്സെന്ന് പറഞ്ഞാൽ ചതിയനായിട്ടുള്ള കൂട്ടുകാരെന്ന് വിചാരിക്കും. അല്ല, അത് ചതിച്ച് പിന്നെ നമ്മളെ വല്ല കുഴിയിലും കൊണ്ട് ചാടിച്ചത് അതിൻ്റെ വഴിക്ക് പോകും. ഈ മനസ്സിൽ ഭ്രമിച്ച് അദ്ദേഹം തൻ്റെ കൊട്ടാരം എന്ന് അഭിമാനിച്ച് കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞു. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ശരീരം ക്ഷീണിക്കില്ലേ? കൊട്ടാരത്തിനും അപകടങ്ങൾ വരില്ലേ? കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള പൂന്തോട്ടം ഒക്കെ വാടിപ്പോയി, പൂക്കളൊക്കെ വെളുത്തു. എന്താണ്? പൂക്കളൊക്കെ വെളുത്തു, പിന്നെ കരിഞ്ഞു, അത് കൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഷണ്ടി എന്നാണ് പറഞ്ഞതിപ്പോൾ. പലരും വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഇഷ്ടികയൊക്കെ കൊഴിഞ്ഞു പോയി, പല്ല് കൊഴിഞ്ഞു എന്നർത്ഥം. ദേഹം എടുത്തു വയ്ക്കും ഇഷ്ടിക, പെയിൻറ്റ് പോയി, വൈറ്റ് വാഷ് ചെയ്തു, അല്ല ബ്ലാക്ക് വാഷ് ചെയ്തു. സമ്മതിക്കുന്നില്ല. കൊട്ടാരം എൻ്റെ, ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. ഇടയ്ക്കൊന്ന് നായാട്ടിന് പോയി. ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാവാറുണ്ട് മനസ്സായിട്ട്. പുരഞ്ജനിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പുരഞ്ജന് കലഹം ഉണ്ടാവാറുണ്ട്. സ്വപ്നം കണ്ടതാ. സ്വപ്നം കാണുന്ന സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ ഏതാ ശരിയെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. നമ്മളൊക്കെ കുറേ ലോകത്ത് ജീവിക്കുന്നവരാ. ഒന്ന് ഈ ലോകം ഉണർന്നിരിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോഴോ അത് വേറൊരു ലോകമാണ്. അത് ടിക്കറ്റൊന്നും എടുക്കാണ്ട കാണാം. ഇത്ര ലാഭം അല്ലേ? ഒന്നും കൊടുക്കണ്ട, ഫ്രീ. അത് തുടർച്ചയായിട്ട് കാണാൻ വെച്ചാൽ അത് വേറൊരു ലോകമാകുമായിരുന്നു അല്ലേ? സീരിയൽ പോലെ.
ഇന്നലെ കണ്ട സ്വപ്നത്തിൻ്റെ ബാക്കി ഇന്ന് കാണുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും അതും ഒരുപോലെ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? അതിപ്പോൾ തുടർച്ചയായിട്ട് കാണേണ്ടതല്ലേ അല്ലേ? മനസ്സിലാവണില്ല? ഈ ജാഗ്രതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നത് കഴിഞ്ഞു, നാളെ ഇതിൻ്റെ ബാക്കി. സ്വപ്നത്തിൽ പക്ഷെ എന്തില്ല, ഇന്നൊരു സ്വപ്നം നാളെ വേറൊരു സ്വപ്നമായിരിക്കും. ബാക്കിയായിരുന്നെങ്കിൽ അതൊരു ലോകമാവും. അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഏതാ ശരിയെന്ന് മനസ്സിലാവായ അതാണ് മനസ്സായിട്ട് ആ ജീവൻ്റെ ഒരു കലഹം വർണ്ണിച്ചു. ചണ്ഡവേഗൻ എന്ന ശത്രു വന്നു, ആ കൊട്ടാരത്തെ ആക്രമിച്ചു. 365 കറുത്ത പട്ടാളക്കാരും 365 വെളുത്ത പട്ടാളക്കാരും ആയിട്ട് വന്നു. രാവും പകലും 365 ദിവസമാണ്, ഒരു വർഷം. കറുത്ത പട്ടാളക്കാർ ആക്രമിക്കും ശരീരത്തെ, രാത്രി ആക്രമിക്കുക. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ശരീരം ക്ഷീണിക്കുന്നില്ലേ? ആയുസ് പോണില്ലേ? പകലും തേഞ്ഞ് പോകുന്നുണ്ട്, നമ്മൾ അറിയണില്ല. നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചും നിൽക്കണത് പോകുന്നുണ്ട്. ഇപ്പം വെളുത്ത പട്ടാളക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റാണ്. നിങ്ങൾ പണിയെടുത്തോളൂ എന്നും പറഞ്ഞാൽ അത് കറുത്ത പട്ടാളക്കാരെ ഏൽപ്പിച്ച് അവർ പോകും. അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് വന്നൊരു കല്യാണവും കഴിച്ചിട്ടു അദ്ദേഹം. കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, വയ്യാണ്ടേയുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക? മോഹിച്ച് കഴിച്ചതല്ല, ഇങ്ങോട്ട് വന്നതാ. അവളുടെ പേര് കാലകന്യ. എന്താ പേര്? ജര ആണ് അവളുടെ പേര്. ആരും മോഹിച്ചിട്ട് ക്ഷീണിക്കാറില്ല. ഉണ്ടോ? ജരിന്നരയൊക്കെ മോഹിച്ചു വരും. കുറേ കാലം തലമുടി ഒന്ന് വെളുക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, മുഖം ഇങ്ങനെ നിന്നാൽ പല ചുളിവൊക്കെ വേണ്ടേ എന്നൊന്നും ആരും വിചാരിക്കണില്ല. ആ കാലകന്യ ഇങ്ങോട്ട് വന്ന് മാലിട്ടു. അതോടുകൂടി ക്ഷീണമായി. കുറേ കാര്യം ഓർമ്മയില്ലാണ്ടിയായി. ചിലതൊക്കെ ഓർമ്മയുള്ളൂ. പുരഞ്ജനിയെ ഓർമ്മയുണ്ട്, ഭാഗവതൊന്നും ഓർമ്മയില്ല. ചില കാര്യം മാത്രം എന്ന് പറഞ്ഞാൽ തനിക്ക് താല്പര്യമുള്ള കാര്യം, താൻ കൂടുതൽ സമയവും എന്തിനു വേണ്ടി ചിലവഴിച്ചോ ആ കാര്യം മാത്രമാണ് അവസാന കാലത്ത് ഉണ്ടാവും. വേറെ ഒന്നും ഓർമ്മ പറഞ്ഞു തന്നെ പറയും അവർ. എനിക്കൊരു മുത്തശ്ശിയെ പരിചയം. ആ മുത്തശ്ശി ഒരേ കാര്യം പറയും. പക്ഷെ എന്തോ ഭാഗ്യം, നല്ല കാര്യം പറഞ്ഞു കിട്ടും. ഒരാഴ്ച അടുപ്പിച്ച് കണ്ടാൽ കണ്ടാൽ സംസാരിക്കും, മോനെ ഇവിടുന്ന് പണ്ട് അമ്മ മലയ്ക്ക് പോകുമ്പോഴേ എന്താണ്, ഇപ്പോൾ കഥ മുഴുവൻ എനിക്കറിയാം. ഞാൻ പിറ്റേ ദിവസം പോകുമ്പോഴാണ് അമ്മ പറയും, മോനെ ഇവിടുന്ന് അതന്നെ. ഞാൻ അങ്ങനെ ഇവിടുന്നാണ്. അമ്മ പണ്ട് മലയ്ക്ക് പോകുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് കേൾക്കണ പോലെ കേൾക്കുകയും ചെയ്യും. അമ്മ പറയട്ടെ, പക്ഷെ ഒന്നും മോശം പറയണില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവരുടെ മനസ്സിൽ അന്ന് മലയ്ക്ക് പോയതും അന്ന് പോയതും ഭർത്താവ് പട്ടാളത്ത് പോയതൊക്കെയാണ്. അതൊക്കെ അങ്ങനെ പറയും. നല്ല ഒരേ കാര്യം ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മാറ്റം ഒന്നുമില്ല. പക്ഷെ അത് ആ സമയത്ത് ഈ വിഷയത്തിൽ ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് ഈ അവസാന കാലത്ത് അത് തേട്ടി വരുന്നത്. നമ്മളെയൊക്കെ അവസാന കാലത്ത് എന്താണാവോ ശ്രദ്ധിക്കണത് നല്ലതാ. നമ്മളുടെ കയ്യിലല്ലത്, അതങ്ങനെ വരും. ഉള്ളിലുള്ള സംസ്കാരം പുറമേക്ക് അങ്ങനെ വരും. ശ്രദ്ധിക്കണം എന്നർത്ഥം. ദേഹം പുരഞ്ജനി എന്ന് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ മരിച്ചു ഈ ജീവൻ. അവസാന കാലം എന്താണോ വിചാരിക്കുന്നത് അതായിട്ട് ജനിക്കുന്നല്ലേ പറയുക. അതിനോടാ ബന്ധം ഉണ്ടാവുക. അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിച്ചു, കല്യാണം കഴിച്ചു. മലയധ്വജൻ എന്ന പേരായിട്ടുള്ള ഭക്തനെ. എന്താ ഇപ്പോൾ ഭക്തനെ വിവാഹം കഴിക്കാൻ കാരണം? കുറച്ച് കാലം ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചത് കൊണ്ട്. ഏതോ സപ്താഹത്തിൽ ദേഹം പോയിട്ടുണ്ട്. മാഹാത്മ്യം എങ്ങാനും എന്തോന്നോ കേട്ടിട്ടുണ്ട്, ലേശം. മുഴുവനായിട്ടൊന്നും സപ്താഹം കേട്ടിട്ടില്ല, പക്ഷേ അവിടെ ഇവിടെ എന്തോ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭഗവാന്റെ ആനുകൂല്യം, കാരുണ്യം, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഇദ്ദേഹത്തിന് നേരെയാവാനുള്ള അവസരം ഭഗവാൻ കൊടുത്തു, അല്ലെങ്കിൽ പ്രകൃതി കൊടുത്തു, എന്താ വെച്ചാൽ പറയാം. എന്തായാലും അങ്ങനെ അദ്ദേഹം ആ മലയധ്വജനെ വിവാഹം കഴിച്ചു. ആരും? ഈ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ മലയധ്വജൻ എല്ലാം വിട്ടിട്ട് കാട്ടിലേക്ക് പോയി. പിന്നാലെ ആരും പോയി? ഈ സ്ത്രീയും പോയി എന്ന് പറഞ്ഞ അർത്ഥം വാനപ്രസ്ഥം. വിരക്തി വന്നു എന്നർത്ഥം. ലോക വിഷയങ്ങളോടൊന്നും കഴിഞ്ഞ ജന്മത്തിൽ വിരക്തി വന്നിട്ടില്ല. പുരഞ്ജനി പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം വിരക്തി വന്നു. വീട്ടിലൊന്നും വലിയ കഥയില്ല, സ്വത്തും സമ്പത്തും നല്ല പ്രധാനം എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ ആ ഗുരുനാഥൻ്റെ പിന്നാലെ സഞ്ചരിച്ചു, കാട്ടിലേക്ക് പോയി. അവിടെ ഭർത്താവിൻ്റെ കൂടെ ശ്രവണം, മനനം, ധ്യാനം അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു. ഭർത്താവ് ദേഹം ഉപേക്ഷിച്ചപ്പം അവസാനം ഒരു വിഷമം ഉണ്ടാവും. എത്ര കണ്ട് നമ്മളിത് ശാസ്ത്രം കേൾക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വിഷമം ഇല്ലാണ്ടിരിക്കുമോ? ഇതൊക്കെ കേട്ടു എനിക്കാണ് കഥ ഒക്കെ അറിയാം. എന്നാലും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുമ്പം, അടുത്ത ബന്ധുക്കളൊക്കെ നഷ്ടപ്പെടുമ്പം ഉൾക്കൊള്ളാൻ പറ്റുമോ ചോദിച്ചാൽ ചെറിയ പ്രയാസം ഉണ്ടാവും. അവസാന ഘട്ടതാണ്, അതിന് തരണം ചെയ്യാൻ പറ്റും. ആ ഒരു ഘട്ടത്തിൽ കാര്യമൊക്കെ ബുദ്ധിയിലുണ്ട്, ഒക്കെ നിശ്ചയുണ്ട്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്, ആനന്ദ സ്വരൂപനാണെന്നൊക്കെ അറിയാം. പെട്ടെന്ന് പക്ഷേ ഭർത്താവ് മരിച്ചപ്പം താങ്ങാൻ പറ്റിയില്ല, വലിയ വിഷമം. ആകെ ദുഃഖിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ആര് വന്നു? അവിടേക്കൊരു ബ്രാഹ്മണൻ വന്നു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ വന്നു.
ദുഃഖിച്ചിരിക്കുമ്പം ആശ്വസിപ്പിക്കാനായിട്ട് ഗുരുനാഥൻ വരുന്നു. ആ ഗുരുനാഥൻ പറഞ്ഞത് എന്താണെന്നറിയോ? നീ ആരാ ആണ് ചോദ്യം. നീ ആരാണ്? അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ മലയധ്വജൻ്റെ ഭാര്യയാണ്. അപ്പോൾ നീ പെണ്ണ? അതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. അല്ലല്ല, ഞാൻ മലയധ്വജൻ്റെ ഭാര്യയല്ല, പൂർവ്വജന്മ ഓർമ്മ വന്നു, ഞാൻ പുരുഷനാ. നീ ആണാണോ? ഞാൻ പുരഞ്ജനനാണ്, പുരഞ്ജനിയുടെ ഭർത്താവ്. നീ അതിനാണ്? ആദ്യം പെണ്ണാ പറഞ്ഞു, പിന്നെ ആണാ പറഞ്ഞു. അതൊക്കെ ശരീരത്തിനല്ലേ, അല്ലെങ്കിൽ മനസ്സിനല്ലേ? ശരീരത്തിനാണെന്ന് പറയാൻ വയ്യട്ടോ. ശരീരം പുരുഷൻ്റെ, സ്ത്രീയുടെ മനസ്സുള്ളവരില്ലേ? തിരിച്ചുമില്ലേ? നീ ആണാണോ പെണ്ണാണോ? അതാണ് ശരിക്കും പറഞ്ഞാൽ നീയും ഞാനും രണ്ടല്ലല്ലോ. നീ എന്നെ ഓർക്കുന്നില്ലേ? നല്ലോണം നോക്ക്. അവിസ്മരസി ആണ്, നീ ഇപ്പം എന്നെ ഓർക്കുന്നില്ല. അവിജ്ഞാത സഖം സഖേ, അവിജ്ഞാത സഖാവ് ആണ്, പേരറിയാത്ത കൂട്ടുകാരനെ നീ ഓർക്കുന്നില്ലേ? എടോ, നമ്മൾ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് കഴിയല്ലായിരുന്നു? ആ കൊട്ടാരം കണ്ടപ്പോൾ നീ എന്നോടൊരു വാക്ക് പോലും പറയാണ്ട്, എന്നാൽ താനും വരും, നമുക്ക് ചായ കുടിക്കാം, എന്തൊക്കെ ഒന്ന് ഇവിടെ നിൽക്കും, ഞാൻ ആ കൊട്ടാരം കണ്ടുവരാം എന്നൊന്നും പറയാണ്ട് ആ കൊട്ടാരം കണ്ടതും എന്നെ തട്ടിമാറ്റി ഭ്രമിച്ച് പോയത് മുതലല്ലേ നീ ഇങ്ങനെ ശോഷിക്കാൻ തുടങ്ങിയത്? എനിക്ക് നോക്ക്, ഒരു മാറ്റവും ഇപ്പോഴും ഇല്ല. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ ഒരു മാറ്റവും ഇല്ല. നമുക്കാ മാറ്റം, ഈശ്വരനെ അറിയാത്തത് കൊണ്ട്. നീ എന്നെ ഓർക്കുന്നില്ലേ? ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ, വാസ്തവം പറഞ്ഞാൽ നമ്മൾ രണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഒന്നാട്ടോ ആണ് എന്ന് പറയലും നമ്മൾ രണ്ടുപേരും മാനസ സരസിലെ ഹംസങ്ങളല്ലേ? അല്ല, ഹംസമല്ലേ എന്ന് പറയൽ രണ്ട് അരയന്നങ്ങളായി മാറി രണ്ടുപേരും കൂടി ചേർന്നു. അങ്ങനെ ആ മാനസ സരസിലൂടെ നീന്തി ആ ഹംസം അങ്ങോട്ട് പോയി. ഇതാണ് കഥ. പരമഹംസനായിട്ട് മാറി ആ ജീവൻ. നമ്മളൊക്കെ അപ്പം ആണോ ചോദിച്ചാൽ അല്ല. പക്ഷേ കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താവും? നമ്മളും എന്താവും? പാരമഹംസ്യാം സംഹിതായാം, അതല്ലേ വായിക്കണത്? പരമഹംസ സംഹിതയാണ് വായിക്കണത്. അത് വായിച്ച് നമ്മളും ആരാവും? ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിപ്പോൾ കംസനായിട്ടിരിക്കുക. അതല്ല, അത് മാറി ഹംസമാവണം. ഹംസ എന്ന് തിരിച്ച് പറഞ്ഞാൽ സഹ അഹം ആണ്, സോഹം ആണ്. സഹ എന്ന് പറഞ്ഞാൽ അവൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അവനും ഞാനും രണ്ടല്ല ആണ് അനർത്ഥം. അവൻ ഇവനെന്നറിയുന്നതോർത്താൽ അവനീലാതിമമായൊരാത്മരൂപം. ആര് പറഞ്ഞതാ? കൊച്ചു നമ്പിയാരോ? ഗുരുദേവൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അവൻ ഇവൻ എന്നൊക്കെ നമ്മൾ പറയാണ്. പക്ഷേ ആലോചിച്ചാൽ ഓർത്താൽ, ചിന്തിച്ചാൽ അത് പ്രധാന. അത് ഇടയ്ക്കിടയ്ക്ക് ഗുരുദേവൻ്റെ കൃതിയിലൊക്കെ അത് കാണും. ആരായുകിൽ എന്നാണ്. അതും ഇതുമല്ല, സദർത്ഥമല്ല, ഹംസച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി, സത് അസതിഥി പ്രതിപത്തിയറ്റ് സത്വവും ഇതി മൃദുവായി അമർന്നിടയണം. ഒന്ന് ആലോചിച്ചാൽ ഞാനും അവനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ദേഹം നോക്കിയാൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഊണ് കഴിക്കണം, എനിക്കും കഴിക്കണം, വേണ്ടേ? നിങ്ങളും മണ്ണാവും, ഞാനും മണ്ണാവും. പിന്നെ ഇപ്പം എന്താ വ്യത്യാസം? എന്തിലാ വ്യത്യാസം? ചോരെന്താ? പച്ചയാ? അല്ലല്ല, ചുവപ്പല്ലേ? നമുക്ക് വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതാണ് ഹംസഹ എന്ന് വളച്ച് പറയാണ്. തിരിച്ച് പറഞ്ഞാൽ സഹ അഹം സോഹം, അവൻ തന്നെ ഞാൻ, ഞാൻ തന്നെ അവൻ. എൻ്റെ പരിമിതികളില്ലാണ്ടായ ഞാൻ ഈശ്വരനായി, പരിമിതിയിൽപ്പെട്ടാൽ ഞാൻ ജീവനായി. ജീവോ ബ്രഹ്മൈവ നാപരാ, ജീവൻ ബ്രഹ്മം തന്നെയാണ്. അതാണ് ഈ കഥ കാണിച്ചു തരുന്നത്. തത് ത്വമസി, തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ത്വന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മം തന്നെ. തത് ത്വം അസി. ആദ്യം പുറത്താ വിചാരിക്കും, കുറച്ചു കാലം അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും പുറത്തൊന്നുമല്ല, എന്നിലും നിങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലല്ല, നമ്മളൊക്കെ അതിലിരിക്കുകയാണ്. അല്ല, നമ്മളിരിക്കണമെന്നില്ല, നമ്മളതാണ് എന്ന് തെളിയും. പെട്ടെന്ന് തെളിയുന്നല്ല, നിരന്തരമായ അഭ്യാസം കൊണ്ട്, ഉപാസന കൊണ്ട്, ഏകാന്തത്തിലിരുന്ന് ശ്രദ്ധിച്ചാൽ ഈ തത്വം ബോധ്യമാവും. നല്ലൊരു ഗുരുനാഥൻ ഉപദേശിച്ചപ്പോൾ ഈ തത്വം ആർക്കും ബോധ്യമായി. അജ്ഞാനിയായിട്ടുള്ള ആ ബർഹിഷത്തിന് അജ്ഞാനം നീങ്ങി, ഉള്ളിലുള്ള ജ്ഞാനം പ്രകാശിച്ചു. നാരദരെ പോലെ തന്നെ ബർഹിഷത്തും പരമഹംസനായിട്ട് മാറി എന്നാണ് കഥ. പാപമൊക്കെ ആർക്കേ ഉള്ളൂ? മനസ്സിനേ ഉള്ളൂ. ആർക്കേ ഉള്ളൂ? ഞാൻ പാപിയല്ല, എൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ അയക്കാം, അത്രയേ ഉള്ളൂ. ആ മനസ്സങ്ങോട്ട് പോയാൽ ആരായി? നമ്മളൊക്കെ ശുദ്ധമാണ്. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ഒഴിവാക്കി, ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, ശരീരമല്ല എന്നറിഞ്ഞ ആ ബർഹിഷത്ത് ജീവൻമുക്തനായിട്ട് മാറി എന്നാണ് കഥ. ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് മോക്ഷം എന്ന പുരുഷാർത്ഥത്തെ പ്രതിപാദിക്കുന്ന
പുരഞ്ജനോപാഖ്യാനം. അതാണ് പുരുഷാർത്ഥ സ്കന്ധം എന്ന് ഈ ഒരു സ്കന്ധത്തെ പറയാൻ കാരണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.